എല്ലാവർക്കും കേരള ബുക്ക് ക്ലബ്ബായ ആമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ആമി. ഇന്ന് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നത് ഫുള്ള് കംപ്ലീറ്റ് റീഡിംഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് റെക്കോർഡിംഗ് ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനിലാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ കുറച്ച് നല്ല ഫ്രണ്ട്സിനെ ഞാൻ ശരിക്കും യൂട്യൂബിൽ മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളിത് കംപ്ലീറ്റ് കേൾക്കണം കേട്ടോ. അന്നേരം ഞാനിത് വായിച്ചു തുടങ്ങിയാണ്. ഭാഗം 16 15 വരെ നമ്മൾ വായിച്ച് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? റൂമിൽ വന്ന് കയറിയ ഉടനെ സാക്ഷി അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ കണ്ടില്ല, ഫോൺ ബാഗിലായിരുന്നു. എന്തു പറ്റി? ഒന്നും പറയണ്ട. ആ ദേവ് ഉറക്കമുണർന്നപ്പോൾ മുതൽ കരച്ചിലാണ്. ഞാനും അശ്വിനിയും മാറി മാറി ചോദിച്ചിട്ടും അവൾ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒരുപാട് നേരം പോയി വിളിച്ചു. ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്തു ഇറങ്ങുന്നില്ല. നീ ഒന്ന് പോയി സംസാരിക്ക്. ദേവു, വാതിൽ തുറക്ക്, അതിഥിയാണ്. വീണ്ടും കഥകിൽ കൊട്ടാൻ തുടങ്ങുന്ന മുൻപേ ദേവിക വാതിൽ തുറന്നു. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണും മുഖത്തെ വാട്ടവും കണ്ടപ്പോൾ കാരിച്ച് സംസാരിക്കേണ്ടെന്ന് അവൾക്ക് തോന്നി. എന്താ ദേവു എന്ന ഒറ്റ ചോദ്യത്തിൽ തന്നെ അവൾ നിയന്ത്രണം വിട്ട് അതിഥിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായല്ലേ? അതിഥി അവളെ പിടിച്ച് കട്ടിലിൽ ഇരുത്തി. വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാ ചേച്ചി. പിന്നെ അത്രയും ദൂരം പോയിട്ട് അവൻ അത്ര ആഗ്രഹിച്ചിട്ട് പിന്നെ ഞാൻ നോ പറഞ്ഞാൽ അവന് വിഷമമാവും. ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടെന്ന് കരുതി. നീ പ്രിപ്പയർഡ് അല്ല എന്ന് പറയായിരുന്നില്ലേ? അതിനിപ്പോൾ എന്താ പ്രസക്തി? ഇപ്പോൾ എനിക്ക് മാത്രമല്ലേ വിഷമമുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? ദേവിക വീണ്ടും പൊട്ടിക്കരയാൻ ഒരുങ്ങുന്നത് കണ്ട് അതിഥി അവളെ ചേർത്ത് പിടിച്ചു. ദേവു, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ ഇഷ്ടത്തിന് ഇവിടെ മറ്റെന്തിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഇഷ്ടമില്ലാതെ മറ്റാർക്കു വേണ്ടിയും നീ ഒന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ അവൻ നിന്നെ ഇതിന് അമേരിക്ക വരെ വിളിച്ചുകൊണ്ട് പോയാലും നിന്നെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തല്ല നിങ്ങൾക്കിടയിൽ സെക്സ് സംഭവിക്കേണ്ടത്. എന്തായാലും ഞങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്നവരല്ലേ, അപ്പോൾ പിന്നെ ഇതിൽ പ്രശ്നമില്ലല്ലോ. അടിപൊളി. ഇതും അവൻ പറഞ്ഞു തന്നതായിരിക്കും അല്ലേ? അത്രയും നേരം ക്ഷമിച്ചു നിന്ന അതിഥിക്ക് ദേഷ്യം വന്നു. നീ പ്രായപൂർത്തിയായ കുട്ടിയാണ്. സെക്സ് ഒരിക്കലും തെറ്റല്ല. പക്ഷേ അത് കഴിഞ്ഞു വന്ന് നീ ഇവിടെ വന്ന് കരയുന്നതിന്റെ അർത്ഥം നിനക്കിപ്പോൾ അത് വേണ്ടായിരുന്നു, നീ അതിന് റെഡി അല്ലായിരുന്നു എന്നാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും നോ പറയണമെന്ന് തോന്നുമ്പോൾ അത് പറയാൻ പഠിക്ക്. ഈ റിലേഷൻഷിപ്പിൽ നീ എത്രമാത്രം കംഫർട്ടാണെന്ന് ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. എല്ലാത്തിലും ഉപരി ഇത് നിന്റെ ജീവിതമാണ്. എല്ലാ കാലത്തും ഒരാളെ അനുസരിച്ചുകൊണ്ട് മാത്രം ജീവിക്കണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കും. ഇന്നും മിണ്ടാതെ തലകുനിച്ചിരുന്ന ദേവിയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അതിഥി പറഞ്ഞു. ദേവിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇറങ്ങിയ ശേഷമാണ് അതിഥി റൂമിലെത്തിയത്. അശ്വിനിയുടെ കല്യാണത്തിന് പോകാൻ സാക്ഷി കൊടുത്ത സാരിയുടെ ഭംഗി നോക്കലെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴേക്കും ഒരുപാട് വൈകി. പിറ്റേന്ന് പുലർച്ചെ കണ്ണു തുറന്നത് മേശയ്ക്ക് മുകളിൽ വെച്ച ഓർക്കിഡ് പൂക്കളിലേക്കാണ്. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഓർക്കിഡിന് സന്തോഷത്തിന്റെ നിറമാണ്. കാരണം പോലും അറിയാതെ രാവിലെ മുഖത്ത് പടരുന്ന ഈ ചിരി അതിൻ്റെതാവാം. അതോ ആ ഓർക്കിഡ് പൂക്കൾ കൈമാറുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ തന്റെ കൈകളിലേക്ക് പടരുന്ന അവന്റെ വിരലുകളിലാണോ ആ സന്തോഷം ഇരിക്കുന്നത്? ഇപ്പോൾ പോയാൽ ഇന്ന് നിനക്ക് സമയത്ത് ഓഫീസിൽ കയറാം. ഓരോന്നാലോചിച്ച് ബെഡിൽ ചിരിച്ചിരുന്ന അതിഥിയുടെ തലയ്ക്ക് കുട്ടി സാക്ഷി അവസാന ശാസന എന്നോണം പറഞ്ഞു. ഓഫീസിലേക്ക് തിരക്കിട്ട് നടക്കുന്നതിനിടയിൽ തന്നെ കണ്ടിട്ട് ഒരു ചിരി പോലും നൽകാതെ കടന്നുപോയ ശരണിനെ കണ്ട് അന്താളിച്ചു നിന്ന അതിഥിക്ക് അപ്പോൾ തന്നെ അവന്റെ കോൾ വന്നു. എന്താ, ദേഷ്യം വരുന്നുണ്ടോ? അല്പം കുസൃതി ഒളിപ്പിച്ച് ചോദിച്ചു. എനിക്ക് എന്തിനു ദേഷ്യം വരാനാ? ചായക്കടയിൽ മാറി നിന്ന് അവളെ നോക്കിക്കൊണ്ടിരുന്ന അവനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് നടിച്ച് അവൾ മുന്നോട്ട് നടന്നു. നിനക്കൊരു കാര്യം അറിയോ? എനിക്കിപ്പോൾ ഓടി വന്ന് നിന്നെ മുറുക്കി കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. പക്ഷേ വേണ്ട. ഇപ്പോൾ തന്നെ എല്ലാ സമയത്തും നീ എൻ്റെ കൂടെയാണെന്ന പരാതിയാണ് എല്ലാവർക്കും. ഓഫീസിലും കൂടെ വന്ന് ഞാൻ അത് വീണ്ടും കൂട്ടുന്നില്ല. നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടാകാം. അവൻ മിണ്ടാതെ പോയതിൽ ചെറിയ പരിഭവം ഉണ്ടെങ്കിലും പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നി. വൈകിട്ട് കാണാമെന്ന് ഉറപ്പ് നൽകി അവൾ ഫോൺ കട്ട് ചെയ്തു. നീ എന്താ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ നടക്കുന്നത്? ലിഫ്റ്റിൽ നിന്നിറങ്ങി ചിരിച്ചുകൊണ്ട് ഡെസ്കിലേക്ക് നടന്ന അവളെ ആദ്യം പിടിച്ചു നിർത്തി. ഇത്ര കൃത്യമായി പറയാൻ നിലാവത്ത് നീ എത്ര കോഴികളെ അഴിച്ചു വിട്ടിട്ടുണ്ട്? ഓ, നമ്മൾ കോഴികളെ ഒന്നും അഴിച്ചു വിട്ടിട്ടില്ല. പക്ഷേ നിന്റെ കുറച്ചു നാളായുള്ള മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നും കരുതണ്ട. എന്ത് മാറ്റം? ശരണിന്റെ കാര്യം ആദ്യോട് പറയണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തതിനാൽ അവൾ ഒന്നുമില്ലെന്ന പോലെ വിഷയം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എടി, ഞാൻ നാളെ നാട്ടിൽ പോകും. ചേച്ചിയുടെ കല്യാണം ഏകദേശം നടക്കുന്ന മട്ടാണ്. ഞാനിവിടെ വന്നിട്ട് തീരുമാനിക്കാമെന്നാണ് അവർ പറയുന്നത്. ലോണിന്റെ കാര്യമൊക്കെ ശരിയാക്കണം. അപ്പോൾ നിന്റെ സിനിമ? എന്ത് സിനിമ? ഞാൻ ഇവിടെയൊക്കെ കാണും. ഞാൻ ഒരാഴ്ച പോയാൽ നീ എന്നെ മിസ് ചെയ്യുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരു വിഷമം. അയ്യടാ, മിസ് ചെയ്യാൻ പറ്റിയ ഒരു മുതല്. എനിക്ക് ഒരാഴ്ച നല്ല സമാധാനം കിട്ടും, അത്ര തന്നെ. അതേടി, നീ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്കറിയാം.
ഞാൻ നാട്ടിൽ പോയിട്ട് ആദ്യം എന്നാ വരുന്നേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാൻ വരരുത് കേട്ടോ. അവളുടെ തലയ്ക്ക് ചെറുതായി ഒരു തട്ട് കൊടുത്തിട്ട് അവൻ ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു. അവനില്ലാതെ ഇവിടേക്ക് കയറി വരുന്നത് പോലും തനിക്ക് ഓർക്കാൻ വയ്യെന്ന കാര്യം അവൾക്ക് നന്നായി അറിയാം. പക്ഷേ അതൊരിക്കലും അവന് സമ്മതിച്ചു കൊടുക്കാൻ തോന്നിയിട്ടില്ല. ലഞ്ചിന് ഗീത ചേച്ചിയെ വിളിക്കാൻ പോയപ്പോൾ ശക്തി അവർ ഫോണിൽ ആരോടോ ദേഷ്യപ്പെടുന്നത് കണ്ട് വേഗം തിരിച്ചു വന്നു. കുറച്ചു കഴിഞ്ഞ് ലഞ്ച് ബോക്സുമായി അടുത്ത് വന്ന ചേച്ചിയോട് കാര്യം അന്വേഷിക്കാൻ ആർക്കും വലിയ ധൈര്യം ഉണ്ടായില്ല. ഭക്ഷണം കഴിച്ചു പോകാൻ നേരം നീ നൈസായി കാര്യം ചോദിക്കും, നീയാവുമ്പോൾ ഇങ്ങനത്തെ സാഹചര്യമൊക്കെ നന്നായി കൈകാര്യം ചെയ്യുമെന്ന ഒറ്റ വാക്കിൽ ആ ഉത്തരവാദിത്തം മുഴുവൻ അതിഥിയുടെ തലക്കിട്ട് ആദ്യം ശക്തിയും കൈയൊഴിഞ്ഞു. ചേച്ചി, എല്ലാം ശരിയാവും, വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറച്ചു ദിവസത്തെ അടുപ്പം മാത്രമുള്ള ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാനുള്ള മടിയോടെ അതിഥി പറഞ്ഞു. എന്ത് ശരിയാവാൻ? ഒന്നും ശരിയാവില്ല. ഞാനൊരു കുട്ടിയെ ഉണ്ടാക്കി വീട്ടിലിരുന്നാൽ എല്ലാവർക്കും സന്തോഷമാകും. അതിനിപ്പോൾ എനിക്ക് മനസ്സില്ല. കല്യാണം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാവാത്തതിന്റെ പേരിൽ വീട്ടിൽ നിന്നുണ്ടാവാനിടയുള്ള ചോദ്യങ്ങൾ കേട്ട് സഹി കെട്ടതാണ് ഈ ദേഷ്യത്തിനുള്ള കാരണമെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അതിഥി, നിനക്കറിയോ, ചേട്ടനിപ്പോൾ ഒരു ജോലി പോലും ഇല്ല. ഉണ്ടായ ജോലിയിൽ ഒരു സമാധാനമില്ലാതെ വന്നപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് റിസൈൻ ചെയ്ത് ഗവൺമെന്റ് ജോലിക്ക് വല്ലതും ശ്രമിക്കാൻ. അതുവരെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ നടത്താമെന്ന്. എന്റെ കല്യാണം നടത്താൻ വേണ്ടി വീട് പുതുക്കി പണിതതിന്റെയും സ്വർണം എടുത്തതിന്റെയും ലോൺ അടയ്ക്കുന്നത് ഞാനാണ്. ഈ ചെറിയ ശമ്പളത്തിൽ ഞാൻ ഇതെല്ലാം കൂടിയാണ് മാനേജ് ചെയ്യുന്നതെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ഒരു കുട്ടി വേണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ എടുത്ത തീരുമാനമാണ്. പക്ഷേ ആർക്കാണ് പ്രശ്നമെന്ന ചോദ്യങ്ങളും കുത്തുവാക്കുകളും എല്ലാം എനിക്ക് മാത്രം. കുട്ടിയെ ഉണ്ടാക്കി കഴിഞ്ഞ് കൈ കൊടുത്താൽ ഈ പറയുന്ന വീട്ടുകാർ നോക്കില്ലല്ലോ. അതിനെ മര്യാദയ്ക്ക് വളർത്താൻ ഞങ്ങൾ തന്നെ സമ്പാദിക്കണ്ടേ? സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഈ ഗതികെട്ട അവസ്ഥയ്ക്ക് കാരണം സ്വന്തം വീട്ടുകാർ തന്നെയാണ്. ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ എന്നെ നിർബന്ധിച്ച് ലോൺ എടുപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു. എന്നിട്ട് എന്തോ ഭാരം ഇറക്കി വെച്ച പോലെ ഒരു സംസാരവും. അതിന്റെ ബാധ്യത ഒഴിയുന്നതിന് മുൻപേ, അവർക്ക് കണ്ണടയുന്നതിന് മുൻപേ പേരക്കുട്ടിയെ കാണണമത്രേ. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. എത്രയെന്ന് വെച്ചിട്ടാ ഈ സഹിക്കുന്നത്? അതെന്താണ് നമ്മളെ ഒരല്പം പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? ദേഷ്യമെല്ലാം പറഞ്ഞു തീർത്തപ്പോൾ ഇനി ഏത് നിമിഷവും പൊട്ടിക്കരയുമെന്ന് ഉറപ്പുള്ള ചേച്ചിയെ അവൾ ചേർത്ത് പിടിച്ചു. എന്താടോ, നിനക്ക് വയ്യേ? വലിയ സംസാരമൊന്നുമില്ലാതെ ബൈക്കിന് പിറകിൽ അവന്റെ തോളിൽ തലചായ്ച്ചു കിടന്ന അതിഥിയെ തിരിഞ്ഞു നോക്കി ശരൺ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ഗീത ചേച്ചിയെ കുറിച്ച് ആലോചിച്ചതാ. ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. പലപ്പോഴും നമുക്കൊക്കെ ജീവിതത്തിൽ വലിയ മുറിവുകൾ സമ്മാനിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഞാനും നിന്നെ വേദനിപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ കള്ളമാവും. പക്ഷേ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. വിശ്വാസത്തിൽ ഒരുപാട് തവണ പോർലേറ്റ അവളോട് വീണ്ടും അതിനെക്കുറിച്ച് വാദിച്ചിട്ട് കാര്യമില്ലെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അവൻ അതിന് മറുപടി പറഞ്ഞില്ല. എടോ, ഞാൻ നിനക്കിന്ന് ഡിന്നർ ഉണ്ടാക്കി തരട്ടെ? എന്റെ ഫ്ലാറ്റിൽ ആരുമില്ല. 10 മണിക്ക് മുൻപേ തിരിച്ചു കൊണ്ടുവിടാം. എന്ത് പറയുന്നു? പ്ലാനൊക്കെ കൊള്ളാം, പക്ഷേ ഫ്ലാറ്റിലെത്തി അവസാനം ഞാൻ കിച്ചണിൽ കയറുമെന്ന് പ്രതീക്ഷിക്കണ്ട. പിന്നെ സ്വിഗ്ഗിയിൽ നിന്നും ഓർഡർ ചെയ്യുമെന്ന പ്രതീക്ഷയും വേണ്ട. വാക്ക് പറഞ്ഞാൽ വാക്കാണ്, നീ തന്നെ ഉണ്ടാക്കണം. ഈ കാര്യത്തിലെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണോ? എല്ലാത്തിലും ചോദ്യങ്ങളും സംശയങ്ങളും ഉള്ളത് നല്ലതാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ചിന്തിച്ചാലെന്താ? അവന്റെ ശബ്ദത്തിൽ അല്പം വിഷമം തോന്നിയത് കൊണ്ടാകാം മനസ്സിൽ കയറി വന്ന ബാക്കി ചോദ്യങ്ങളെ അവൾ തൽക്കാലം പിടിച്ചിരുത്തി. അപ്പാർട്ട്മെന്റിന്റെ ഗേറ്റ് തുറന്നു കൊടുത്തപ്പോൾ സംശയത്തോടെ തന്നെ തുറച്ചു നോക്കിയ സെക്യൂരിറ്റിയെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. നാടും നഗരവും ഒക്കെ മാറിയാലും സദാചാരത്തിന് എല്ലായിടത്തും എന്നും ഒരേ ഭാവമാണ്. നിങ്ങളുടെ ഫ്ലാറ്റിൽ പെൺകുട്ടികൾ ആരും വരാറില്ലേ? 3ാം നിലയിലേക്കുള്ള ലിഫ്റ്റ് കാത്തു നിൽക്കുന്നതിനിടെ അവൾ ചോദിച്ചു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം സ്ഥിരമായി ഇവിടെ തന്നെയാണ് കൂടുന്നത്. എന്തേ, പേടിയുണ്ടോ? എനിക്കെന്തിനാ പേടി? ഞാൻ ആ സെക്യൂരിറ്റിയുടെ നോട്ടം കണ്ടിട്ട് ചോദിച്ചതാ. അതല്ല, ലിഫ്റ്റിൽ കയറാൻ പേടിയുണ്ടോന്ന്. എന്തിന്? നീ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ആരുമില്ലാത്ത ലിഫ്റ്റിൽ കയറുമ്പോൾ ഈ കാമുകന്മാർ നൈസായിട്ട് ഒരു കിസ്സൊക്കെ കൊടുക്കുന്നത്? എന്നാ റൊമാൻറ്റിക് പരിപാടിയല്ലേ? അയ്യടാ, എനിക്ക് അത്ര റൊമാൻറ്റിക്കായി തോന്നിയില്ല. ഇപ്പോൾ സിനിമയിൽ കണ്ടതുകൊണ്ടാവും. റിയൽ ലൈഫിൽ ചിലപ്പോൾ ഇഷ്ടാവാൻ ചാൻസ് ഉണ്ട്. അവനെ രൂക്ഷമായി തുറച്ചു നോക്കി ലിഫ്റ്റിന്റെ മൂലയിൽ പരിഭ്രമിച്ച് നിന്ന് അവളെ കണ്ടപ്പോൾ അവന് ചിരി വന്നു. ഇത് കണ്ടിട്ട് ഒരു ബാച്ചിലർ ഫ്ലാറ്റിന്റെ ലുക്കൊന്നും ഇല്ലല്ലോ. ഫ്ലാറ്റ് മുഴുവൻ ഒരു മിന്നൽ വിസിറ്റ് നടത്തിയ ശേഷം കിച്ചണിൽ കാര്യമായി പണിയെടുത്തുകൊണ്ടിരുന്ന അവൻ കേൾക്കാനായി അവൾ അല്പം ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. എനിക്കും സാക്ഷിയെ പോലെ ചെറിയ വൃത്തിയുടെ അസുഖം ഉണ്ടെന്ന് കൂട്ടിക്കും. ഇങ്ങനെ കെട്ടേണ്ടി വന്നാൽ തന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായെന്ന് അതിഥിക്ക് അതോടെ മനസ്സിലായി. എടോ, ചുമ്മാ നടക്കുവാണ്, എന്തെങ്കിലും ചെറുതായി സഹായിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയായോ? നീയല്ലേ പറഞ്ഞേ എല്ലാം ചെയ്തോളാമെന്ന്. അവൾ അവിടെ ഉണ്ടായ പാത്രങ്ങൾ നീക്കിവെച്ച് അവനടുത്തായി തിണ്ണയിൽ കയറിയിരുന്നു. എന്താണ് ഇന്നത്തെ ഡിന്നർ മെനു? ഇറ്റാലിയൻ പാസ്ത പിടിച്ചാലോ? അതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? നീ വെയിറ്റ് ചെയ്യ്, എന്നെക്കുറിച്ച് നീ ഇനി എന്തൊക്കെ അറിയാൻ കിടക്കുന്നു. ഒരേ സമയം ഓടി നടന്ന് ഒരുപാട് പണിയെടുത്തുകൊണ്ടിരുന്ന അവനെ കണ്ടപ്പോൾ എന്തായാലും വീട്ടിൽ അമ്മയില്ലാത്തപ്പോൾ മാത്രം അടുക്കളയിൽ കയറി ഞാൻ ചായയും ഓംലെറ്റും ഉണ്ടാക്കുമെന്ന് പറയുന്ന പുരോഗമനവാദിയല്ലെന്ന് അവൾക്ക് തോന്നി.
എപ്പോഴും നെറ്റിയിലേക്ക് വീണു കിടക്കുന്ന മിനുസമുള്ള നീണ്ട മുടി ഇടയ്ക്കിടെ ഷോൾഡർ കൊണ്ട് നേരെയാക്കി 100 തവണ രുചിച്ചു നോക്കി അവളെ ഇടം കണ്ണിട്ട് നോക്കിച്ചിരിക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് സ്നേഹത്തിനും അപ്പുറം എന്തോ ഒരു വാത്സല്യം തോന്നി. എടോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വീണ്ടും ഉപ്പ് നോക്കാനായി പാത്രം തുറക്കാൻ പോയ അവന്റെ കയ്യിൽ അവൾ പെട്ടെന്ന് കടന്നു പിടിച്ചു. അപ്രതീക്ഷിതമായുള്ള അവളുടെ ആ പിടുത്തത്തിൽ ഒന്ന് പകച്ച് അവൻ ഗ്യാസ് കുറച്ചു വെച്ച് ചോദ്യത്തിനു വേണ്ടി കാതോർത്തു. നിനക്ക് തോന്നുന്നുണ്ടോ എപ്പോഴും നിനക്കെന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന്? ഒറ്റ വാക്കിൽ ഇതിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതിനാലും ഇതിന് ഉത്തരം കിട്ടിയില്ലെങ്കിലും അവൾക്ക് വേണ്ടത് ആ ചോദ്യത്തിന് താൻ എത്രമേൽ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന ബോധ്യമാണ്. അവൻ നനഞ്ഞ കൈ പാൻറിൽ തുടച്ച് അവളെ പൊക്കിയെടുത്ത് അവൻ അഭിമുഖമായി ഇരുത്തി. മറ്റെന്തിനേക്കാളും തന്നെ വിശ്വസിക്കണമെന്നും സ്നേഹിക്കണമെന്നും അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴായി ജീവിതം ഏൽപ്പിച്ച മുറിവുകൾ കൊണ്ട് അതിനുള്ള ധൈര്യം അവൾക്കില്ലെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അതിഥി, ഞാനിപ്പോൾ ലോകത്തെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഒരു നിമിഷത്തിനാണ്. എൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ എനിക്ക് ചേർത്ത് പിടിക്കാവുന്ന അകലത്തിൽ നീ ഉണ്ടാവുന്ന ഈ നിമിഷത്തിന്. ഇത് തരുന്നൊരു കംഫർട്ട്, സന്തോഷമുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് വേണ്ടെന്ന് വെക്കുന്നത്? പിന്നെ നിന്നെ സ്നേഹിക്കാൻ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലെവിടെയാണ് എഫേർട്ട് ഉണ്ടാവുന്നത്? നിന്റെ ഏതവസ്ഥയിലും ദേ ഇതുപോലെ എനിക്ക് നിന്നെ ചേർത്ത് പിടിച്ചാൽ മതി. അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ ഒന്നുകൂടെ ചേർത്ത് നിർത്തി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നെറ്റിയിൽ ഉമ്മവച്ചു. ഇങ്ങനെ വല്ല മൂവീസിന് ഓർമ്മ വരുന്നുണ്ടോ? നിറഞ്ഞ കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച ആ ചോദ്യത്തിന് മറുപടിയായി അവൻ അവളെ പൊക്കി താഴെ ഇറക്കി പിറകിലൂടെ ചേർത്ത് നിർത്തി. കഴുത്തിലേക്ക് വീണു കിടന്ന മുടി ഇടത് കൈകൊണ്ട് മാറ്റിയിട്ട് അവന്റെ മുഖം കഴുത്തിലേക്ക് ചേർത്ത് നിർത്തി. 2 കൈകൊണ്ടും അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. പതിഞ്ഞ ശബ്ദത്തിൽ കാതിൽ പറഞ്ഞു, ദേ ഈ സീൻ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഈ ഭാര്യമാരൊക്കെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് സീനാണെന്ന് വിചാരിച്ച് കാണിക്കുന്ന ഒരു സ്ഥിരം ക്ലീശേ സാധനമില്ലേ? പിറകിലൂടെ വന്ന് സ്നേഹത്തോടെയുള്ള ഈ ചേർത്ത് പിടിക്കൽ. സത്യത്തിൽ അതിനേക്കാൾ റൊമാൻറ്റിക് ആവുന്നത് വന്നു വല്ല പണിയും എടുത്ത് സഹായിക്കുന്നത്. എൻ്റെ കുട്ടിക്ക് ഇതിലേത് റൊമാൻസാണ് വേണ്ടത്? ശ്വാസം അടക്കി പിടിച്ചിരുന്ന അവൾ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. അവനെ തള്ളി മാറ്റി. രണ്ടാമത്തേത് മതി, അതാവുമ്പോൾ നമുക്ക് 2 പേർക്കും സൗകര്യമാവും. എനിക്ക് ആദ്യത്തേതും ഓക്കെയാണ് കേട്ടോ. അവൻ വീണ്ടും ഉപ്പ് നോക്കാൻ സ്പൂൺ എടുത്തു. അറിവില്ലാട്ടോ, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം. അപ്പോഴേക്കും ഫുഡ് ആവില്ലേ? ഒരുപാട് ലേറ്റായാൽ പ്രശ്നമാണ്. ഒരു 10 മിനിറ്റ്, നീ ഫ്രഷായി വന്നോ. ഹോളിന് ലെഫ്റ്റ് ഉള്ളതാ എൻ്റെ മുറി, അത് യൂസ് ചെയ്തോട്ടോ. അവൻ അവൾ കേൾക്കാനായി അല്പം ഉച്ചത്തിൽ പറഞ്ഞു. ഇതാരുടെയാ ഈ ഗിറ്റാർ? അവൾ മുറിയിൽ നിന്നും വിളിച്ചു ചോദിച്ചു. എൻ്റെ മുറിയിലുള്ളതാകുമ്പോൾ സ്വാഭാവികമായും എൻ്റെ ആകാമല്ലോ. നീ ഗിറ്റാർ പ്ലേ ചെയ്യുവോ? ചെറുതായിട്ട്. പണ്ട് കുറച്ചു കാലം ഇതിന്റെ പിറകെ നടന്നിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നീ ചോദിച്ചിട്ടുണ്ടോ? ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. ഗിറ്റാറും പൊക്കിപ്പിടിച്ച് അല്പം പരിഭവത്തോടെ അവൾ മുറിക്ക് പുറത്തിറങ്ങി അവനെ നോക്കി. നിനക്ക് എന്തൊക്കെയാ അറിയണ്ടേ? എല്ലാം പറയാം. ആദ്യം വന്ന് ഫുഡ് കഴിക്ക്. എനിക്കിത് വായിപ്പിച്ച് കേൾപ്പിക്കുവോ? കേൾപ്പിക്കാലോ. എൻ്റെ ഫുഡ് എങ്ങനെയുണ്ട്? സംഭവം അടിപൊളി. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനൊരു പാസ്ത ഫാനല്ല. പക്ഷേ നീ ഇത്ര സ്നേഹമായിട്ട് ഉണ്ടാക്കി തരുമ്പോൾ വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അടുത്ത തവണ നീ പറഞ്ഞാൽ മതി. ഇനി ഒരടുത്ത തവണ കൂടെയുണ്ടോ? അവൾ അല്പം സംശയത്തോടെ അവനെ നോക്കി. അടുത്ത തവണ വേണ്ടേ? അവൾ അതിന് മറുപടി പറയാതെ വേഗത്തിൽ ഭക്ഷണം കഴിച്ചു. എടോ വാ, നമുക്ക് ടെറസിൽ പോകാം. റൂമിൽ അവന്റെ പുസ്തകങ്ങൾ മറിച്ച് നോക്കിക്കൊണ്ടിരുന്ന അവളുടെ കൈ പിടിച്ച് സമ്മതത്തിന് കാത്തു നിൽക്കാതെ അവൻ ടെറസിലേക്ക് നടന്നു. ഗിറ്റാറൊക്കെ ഉണ്ടല്ലോ, ടെറസിൽ കയറിയാലേ പാട്ട് വരുള്ളൂ എന്നുണ്ടോ? ഇവിടെ നല്ല രസമാണ്. പിന്നെ ഈ ടെറസിൽ ഇരുന്നാണ് ഒറ്റ രാത്രി കൊണ്ട് ഞാൻ നിന്നെ വായിച്ചു തീർത്തത്. അന്ന് വിചാരിച്ചതാ ഇതുപോലെ തണുപ്പുള്ള നിലാവുള്ള ഒരു രാത്രി നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പാടി തരണമെന്ന്. നിനക്കെന്റെ ഇഷ്ടപ്പെട്ട പാട്ടറിയോ? അതിന് മറുപടി എന്നോണം അവൻ പുഞ്ചിരിച്ച് നിലത്ത് ചാരിയിരുന്നു. തണുത്തു മരവിച്ച കൈകൾ കൂട്ടിത്തിരുമി ചൂട് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അവൾ കരിയെ വന്നിരുന്നു. ഞാൻ അത്ര വലിയ പാട്ടുകാരനൊന്നുമല്ല. ഇഷ്ടമുള്ള പാട്ട് പാടി നശിപ്പിച്ചെന്ന് പിന്നെ പറയരുത് കേട്ടോ. ഗിറ്റാർ ട്യൂൺ ചെയ്യുന്നതിനിടെ അവൻ പറഞ്ഞു. നീ എന്നോട് ചോദിച്ചില്ലേ എപ്പോഴും ഇതുപോലെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന്? ദേ അതിനുള്ള ഉത്തരം കൂടെ തരാം. അരികിൽ നിന്നകലാതിരിക്കാം, മിഴിരണ്ടും നനയുമ്പോൾ തുണയായിരിക്കാം, ഒരുമിച്ചൊരാനുരാഗപ്പുഴയായി ഒരുമിച്ചാമാനത്തെ മുകിലായി തീരാം, ഒരുമിച്ചാമാനത്തെ മുകിലായി തീരാം. എനിക്ക് വേണ്ടി ആരും ഇതുവരെ ഒരു പാട്ട് പാടി തന്നിട്ടില്ല. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവന്റെ കൈ ചേർത്ത് പിടിച്ചു. ഷോൾഡറിൽ തല ചായ്ച്ചിരുന്നു. ആ രാത്രി അവൻ അവൾക്ക് വേണ്ടി പാടിയ പാട്ടുകളൊക്കെയും പ്രണയത്തിൻ്റെതായിരുന്നു. ഇത്രയുമാണ് ഭാഗം 16. പിന്നീട് ഭാഗം 17 ഇങ്ങനെയാണ് തുടങ്ങുന്നത്. നീ ഇപ്പൊ സ്ഥിരമായിട്ട് വൈകിയാണ് ഹോസ്റ്റലിൽ എത്തുന്നത് എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ.
ആഴ്ചയിലെ പതിവ് കോളിനിടയിൽ ലയ അല്പം സീരിയസ് ആയി ചോദിച്ചു. ഈ സാക്ഷിയെ ഞാൻ കൊല്ലും. അവളാണോ ഈ ന്യൂസ് എല്ലാം എത്തിക്കുന്നത്? നീ ഇനി അവളുടെ തലയ്ക്ക് കയറണ്ട. എന്തായാലും കാര്യം സത്യമല്ലേ? ഞാൻ അവന്റെ കൂടെ പോവാറുണ്ട്. പക്ഷേ അവൾ ഈ പറയുന്ന പോലെ എന്നും ഒന്നുമില്ല, വല്ലപ്പോഴും. അതിഥി അവളുടെ ഭാഗം ന്യായീകരിക്കാൻ പറഞ്ഞു. എന്റെ അമ്മോ, നീ എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത്? നിനക്ക് അവന്റെ കൂടെ ഇരിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കാണ് അതിന് പ്രശ്നം? നിന്നെ പണ്ടത്തെ പോലെ സംസാരിക്കാൻ കിട്ടുന്നില്ലെന്ന ബുദ്ധിമുട്ട് എനിക്കും സാക്ഷിക്കും എല്ലാം ഉണ്ട്. പക്ഷേ നീ ഇപ്പോൾ എത്ര ഹാപ്പിയാണ്. കാണുമ്പോൾ ഞങ്ങളും ഹാപ്പിയാടോ. ലയയുടെ ശബ്ദത്തിൽ തന്നെ ആ സന്തോഷമുണ്ടെന്ന് അതിഥിക്ക് തോന്നി. അമ്മു, ഞാൻ എപ്പോഴും പറയാറില്ലേ, പണ്ടൊരിക്കൽ പ്രണയത്തിൽ നിന്റെ ചോയ്സ് തെറ്റിപ്പോയി എന്നതുകൊണ്ടുള്ളതെല്ലാം അങ്ങനെയാവുമെന്ന് കരുതുന്നതിൽ കാര്യമില്ലെന്ന്. നിന്നെ മനസ്സിലാക്കുന്ന, നിന്നെ നീയായി സ്നേഹിക്കുന്ന ഒരാൾ കടന്നു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ശരണ്യെ വിളിക്കണമെന്ന് ഞാൻ കരുതി ആദ്യം നിങ്ങളൊന്ന് സെറ്റ് ആവട്ടെ എന്ന്. ഞാൻ എന്തായാലും 3 മാസം കഴിഞ്ഞാൽ നാട്ടിൽ വരും. അപ്പോ അളിയനെ നേരിട്ട് കാണാലോ. ഓഹോ, അപ്പോഴേക്കും നീ അവനെ അളിയനാക്കിയോ? അല്ലാതെ പിന്നെ നിനക്ക് എന്താ കേട്ടാൻ പ്ലാൻ ഒന്നുമില്ലേ? അറിയില്ല, ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ സമയം ഓടിപ്പോവും. അച്ചോടാ, പിന്നെ നാണമൊക്കെ വന്നു തുടങ്ങി. ലയ അവളെ കളിയാക്കി ചിരിച്ചു. പണ്ടൊക്കെ ലയ വിളിക്കുമ്പോൾ ഒരുപാട് എന്തൊക്കെയോ സംസാരിക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 1 മണിക്കൂറിലേറെ സംസാരിച്ചത് അവനെക്കുറിച്ച് മാത്രമാണ്. തന്റെ ലോകം പെട്ടെന്ന് അവനിലേക്ക് മാത്രം ഒതുങ്ങിയ പോലെ അവൾക്ക് തോന്നി. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും പിടിച്ചു വെക്കാൻ ശ്രമിച്ചാലും മനസ്സ് ഒരു ബലൂൺ കാണുമ്പോൾ അമ്മയുടെ കൈവിട്ട് ഓടിപ്പോകുന്ന കുട്ടികളെ പോലെ അവനിലേക്ക് തന്നെ ഓടിപ്പോവുകയാണ്. വെറുതെ മിണ്ടിക്കൊണ്ടിരിക്കുക, ചേർത്ത് നിർത്തുക, സ്നേഹിക്കുക എന്നതിനപ്പുറം വലിയ നിർവചനങ്ങളുടെ ഒന്നും ആവശ്യം പ്രണയത്തിനില്ലെന്ന് തോന്നുന്നു. ഇന്ന് പുറത്തു പോകാമെന്ന് അവൻ 1000 വട്ടം വിളിച്ചെങ്കിലും അശ്വിനിയുടെ ഹോസ്റ്റലിലെ അവസാന ദിവസമായതിനാൽ വേണ്ടെന്ന് വെച്ചു. രാവിലെ സാക്ഷിയും അതിഥിയും ദേവികയുടെ കൂടെ അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു റെഡിയാക്കി വെച്ചു. കഴിഞ്ഞ് 2 പേരും കൂടെ ഒരുമിച്ച് പുതിയ ഫ്ളാറ്റിലേക്ക് മാറണമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. കല്യാണം കൂടാൻ അവളുടെ നാട്ടിൽ നിന്നും ഫാമിലി വരുമ്പോൾ നിൽക്കാൻ ഇനി വേറെ സ്ഥലം നോക്കണ്ടെന്ന ധാരണയിൽ ഈ ആഴ്ച തന്നെ അവൾ ഫ്ളാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ പോരെ എന്ന ഐഡിയ കൊടുത്തത് സാക്ഷിയാണ്. പാക്കിങ്ങിനും പരിപാടികൾക്കും എല്ലാം മുന്നിൽ നിന്നെങ്കിലും അശ്വിനി പോകുന്നതിൽ സാക്ഷിക്ക് നല്ല വിഷമമുണ്ടെന്ന് അവളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാമായിരുന്നു. അവൾ ഇന്നുകൂടിയല്ലേ ഇവിടെയുള്ളൂ, നമുക്ക് രാത്രി കുപ്പി വാങ്ങിച്ചാലോ? മുറിയിൽ മുഖം വീർപ്പിച്ച് ഫോണിൽ കുത്തിയിരുന്ന സാക്ഷിയെ ഉഷാറാക്കാനായി അതിഥി ഒരു ഐഡിയ ഇട്ടു. ഹാ ചേച്ചി, ബാക്കി എല്ലാ റൂമിലുള്ളവരും എന്നും രാത്രി വാങ്ങാറുണ്ട്. നമ്മൾ മാത്രമേ ഈ ഹോസ്റ്റലിൽ കുപ്പി കയറ്റാത്തതായുള്ളൂ. നമുക്ക് എന്തായാലും വാങ്ങാം. ഞാൻ റെഡി. ദേവിക അതിഥിക്ക് പിന്തുണയുമായി എത്തി. നമുക്കെന്നാൽ അശ്വിനിക്കൊരു സർപ്രൈസ് ഫെയർവെൽ പാർട്ടി കൊടുക്കാമല്ലേ? സാക്ഷിയും പെട്ടെന്ന് ഉഷാറായി. ഫ്ളാറ്റിൽ സാധനങ്ങൾ ഇറക്കി രാത്രി അശ്വിനി വരുമ്പോഴേക്കും റൂമിൽ ഡെക്കറേഷൻസിനും ഭക്ഷണം വാങ്ങിക്കാനും ദേവികയെ പറഞ്ഞുവിട്ട് കുപ്പി വാങ്ങാൻ അതിഥിയും സാക്ഷിയും കൂടെ പുറത്തിറങ്ങി. ബാംഗ്ലൂരിനെ യുവാക്കൾക്ക് ഇത്രയേറെ ഇഷ്ടമുള്ളതാക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം പെട്ടിക്കടകൾ പോലെ നിരന്നു കിടക്കുന്ന മദ്യഷോപ്പുകളാണെന്ന് വന്നു കയറി ഒരാഴ്ച കൊണ്ട് അതിഥിക്ക് മനസ്സിലായതാണ്. ഇതിലെന്താ വാങ്ങുന്നതെന്ന വല്ല ധാരണയുണ്ടോ? ഓട്ടോ പിടിച്ച് വൈൻ ഷോപ്പിലെത്തി ലിക്കർ ബോട്ടിൽ തിരിച്ചും മറിച്ചും ഭംഗി ആസ്വദിച്ചു കൊണ്ടിരുന്ന സാക്ഷിയെ തട്ടി അവൾ സ്വകാര്യം എന്നോണം ചോദിച്ചു. അതിനിപ്പോ വലിയ ധാരണയൊന്നും വേണ്ട, നമുക്കൊരു 8 ബിയർ എടുക്കാം. ബിയറോ? എനിക്ക് വേണ്ട, വയർ വീർക്കും. എനിക്ക് ഹോട്ട് മതി. എടി ശവമേ, കാണുന്ന പാവമേ ഉള്ളൂ അല്ലേ? നീ സത്യം പറ, പണ്ട് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് നിന്നെ പുറത്താക്കിയത് ഉപ്പ് കയറ്റിയിട്ടല്ലേ? സാക്ഷി പോലീസ് വിസ്താരത്തിനൊരുങ്ങി. എന്റെ സാക്ഷി, ഞാൻ വല്ലപ്പോഴുമേ കഴിക്കാറുള്ളൂ. നീ ഒരു 4 ബിയറും ഒരു മാജിക് മൊമെന്റ്സും വാങ്ങിക്ക്. ഇവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. എനിക്ക് എന്റെ നാടിനെ കുറിച്ച് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. പക്ഷേ ദേ, ബിവറേജിന് മുൻപിൽ ഇങ്ങനെ വരി നിൽക്കുന്നത് വളരെ നോർമലായി കാണുന്ന ഒരു നാട്, അത്രേ ഉള്ളൂ. ബിൽ കൗണ്ടറിന് മുൻപിലുള്ള പെൺകുട്ടികളുടെ നീണ്ട വരി കണ്ടപ്പോൾ സാക്ഷി ഒരു ആത്മകഥം എന്നോണം പറഞ്ഞു. ആഹാ, പെൺകുട്ടികളെ വെള്ളം അടുപ്പിച്ച് പുരോഗമനം കൊണ്ടുവരണം എന്നാണോ മേഡം പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല, പെൺകുട്ടികൾ വെള്ളം അടിക്കുന്നതും നോർമലാണ് എന്നുള്ള ഒരു സെറ്റപ്പ്, അത്രേ ഉള്ളൂ. വാർഡന്റെ കണ്ണുവെട്ടിച്ച് ഹോസ്റ്റലിൽ കുപ്പി കയറ്റാൻ കുറച്ച് സമയമെടുത്തെങ്കിലും അവരെത്തിയപ്പോഴേക്കും ദേവിക റൂമെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരുന്നു. ഈ ചേച്ചി എന്താ വരാൻ ഇത്ര വൈകുന്നത്? ബിയർ തണുപ്പ് പോയാൽ പിന്നെ വലിയ കയ്പാണ് കേട്ടോ. കയ്പുള്ള ബിയർ കുടിക്കുന്ന ടെൻഷനിൽ റൂമിനുള്ളിൽ വെപ്രാളത്തോടെ നടന്നുകൊണ്ട് ദേവിക പറഞ്ഞു. അല്ല, ഈ ബിയർ കുടിക്കാൻ നീ പെർമിഷൻ എടുത്തായിരുന്നോ? ആ, ഞാനൊന്നും പറയാൻ പോയില്ല. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് വേഗം കിടക്കുവാണെന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഐറ്റം നല്ല വീട്ടിലെ പെൺകുട്ടികൾ ഇങ്ങനെ വെള്ളം അടിക്കില്ല എന്നൊക്കെയാവും. പക്ഷേ നല്ല വീട്ടിലെ ആൺകുട്ടികൾക്ക് എന്തുമാവാം. പിന്നെ എപ്പോഴെങ്കിലും അറിഞ്ഞാൽ ഇനി ഇതൊരു പ്രശ്നമാവൂട്ടോ. നീ ഇനി ഇതും പോയി പറയാൻ നിൽക്കണ്ട, അതിഥി ഒരു താക്കീത് എന്നോണം പറഞ്ഞു. ചേച്ചി, ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് പലരോടും കള്ളം പറയേണ്ടി വരുന്നത് സത്യം പറഞ്ഞാൽ സ്വീകരിക്കില്ല എന്ന് ഉറപ്പുള്ളവരുടെ അടുത്താണ്. എന്തുകൊണ്ട് പലതും പറഞ്ഞില്ല എന്നതിന്റെ ഉത്തരം പറയാനുള്ള സ്പേസ് നീ എനിക്ക് തന്നിരുന്നില്ല എന്നതാണെന്ന് പോലും മനസ്സിലാക്കാൻ അവർ ശ്രമിക്കില്ല. വെള്ളം അടിക്കുന്നതിന് മുമ്പേ കുട്ടി ഫിറ്റായെന്ന് തോന്നുന്നു. നല്ല ചിന്തകളൊക്കെ വരുന്നുണ്ട്. 2 പേരും അവളെ കളിയാക്കി ചിരിച്ചു. സർപ്രൈസ്! അശ്വിനി റൂമിൽ കയറിയ പാടെ 3 പേരും ഒരുമിച്ച് അവളെ കെട്ടിപ്പിടിച്ചു. ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും. അശ്വിനി സാക്ഷിയുടെ ബെഡിൽ ചാരിയിരുന്ന് തണുപ്പ് പോയി തുടങ്ങിയ ബിയർ ഒരു കവിൾ കുടിച്ചു. അതിനൊരവസരം ഞങ്ങൾ ഉണ്ടാക്കില്ല.
എല്ലാ ആഴ്ചയും ഫ്ലാറ്റിൽ വന്ന് ഹാജരിട്ടേക്കാം. പിന്നെ നീ വേറെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, എത്ര വർഷത്തെ നിന്റെ കാത്തിരിപ്പാണ്. ഈ ദിവസവും മുന്നോട്ടുള്ള ജീവിതവും. അതിന്റെ ഇടയ്ക്ക് നിനക്ക് ഞങ്ങളെ ഓർക്കാൻ സമയം കിട്ടിയാൽ ഭാഗ്യം. അതിഥി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇത്രയും വർഷം അധ്വാനിച്ച പൈസ മുഴുവൻ ചെലവായി. വീട്ടുകാരുടെ സഹായമില്ലാതെ കല്യാണം നടത്താമെന്ന് ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമാണ്. വളരെ ചെറിയ രീതിയിൽ നടത്തിയാൽ മതി എന്നാണ് ആദ്യം കരുതിയത്. പിന്നെ പൈസ തന്നില്ലെങ്കിലും വീട്ടുകാർക്ക് ആവശ്യത്തിലധികം അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ കയ്യിലുണ്ടായ പൈസ മുഴുവൻ നുള്ളിപ്പെറുക്കിയാണ് മണ്ഡപത്തിലേക്ക് കയറുന്നത്. എന്താ മുന്നോട്ടെന്ന് ആലോചിക്കുമ്പോൾ ടെൻഷനാണ്. അശ്വിനിയുടെ വാക്കുകളിൽ ചെറിയൊരു ഇടർച്ചയുണ്ടായിരുന്നു. എല്ലാം ശരിയാവും ചേച്ചി. എന്തായാലും സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെയല്ലേ മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നത്. പിന്നെ എന്താ, ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് നോക്കാം. ബിയറും ഹോട്ടും എല്ലാം ഒരുമിച്ചടിച്ച ദേവിക ചെറുതായി ഓഫായി തുടങ്ങിയെങ്കിലും അവൾ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ബിയർ അകത്ത് ചെന്നപ്പോഴേ സാക്ഷി പതിവ് ഇമോഷണൽ ഡ്രാമ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അശ്വിനെ കെട്ടിപ്പിടിച്ച് കരച്ചിലും 2 വർഷം മുൻപ് ഈ ഹോസ്റ്റലിൽ വന്നത് മുതലുള്ള പരിഭവങ്ങളും സന്തോഷങ്ങളും എണ്ണി പറഞ്ഞു. ഒടുവിൽ കല്യാണത്തിന് വരില്ലെന്ന തീരുമാനത്തിൽ വരെ എത്തിയപ്പോൾ അതിഥി സാക്ഷിയുടെ കയ്യിൽ നിന്നും കുപ്പി വാങ്ങി മാറ്റിവെച്ചു. നിങ്ങൾ കല്യാണത്തിന് രാവിലെ വരില്ലേ? എന്തായാലും 3 പേർക്കും കൂടെ വരാൻ ആൾക്കാരുള്ളത് കൊണ്ട് കാമുകന്മാരെയും കൂട്ടിയിട്ട് വാ, എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാലോ. എനിക്ക് കാമുകനൊന്നുമില്ല, സാക്ഷി പകുതി ബോധത്തിലാണെങ്കിലും ചാടി മറുപടി പറഞ്ഞു. ഇനി അവനെ കെട്ടിയാൽ പോലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കാര്യമാക്കണ്ട, അവൾ സിദ്ധിനെയും കൂട്ടി വന്നോളൂ. അതിഥി സാക്ഷിയെ ഒന്ന് ഇരുത്തി നോക്കി. അപ്പോ നിന്റെ കാര്യം എങ്ങനെയാ? ഈ ഓർക്കിഡ് പൂവിന്റെ പിന്നിലെ കാമുകനെ കാണാൻ ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാവോ? ഞാൻ ചോദിക്കാം. അവൻ വരാതെ ഇരിക്കില്ല എന്നാണ് വിശ്വാസം. അതിഥി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പക്ഷെ ദേവു, നീ അവനെ കൂട്ടി വന്നാൽ ഞാൻ അവനെ ഒന്ന് പൊട്ടിക്കും, ഉറപ്പാ. നീ ഒന്ന് മിണ്ടാതിരിക്കേ, പഠിക്കുന്ന പിള്ളേരല്ലേ. പ്രായത്തിന്റെ ഓരോ മണ്ടത്തരങ്ങളാണ്, പിന്നെ ശരിയായിക്കോളും. ദേവു, നീ അവനെ കൊണ്ടുവരണം കേട്ടോ, അശ്വിനി വലിയ ചർച്ചയ്ക്ക് ഇടം നൽകാതെ പറഞ്ഞു. പൊതുവെ 3 ടൈപ്പ് വെള്ളം അടിക്കാറാണുള്ളത്. കുടിച്ചാൽ വയറ്റിൽ കിടക്കുന്നവർ. അവർ വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് അവർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാവില്ല. മറ്റൊന്ന് കറിച്ചിൽ ടീ. കുടിച്ചാൽ മാത്രം ഇവർക്ക് എവിടെ നിന്നാണ് ഇതിന് മാത്രം കണ്ണീരെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ തെറിവിളി ടീ. പൊതുവെ മാന്യന്മാരായ ഇവരുടെ തനി സ്വരൂപം പുറത്തു വരുന്നത് 2 തുള്ളി അകത്തു പോകുമ്പോഴാണ്. ഇതിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് രാത്രിയിലെ ഫുഡടിയും വെള്ളമടിയും കരച്ചിലും എല്ലാം കഴിഞ്ഞ് എല്ലാവരെയും ഉറക്കി കിടത്തിയ ശേഷമാണ് അതിഥി ഉറങ്ങാൻ കിടന്നത്. നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? പിറ്റേന്ന് അങ്കിളില്ലാത്ത സമയം ആന്റിയെ കാണാൻ പോയ അതിഥിക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നതിനിടെ ആന്റി ചോദിച്ചു. ഞാൻ ഇങ്ങോട്ട് വരാത്തതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് 2 പേർക്കും നന്നായി അറിയാലോ. പിന്നെന്തിനാ ആന്റി ഈ ചോദിക്കുന്നേ? അതിഥി നേരെ അടുക്കളയിൽ കയറി ഫുഡ് എടുത്ത് ടേബിളിൽ വന്നിരുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പോൾ സാക്ഷിയുടെ കൂടെ പാർക്കിലും കാണാറില്ലെന്ന് ശാലു പറഞ്ഞല്ലോ. വർക്ക് ഒരുപാടുണ്ടോ ഇപ്പോൾ? വർക്കൊന്നുമില്ല, എന്നാലും ഞാനൊരു പുതിയ പ്രോജക്റ്റിലാണ്. സക്സസ് ആയാൽ ഞാൻ വന്ന് പറയാം. മുളകിട്ട മീൻകറിയുടെ എരിവ് വലിച്ച് അതിഥി ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് നാട്ടിൽ എന്തെങ്കിലും ജോലി കിട്ടുമോ അമ്മു? ആന്റി നാട്ടിൽ പോവാണോ? ശാലുവിന്റെ +2 കഴിഞ്ഞാൽ ഇതെല്ലാം വിട്ട് പോയാലോ എന്നാണ് ആലോചന. അവിടെ വല്ല ജോലിയും ഉണ്ടെങ്കിൽ ജീവിക്കാലോ. അതിന് അങ്കിൾ സമ്മതിക്കുവോ? ഞാൻ ഡിവോഴ്സിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങുന്നുണ്ട്. ഈ തല്ലും വഴക്കും സംശയരോഗവും ഒക്കെയായി എനിക്ക് മടുത്തു. അവൾക്ക് ആന്റി ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളം എടുത്തു കൊടുത്തു. വേറെ ഒരു സാധനം വേണം, പിന്നെ ഒരു സഹായവും. കിഡ്നി ഒന്നും ചോദിക്കരുത്. ചിരിച്ചുകൊണ്ട് കാറ്റ് കടക്കാനായി ബാൽക്കണിയുടെ ഗ്ലാസ് തുറന്നിട്ടു. ഒന്നും വേണ്ട, അങ്കിളിന്റെ അടി കിട്ടി അത് വർക്കിംഗ് ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു സാരി വേണം, പിന്നെ വരുന്ന ഞായറാഴ്ച രാവിലെ അത് ഉടുത്തു തരണം. അശ്വിനിയുടെ കല്യാണമാണ്. ആഹാ, അത്രേ ഉള്ളോ? നീ ഞായറാഴ്ച രാവിലെ എങ്കിൽ പോരെ. കഴിഞ്ഞ തവണ ചേട്ടന്റെ മോളുടെ കല്യാണത്തിന് വാങ്ങിയ സാരി ഉണ്ട്. എന്റെ ബ്ലൗസ് നിനക്ക് പാകമായിരിക്കും. ആന്റി അലമാരയിൽ നിന്നും ഒരു വയലറ്റ് കസവ് സാരി എടുത്തിട്ടു. ഇതെന്തിന്റെ മെഡിസിനാണ്? സാരി വലിച്ചപ്പോൾ പുറത്തേക്ക് വീണ ബോട്ടിൽ കയ്യിലെടുത്ത് അതിഥി സംശയത്തോടെ ആന്റിക്ക് നേരെ തിരിഞ്ഞു. കുറച്ചു കാലമായി ഒട്ടും ഉറക്കം കിട്ടുന്നില്ല. രാത്രി ഓരോന്നാലോചിച്ച് തലവേദനയും. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിനാണ്. ഞാൻ 2 ദിവസമേ കഴിച്ചുള്ളൂ. അങ്കിൾ കണ്ടാൽ ഇനി ഇതും പറഞ്ഞ് വഴക്ക് വേണ്ടാന്ന് കരുതിയാ ഷെൽഫിൽ വെച്ചത്. ആന്റി അവളുടെ കയ്യിൽ നിന്നും ബോട്ടിൽ വാങ്ങി വീണ്ടും സാരികൾക്കിടയിൽ തിരികെ വെച്ചു. അതിഥി ആന്റി എടുത്തു കൊടുത്ത സാരിയുടെ ഭംഗി നോക്കുന്നതിനിടെ പുറത്ത് കോളിംഗ് ബെൽ കേട്ട് ആന്റി വാതിൽ തുറന്നു. മോൾ ഇവിടെ ഉണ്ടായോ? എപ്പോ വന്നു? പൊതുവെ ഇയാളെ സമയത്ത് വരാത്തതാണല്ലോ. എന്തിനാണ് കെട്ടിയെടുത്തത്? ആന്റി എനിക്കിത് മതി, ഞാൻ ഞായറാഴ്ച വരാം. അങ്കിളിന് മറുപടി കൊടുക്കാതെ അങ്ങനെ ഒരാളെ കണ്ടില്ലെന്ന് നടിച്ച് നീ എവിടെയാ? ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. ശരൺ ഫോൺ എടുത്ത് ഹലോ പറയാൻ തുടങ്ങുന്നതിന് മുൻപേ അവൾ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു. ആന്റിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ വിളിക്കാം, അപ്പോൾ ഇറങ്ങിയാൽ മതിയെന്ന്. ഞാൻ റെഡി ആയിട്ടില്ല, നീ എന്താ ഇത്ര നേരത്തെ വന്നത്? അവനോട് ദേഷ്യപ്പെട്ടിട്ടും തർക്കിച്ചിട്ടും കാര്യമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് അവരുടെ സ്ഥിരം മീറ്റിംഗ് പ്ലേസ് ആയ സ്റ്റോറീസിലേക്ക് എത്താമെന്ന് പറഞ്ഞ് അവിടേക്ക് അവൾ ഒരു ഓട്ടോ പിടിച്ചു. ആദ്യമായി അവന്റെ ഒപ്പം ഒരു രാത്രിയിലാണ് ഇവിടേക്ക് വന്നത്. പൊതുവെ ഇഷ്ടമില്ലെങ്കിൽ ബാംഗ്ലൂരിലെ മറ്റ് ബ്ലൂബറികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് സ്റ്റോറീസിന്. രാവിലെ പൊതുവെ ആൾക്കാർ കുറവായതിനാലും
നല്ല ഭക്ഷണം കൊണ്ടും ഇത് പിന്നെ ഒരു സ്ഥിരം പ്ലേസായി. നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഒരു സിഗരറ്റെങ്കിലും വലിക്കുന്ന ശീലമുള്ളതിനാൽ അവർ സ്ഥിരമായി ഇരിക്കുന്ന സ്മോക്കിംഗ് അനുവദനീയമായ മുകളിലത്തെ ഫ്ലോറിലെ മൂലക്കിട്ട മരം കൊണ്ടുണ്ടാക്കിയ ചെയറിൽ അതിഥി അവനെ കാത്തിരുന്നു. എന്റെ കുട്ടി കാത്തിരുന്നു മടുത്തോ? അവൻ ധൃതിപ്പെട്ട് വന്ന് ഹെൽമെറ്റ് ടേബിളിൽ വെച്ച് അവളുടെ തലയിൽ തലോടി, നെറ്റിയിൽ ഉമ്മവെച്ചു. കസേര നീക്കി അവൾക്കടുത്ത് വന്നിരുന്നു. വല്ലപ്പോഴും ഇങ്ങനെ പുറത്തു പോകുമ്പോഴാണ് അവനെ ടീഷർട്ട് ഇട്ട് കാണാറുള്ളത്. ഫുൾ സ്ലീവ് ഉള്ള റൗണ്ട് നെക്ക് ടീഷർട്ട് അവന് നന്നായി ചേരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. എന്ന് നീ ജ്യൂസ് അല്ലേ കുടിക്കുന്നത്? ഒരു ചേഞ്ചിന് ബിയർ പറയട്ടെ? അവിടുത്തെ മെനു മനപ്പാടമാണെങ്കിലും അവൻ വീണ്ടും അത് മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് വേണ്ട. നിങ്ങൾ ഗേൾസിന്റെ കൂടെ മാത്രമേ അടിക്കത്തോളോ? ഇടയ്ക്കൊക്കെ എനിക്കൊരു കമ്പനി നാടോ? എനിക്ക് ഈ നട്ടുച്ചയ്ക്ക് ബിയർ അടിക്കാൻ ഒരു മൂടില്ല. പിന്നെ ഞാൻ ബിയർ അടിക്കില്ല, ഓൺലി ഹോട്ട്. എന്നാൽ മൂടുള്ളപ്പോൾ പറ, നമുക്കൊരു പിടിപിടിക്കാം. അവൻ ബിയറിനും അവൾക്കൊരു ജ്യൂസിനും ഓർഡർ കൊടുത്തു. ഇന്നലെ വെള്ളം അടിച്ചിട്ട് എന്നെ വിളിക്കാഞ്ഞത് മോശമായി. ഞാൻ എത്ര നേരം നിന്റെ കോൾ വെയിറ്റ് ചെയ്തെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞതല്ലേ വിളിക്കില്ല കിടന്നോ എന്ന്. എന്നാലും അതൊക്കെ ഒരു രസമല്ലേ? എനിക്ക് പണ്ടൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ വെള്ളം അടിച്ചാൽ പിന്നെ ഭയങ്കര റൊമാൻറ്റിക്കാണ്. പിന്നെ അവളോട് സംസാരിച്ചിരിക്കാൻ നല്ല രസമാണ്. അവൻ എന്തോ ഓർത്തിട്ടെന്ന പോലെ ചിരിച്ചു. ബെസ്റ്റ്. നിനക്ക് നാണമില്ലേ പണ്ടത്തെ റൊമാൻറ്റിക് കഥയൊക്കെ എൻ്റെ അടുത്ത് വന്ന് വിളമ്പാൻ? അവൾ പരിഭവത്തോടെ എണീറ്റു. എന്താ, പൊസസീവ്നെസ് ആണോ? അവൻ ഒരു സിഗരറ്റ് കത്തിച്ച് പഫ് എടുത്ത് കമ്പിയിൽ ചാരി നിന്ന അവൾക്കരികെ വന്നു നിന്നു. എനിക്കൊരു പൊസസീവ്നെസ്സും ഇല്ല. എൻ്റെ കംപ്ലീറ്റ് ലവ് സ്റ്റോറി പറ, ഞാൻ കേൾക്കാം. അങ്ങനെ പറയാനൊന്നുമില്ല, പക്ഷേ ഇനി ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. അവൻ അവളുടെ വിരലുകളിലൂടെ കൈയിട്ടു. എടോ, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടോ? അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്തു. ട്രൂ കോളറിൽ അങ്കിളിന്റെ നമ്പർ ആണെന്ന് കണ്ടപ്പോഴേ അത് കട്ട് ചെയ്തു. നിനക്ക് ഫോൺ എടുത്തിട്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ അതങ്ങനെ കട്ട് ചെയ്യുന്നേ? നിനക്ക് ഫോൺ എടുത്തിട്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ അതങ്ങനെ കട്ട് ചെയ്യുന്നേ? ഇനി എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതാണെങ്കിലോ? ഇടയ്ക്കിടെ ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരുന്ന അതിഥിയെ നോക്കി അവൻ ചോദിച്ചു. അയാളുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ ബാക്കി നമ്പർ എല്ലാം ബ്ലോക്ക് ചെയ്തതാ. ഇത് പുതിയ നമ്പർ ആണെന്ന് തോന്നുന്നു. അവൾ അസ്വസ്ഥതയോടെ ആ നമ്പറും ബ്ലോക്ക് ചെയ്തു. എടോ, താൻ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ആന്റിയുടെ ഹസ്ബൻഡിനെ കുറിച്ചല്ലേ? ആന്റിയോട് നന്നായി പെരുമാറുന്നില്ല എന്നത് മാറ്റി നിർത്തിയാൽ നിനക്ക് അയാളുമായി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, എനിക്ക് അയാളെ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അതിഥി, നിന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വള്ളിപുള്ളി തെറ്റാതെ നീ എന്നോട് പറയണമെന്ന് എനിക്കൊരു വാശിയുമില്ല. പക്ഷേ നീ എന്നോട് അത് പറയുന്നത് എനിക്കിഷ്ടമാണ്. നിന്റെ എന്ത് കുഞ്ഞു കാര്യങ്ങളിലും കേൾക്കാൻ എനിക്കിഷ്ടമാണ്. അവൻ കാലിയായ ബിയർ ഗ്ലാസ് നീക്കി വെച്ച് അവൾക്കടുത്തേക്ക് ചേർന്നിരുന്നു. അയാൾ ഒരു ദിവസം രാത്രി വിളിച്ച് എന്നോട് മോശമായി സംസാരിച്ചു. എന്നിട്ട് നീ തിരിച്ചൊന്നും പറഞ്ഞില്ലേ? നേരിട്ട് കണ്ടപ്പോൾ ഒന്ന് പൊട്ടിക്കായിരുന്നില്ലേ? ഞാൻ നല്ലോണം പറഞ്ഞു. അതിൽ പിന്നെ വിളിച്ചിട്ടില്ല. പക്ഷേ അവിടെ പോകുമ്പോഴൊക്കെ ഒന്നും സംഭവിക്കാത്ത പോലെ ചിരിച്ച് കൊഞ്ചി സംസാരിക്കാൻ വരും. ആന്റിയെയും ശാലുവിനെയും ഓർത്തിട്ട് മാത്രമാണ് ഞാനൊന്നും പറയാതെ ഇരിക്കുന്നത്. നമുക്ക് അയാൾക്കിട്ട് രണ്ട് കൊടുത്താലോ? എന്ത് ധൈര്യത്തിലാ സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കൊച്ചിനോട് അങ്ങനെ സംസാരിക്കാൻ അയാൾക്ക് ധൈര്യം കിട്ടിയത്? ശരണ്യന് ഒരുപോലെ ദേഷ്യവും സങ്കടവും വന്നു. എനിക്ക് അതിൽ വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. സ്വന്തം വീട്ടുകാർ പോലും ഇതൊക്കെ സാധാരണമാണ്, പെൺകുട്ടികൾ മാന്യമായി നടന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്റെ അതിഥി, നീ എന്താ പറയുന്നതെന്ന വല്ല ബോധം നിനക്കുണ്ടോ? ഏത് വീട്ടിലാണ് സ്വന്തം മക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ കൂടെ നിൽക്കാതിരിക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം അയൽവാസികളൊക്കെ നമുക്ക് കുടുംബം പോലെയാണ്. ഒരു ദിവസം അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെയും ഭാര്യയുടെയും കൂടെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയി. അത്രയും ആളുകളുള്ള ആ ഷോപ്പിൽ ഡ്രസ്സ് തിരയുന്നതിനിടെ അയാൾ എൻ്റെ പിറകിൽ വന്നു നിന്ന് ഒരുപാട് നേരം മോശമായി പെരുമാറി. എനിക്ക് അനങ്ങാൻ പറ്റിയില്ല. ശരീരം മുഴുവൻ മരവിച്ച പോലെ. വായിൽ നിന്നൊരക്ഷരം പുറത്തു വന്നില്ല. ഒരാൾ എന്നോട് മോശമായി പെരുമാറുന്നു എന്നതിനേക്കാൾ അത് ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്വന്തം എന്ന് കരുതിയ ഒരാളാണല്ലോ എന്ന ചിന്തയിൽ എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സുകൊണ്ട് ഞാൻ മരിച്ചു പോയിരുന്നു. അവിടെ എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. നീ ഇക്കാര്യം വീട്ടിൽ പറഞ്ഞില്ലേ? പറഞ്ഞു. അന്ന് തന്നെ പറയാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായില്ല. പിന്നീട് ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ അധികാരത്തോടെ വീട്ടിലെ മുറികളിലും ഒക്കെ വന്നു കയറിയപ്പോൾ അന്ന് രാത്രി അമ്മയോട് പറഞ്ഞു, ഇനി അയാളെ വീട്ടിൽ കയറ്റരുതെന്ന്. എന്നിട്ടെന്താ? അതൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും കാലമായില്ലേ? സാധാരണ സംഭവമാണ്. നമ്മൾ സ്ത്രീകൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. എന്താവശ്യത്തിനും വിളിച്ചാൽ വരാൻ അവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിണങ്ങി നടക്കാൻ പറ്റില്ലത്രേ. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടായ അന്ന് വീട്ടിലെത്തി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഹാളിലുണ്ടായ കട്ടിലിൽ കിടന്നു. അപ്പോൾ അയാൾ വീട്ടിൽ വന്നിരുന്നു. അന്ന് അത്രയുണ്ടായിട്ടും ഞാൻ അയാൾ വന്നപ്പോൾ എന്തിനവിടെ കിടന്നു എന്നതായിരുന്നു അമ്മയുടെ വിഷയം. അയാൾ എന്നോട് ചെയ്തതൊന്നും അല്ലാതായി. ഇത്രയും വർഷം അവിടെ ജീവിച്ചിട്ടും അമ്മയോട് അയാൾ ഒന്നും മോശമായി പെരുമാറിയിട്ടില്ല.
എന്നോട് അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്റെ നടപ്പിന്റെ പ്രശ്നമാവുമെന്ന് കൂടെ പറഞ്ഞു. പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നുമില്ലാതെയാണ് അവൾ അത്രയും പറഞ്ഞു തീർത്തതെങ്കിലും അവൻ അവളെ മുറുക്കെ ചേർത്ത് പിടിച്ചതിനാൽ ഹൃദയം 10 മടങ്ങ് വേഗത്തിലിടിക്കുന്നത് അവന് കേൾക്കാമായിരുന്നു. നമ്മൾ ഈ വിശ്വാസവഞ്ചനകളൊക്കെ ആദ്യം നേരിടുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അച്ഛനും അമ്മയും നമ്മുടെ സംരക്ഷകരാണെന്നുള്ള വലിയ നുണയൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ പൊളിഞ്ഞു വീഴും. വീണ്ടും എപ്പോഴോ ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന ബഹളങ്ങളായേ അവർക്കിതിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഉള്ള് അത്രമേൽ ഉടഞ്ഞു പോയിട്ടാണ്, മനസ്സിന് അത്രമേൽ മുറിവേറ്റതുകൊണ്ടാണ് അവരോട് ഒന്ന് മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ഗതികേട് എന്താണെന്നറിയോ? മാതാപിതാക്കൾ എത്ര നമ്മെ വേദനിച്ചെന്ന് പറഞ്ഞാലും നമുക്കവരെ വെറുക്കാൻ കഴിയില്ല. അവരുടെ കണ്ണ് നിറയുമ്പോൾ ഉള്ളു പിടഞ്ഞു പോകും. അവർ നൽകിയ വേദനകളൊക്കെ മറന്നു പോകും. ഈ കല്യാണമൊക്കെ കഴിഞ്ഞാലും പലതും സഹിച്ച് പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ തുടരുന്നതിന്റെ പ്രധാന കാരണം സ്വന്തം മാതാപിതാക്കളെ വിഷമിപ്പിക്കേണ്ട എന്ന ഒറ്റ ചിന്തയാണ്. സോറിടാ, നീ ഇത്രയ്ക്ക് വേദനിച്ചപ്പോഴൊന്നും കൂടെ നിൽക്കാൻ കഴിയാതിരുന്നതിൽ. ഇതുപോലെ നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ഇനി ആരെയും അനുവദിക്കില്ല. അവന്റെ കയ്യിലെടുത്ത സിഗരറ്റ് പുറത്തേക്കെറിഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ. ഞായറാഴ്ച നീ വരില്ലേ എൻ്റെ കൂടെ? പിന്നെ വരാതിരിക്കോ? എൻ്റെ കുട്ടിയെ സാരി എടുത്ത് കാണാൻ പറ്റുന്ന ഒരവസരം ഞാൻ പാഴാക്കോ? ഇത്രയുമാണ് ഭാഗം 17. ചിലതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നമുക്കുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ ആകാം അല്ലേ ഇതിനകത്ത് പറയുന്നത്. എന്തായാലും ഈ ഭാഗം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഭാഗം 18 ഞാൻ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ പോർഷൻ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണം. ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. എൻ്റെ അവതരണ ശൈലി നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണം കേട്ടോ. അതുപോലെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ വിട്ട് പോകരുത്. അടുത്തൊരു പുതിയ കഥയുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അന്നേരം നമുക്ക് കേൾക്കാം ഭാഗം 18. പിറ്റേന്ന് ആദിയോട് ശരണിനെക്കുറിച്ച് പറയണമെന്ന് മനസ്സിലുറപ്പിച്ചാണ് അതിഥി ഓഫീസിലെത്തിയത്. നിനക്കറിയാലോ ഞാൻ ബീഫ് കഴിക്കില്ലെന്ന്. എന്നിട്ട് നാട്ടിൽ പോയപ്പോൾ ഇതാണോ നീ കെട്ടിവലിച്ചു കൊണ്ടുവന്നത്? രാവിലെ തന്നെ ബീഫ് വെട്ടിവിഴുങ്ങിക്കൊണ്ടിരുന്ന ആദിയെയും ശക്തിയെയും ഇരുത്തി നോക്കി പിണങ്ങി അവൾ ഡെസ്കിലേക്ക് നടന്നു. ഡെസ്കിലെത്തി മേശ തുറന്നപ്പോൾ അതിൽ അവൻ ഒളിപ്പിച്ചു വെച്ച ചിപ്സും അച്ചാറും എല്ലാം കണ്ട് പിണങ്ങിപ്പോയ അതേ വേഗത്തിൽ അവൾ ആദിയുടെ അടുത്തേക്ക് തിരിച്ചോടി. എന്നാ ഒരവിഞ്ഞ ചിരി! ആ സാധനം കൊണ്ടുവെക്കേണ്ടായിരുന്നു. അതാവുമ്പോൾ 2 ദിവസം മിണ്ടാതെ ഇരുന്നേനെ. എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയേനെ. ആദ്യ പാത്രത്തിലുണ്ടായ അവസാന ബീഫ് കഷ്ണവും വായിലേക്ക് ഇട്ടു. നീ ഇതൊന്ന് നിർത്താവോ? എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. കൈ കഴുകാൻ പോലും സമ്മതിക്കാതെ അവനെയും വലിച്ച് കഫേയിൽ കൊണ്ടിരുത്തി അവൾ ശരണിനെ കണ്ട മുതലുള്ള കഥ വിവരിച്ചു. നീ എന്താ ഒന്നും പറയാത്തത്? കഥ മുഴുവൻ കേട്ടിട്ടും ഒന്നും മിണ്ടാതിരുന്ന ആദിയുടെ തലയ്ക്ക് അവൾ ഒരു കൊട്ടു കൊടുത്തു. ഒന്നുമില്ലടി, അവനേക്കാൾ ഗതികെട്ടവനായി ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചതാ. നിന്റെ വായിന്ന് ഇതൊക്കെ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാഞ്ഞത്. നിന്നോടൊക്കെ ഇത് പറഞ്ഞ് എന്നെ വേണം തല്ല. അത് ദേഷ്യത്തിൽ കസേര നീക്കി തിരിഞ്ഞു നടന്നു. എടി, ഞാൻ അവനെ ഒന്ന് കാണട്ടെ. രക്ഷപ്പെടാൻ സമയമുണ്ടെന്ന് പറയാലോ. അവൾ കേൾക്കാൻ അവൻ അല്പം ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. നീ പോടാ തെണ്ടി. അവൾ തിരിഞ്ഞു നോക്കാതെ തിരിച്ചു നടന്നു. വന്ന് കയറിയപ്പോൾ തന്നെ രണ്ടും കൂടെ വഴക്കായോ? അതിഥിയുടെ തെറിവിളി കേട്ടാണ് ഗീത ചേച്ചി കയറി വന്നത്. അവൻ നന്നാവില്ല ചേച്ചി, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായി? വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയോ? എവിടെ ഒതുങ്ങാൻ? അവർ നന്നാവില്ല, അത്രേ ഉള്ളൂ. ഞാൻ 2 ദിവസമായി ഫോൺ എടുക്കാറില്ല. നിനക്ക് വീട്ടിൽ കല്യാണത്തിന്റെ സംസാരമൊക്കെ തുടങ്ങേണ്ട സമയമായല്ലോ. അതൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ നാട്ടിൽ നിൽക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. അടുത്ത മാസം കുടുംബത്തിൽ ഒരു വീട്ടുതാമസമുണ്ട്. അതിനെന്തായാലും പോകണം. അന്ന് കുടുംബക്കാരെല്ലാം ചേർന്ന് എന്നെ കെട്ടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലേ? ഞങ്ങളൊന്ന് മര്യാദയ്ക്ക് പ്രേമിച്ചു പോലും തുടങ്ങിയില്ല ചേച്ചി. ലഞ്ചിന് കാണാട്ടോ, എനിക്ക് വർക്കുണ്ട്. ചേച്ചിയോട് ബൈ പറഞ്ഞ് ലാപ്ടോപ്പ് ഓണാക്കി. ബാംഗ്ലൂരിൽ വന്ന സമയത്ത് ഈ സിറ്റി തനിക്ക് സെറ്റ് ആവില്ലെന്ന് കരുതി കൊൽക്കത്തയിലേക്കുള്ള ജോലിക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ആ ജോലിക്ക് സെലക്ട് ആയെന്ന് പറഞ്ഞുകൊണ്ടുള്ള മെയിൽ വന്നിരിക്കുന്നു. കുറച്ചു നേരം ആ മെയിൽ ആവർത്തിച്ച് വായിച്ച് തൽക്കാലം ഈ ഓഫർ നിരസിക്കുന്നുവെന്ന് മറുപടി അയച്ച് അവൾ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തു. അവന്റെ വാട്സപ്പ് മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുക എന്നതല്ലാതെ വലിയ വർക്കൊന്നും നടന്നില്ല എന്നതാണ് സത്യം. ചേച്ചി എണീക്കുന്നില്ലേ? ആന്റിയുടെ വീട്ടിൽ പോകണ്ടേ? സാരി ഉടുക്കണ്ടേ? ഞായറാഴ്ച രാവിലെ ദേവിക തട്ടി വിളിച്ചപ്പോഴാണ് അതിഥി ഉറക്കമുണർന്നത്. ഇന്നലെ അവനോട് സംസാരിച്ച് ഒരുപാട് വൈകിയാണ് കിടന്നത്. സാക്ഷിയും ദേവികയും കുളിയെല്ലാം കഴിഞ്ഞ് ഒരുക്കം തുടങ്ങിയിരുന്നു. ശരൺ ചേട്ടൻ കാറും കൊണ്ട് കൃത്യം 10 മണിക്ക് വരില്ലേ? കുളിക്കാൻ ഇറങ്ങിയ അതിഥിയോട് വീണ്ടും സമയം ഉറപ്പിക്കാനായി ദേവു ചോദിച്ചു. അവൻ പറഞ്ഞ സമയത്ത് വരും. നിന്റെ പയ്യൻ ഇനി ലേറ്റ് ആവാതിരുന്നാൽ മതി. സാക്ഷി, സിദ്ധ് ഓഡിറ്റോറിയത്തിലേക്കല്ലേ വരുന്നത്? നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണ്ടല്ലോ.
വേണ്ട, അവൻ നേരെ വന്നോളൂ. ഉടുക്കാൻ എളുപ്പം ഫാൻസി സാരിയാണെന്ന് പറഞ്ഞ് സാരി വാങ്ങിയിട്ട് രാവിലെ മുഴുവൻ അതും കൊണ്ട് സഹിയിട്ട സാക്ഷി ഒടുവിൽ അപ്പുറത്തെ റൂമിലെ ചേച്ചിയെ സഹായത്തിനായി വിളിക്കാൻ പോയി. അവളും വേഗത്തിൽ ഒരു കുളി പാസാക്കി ആന്റിയുടെ വീട്ടിലേക്ക് നടന്നു. അമ്മു, ഇപ്പോൾ തന്നെ 8:30 കഴിഞ്ഞു. ഈ 1 മണിക്കൂർ കൊണ്ട് എങ്ങനെയാ റെഡിയാവുന്നത്? ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ വരണമെന്ന്. ചെന്ന് കയറിയപ്പോൾ തന്നെ ആന്റി അതിഥിയെ ചീത്ത പറയുന്നത് കേട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന ശാലു അടക്കി ചിരിച്ചു. അമ്മേ, ചേച്ചിക്ക് ഈയിടെയായി സന്തോഷം ലേശം കൂടുതലാണോ? സാരി ഉടുക്കുന്നതിനിടെ ശാലു ഒരു ഇഡ്ഡലി എടുത്ത് സാമ്പാറിൽ മുക്കി അതിഥിയുടെ വായിൽ വെച്ചു കൊടുത്തു. ഇത്രയും ഞാൻ എപ്പോഴും സങ്കടപ്പെട്ട് നടക്കുന്നു എന്നതായിരുന്നു പരാതി. ഇപ്പൊ ഇങ്ങനെയായോ? ദേ, നീ അധികം കളിച്ചാൽ ഞാൻ ആ ബാൽക്കണി അടച്ചു പൂട്ടിക്കും ട്ടോ. അതിഥി ചിരിച്ചുകൊണ്ട് അവൾക്കൊരു താക്കീത് നൽകി. റെഡിയായി വന്നപ്പോഴേക്കും ഹോസ്റ്റലിന് താഴെ കാറുമായി ശരൺ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് ഭംഗിയാ എന്റെ റൂംമേറ്റിനെ കാണാൻ അല്ലേ? പക്ഷേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതിയോ? നമുക്ക് പോകണ്ടേ? വയലറ്റ് സാരിയും ചെറിയ ഗോൾഡൻ മാലയും മുല്ലപ്പൂവും ഒക്കെ ചൂടി ഒരുങ്ങി വന്ന അതിഥിയെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്ന ശരണ്യെ സാക്ഷി തട്ടി വിളിച്ചു. യു ലുക്ക് ബ്യൂട്ടിഫുൾ. ചുറ്റുമുണ്ടായവരെ ഒന്നും നോക്കാതെ ശരൺ അതിഥിയെ എപ്പോഴത്തെയും പോലെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. ചേച്ചി, ഇതാ അമൽ. ദേവിക കാറിൽ ചാരി മാറി നിന്ന പയ്യനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. കാണുമ്പോൾ ഇത്രയും പാവമായ ഈ പയ്യനാണ് ദേവുവിനെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നതെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അവൾ അവന് കൈ കൊടുത്ത് പരിചയപ്പെട്ടു. നീ എന്റെ അടുത്തിരിക്ക്. കാറിലെ പിറകു സീറ്റിൽ കയറാൻ പോയ അതിഥിയെ ശരൺ പിടിച്ച് മുൻ സീറ്റിൽ ഇരുത്തി. നീ ഇന്നും പൂ വാങ്ങിച്ചിട്ടാണോ വന്നത്? സീറ്റിലുണ്ടായ വയലറ്റ് ഓർക്കിഡ് പൂ അവൾ എടുത്ത് മടിയിൽ വെച്ചു. മുന്നിലും ബാക്കിലും റൊമാൻസ്. ഞാനിവിടെ പെട്ടുപോയല്ലോ. എല്ലാവരെയും മാറി മാറി നോക്കി സാക്ഷി പരിഭവിച്ച് മുഖം തിരിച്ചു. ബാംഗ്ലൂരിൽ വന്നിട്ട് ആന്ധ്ര സ്റ്റൈൽ കല്യാണം കൂടാനും ഒരു ഭാഗ്യം വേണം. അശ്വിനിയുടെ കല്യാണ ചടങ്ങുകൾ കണ്ട് അമൽ എല്ലാവരോടും എന്ന പോലെ പറഞ്ഞു. മഞ്ഞയിൽ പച്ച ബോർഡറുള്ള കസവ് സാരിയും നെറ്റിയിൽ കുഞ്ഞു കിരീടവും വലിയ മൂക്കുത്തിയും ഒക്കെയായി അണിഞ്ഞൊരുങ്ങിയ അശ്വിനിയെ നോക്കി സാക്ഷിയും അതിഥിയും കൈവീശി. സോറി, ഞാൻ കുറച്ച് ലേറ്റായി. സാക്ഷിക്ക് മുഖം കൊടുത്താൽ ചീത്ത കേൾക്കുമെന്ന് പേടിച്ചിട്ടാകണം സിദ്ധ് വന്ന പാടെ ശരണിനും അമലിനും ഇടയിലേക്ക് ഒരു കസേര വലിച്ചിട്ടിരുന്നു. സ്റ്റേജിൽ തകൃതിയായി കല്യാണ ചടങ്ങുകൾ നടക്കുമ്പോഴും സാക്ഷിയെ നോക്കി കൈകൊണ്ട് മൂന്നും ടോട്ടൽ 6 പേരും അടിപൊളി എന്ന് കാണിച്ച് അശ്വിനി പൊട്ടിച്ചിരിച്ചു. ഫോട്ടോ എടുക്കാൻ സ്റ്റേജിൽ കയറിയപ്പോൾ എല്ലാവരെയും പിടിച്ച് ജോഡിയാക്കി നിർത്തി വട്ടുപിടിപ്പിക്കാനും അവൾ മറന്നില്ല. ഈ ആൺപിള്ളേര് എത്ര പെട്ടെന്നാ കമ്പനിയാവുന്നേ അല്ലേ? കുറച്ച് മാറി നിന്ന് എന്തൊക്കെയോ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്ന ശരണിനെയും അമലിനെയും സിദ്ധിനെയും നോക്കി സാക്ഷി പറഞ്ഞു. നമ്മുടെ തന്നെ വല്ല കുറ്റവും പറയുന്നതാവും, അല്ലാതെ ഇവർക്ക് ഇതിന് മാത്രം എന്താ പറയാൻ? അങ്ങനെ വിട്ടാൽ പറ്റില്ല ചേച്ചി. വാ. ദേവു അവരെയും വിളിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന അവർക്കിടയിലേക്ക് കയറി ചെന്നു. ഹോസ്റ്റലിൽ എല്ലാവരെയും ഭരിച്ചു നടക്കുന്ന സാക്ഷിയെ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് സിദ്ധു നോക്കുന്നത്. എങ്ങനെയുള്ളവരായാലും പ്രായം എത്രയായാലും എല്ലാവരിലും ഒരു കൊച്ചുകുട്ടിയുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. എപ്പോഴും പുഞ്ചിരിച്ച് അവളെ കളിയാക്കി അവളുടെ പരാതികൾ മൂളിക്കേട്ട് ഇടയ്ക്ക് മുഖത്തോട്ട് വീണു കിടന്ന അവളുടെ മുടി നേരെയാക്കി എപ്പോഴും കൂടെയുണ്ടെന്ന് തോന്നിപ്പിച്ച്, പക്ഷേ അതേസമയം അവൾക്ക് അവളായി നിൽക്കാൻ കഴിയുന്ന ഒരിടം. വീട്ടുകാരെ വേദനിപ്പിച്ച് സാക്ഷി ഒരിക്കലും ഒരു തീരുമാനം എടുക്കില്ലെന്ന് സിദ്ധിനും നന്നായി അറിയാം. ഒന്നാകുമെന്ന് ഒരിറ്റു പ്രതീക്ഷ പോലും ഇല്ലാഞ്ഞിട്ടും കലഹങ്ങളില്ലാതെ ഇത്ര മനോഹരമായി പരസ്പരം ചേർത്ത് പിടിക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നുവെന്ന് അതിഥിക്ക് അത്ഭുതം തോന്നി. ഇവിടെ വന്ന് ഈ നേരത്തിനുള്ളിൽ ഒരു 10 തവണയെങ്കിലും അമൽ ദേവുമായി അടിയുണ്ടാക്കി കഴിഞ്ഞിരുന്നു. പട്ടുപാവാടയുടെ ബ്ലൗസിന് ഇറക്കം കുറവാണ്, വയർ കാണുന്നു. അവൻ കൂടെയുള്ളപ്പോൾ കാലിന്മേൽ കാലെടുത്ത് വെച്ചിരുന്നു. ഒരുപാട് മേക്കപ്പ് ഇട്ടു. സിദ്ധിനോടും ശരണ്യോടും ഒക്കെ ഇത്ര സ്വാതന്ത്ര്യമെടുത്ത് സംസാരിക്കുന്നത് എന്തിന് എന്ന് തുടങ്ങി ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവൾക്ക് പിറകെ നടക്കുന്ന അമലിനെ കണ്ടപ്പോൾ അതിഥിക്ക് നേരെ ചെന്ന് 2 എണ്ണം പൊട്ടിക്കണമെന്ന് തോന്നി. ഇത്ര സന്തോഷമായിരിക്കാൻ അവൾ ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അതില്ലാതാക്കണമെന്ന ഒരു അനാവശ്യ വാശി അവനുണ്ട്. നിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര കരുതലുള്ളത് കൊണ്ടാണ് എന്ന മുടന്തൻ ന്യായവും. എല്ലാവരെയും നോക്കി ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്ന അവളെ ശരൺ പിറകിലൂടെ വലിച്ച് ആളൊഴിഞ്ഞ ഒരിടത്തേക്ക് മാറ്റി നിർത്തി. നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. അവളുടെ അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഇപ്പൊ കണ്ടല്ലോ, എന്നാ പിടിവിട്. അവൾ ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്ത് വർത്തമാനമാണോ? ആദ്യമായി സാരിയൊക്കെ എടുത്തു വന്നിട്ട് ഒരു ഉമ്മ പോലും തരാതെ. അയ്യടാ, ഒരു ഉമ്മയുമില്ല, നീ പോയേ. അവൾ അവന്റെ നെഞ്ചിൽ കൈ അമർത്തി പിറകോട്ട് തള്ളി. നീ ഇവിടെ നിൽക്കുവാണോ? നിന്നെ ഞാൻ എത്ര നേരമായി നോക്കുന്നു. അടുത്ത് നിന്ന് ശരണിനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ സാക്ഷി അതിഥിയുടെ കൈയും പിടിച്ചു നടന്നു. ഇവിടെ ഞാൻ കൊല്ലും, ഉറപ്പാ. ശരണ്യെ തിരിഞ്ഞു നോക്കി ചിരിച്ച അതിഥിയോട് അവൻ ആംഗ്യത്തിൽ പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായതിനാൽ ഭക്ഷണം കഴിച്ച് അശ്വനിയോട് യാത്ര പറഞ്ഞ് അവർ വേഗം ഇറങ്ങി. ദേവുവിനെയും സാക്ഷിയെയും ഹോസ്റ്റലിൽ വിട്ട് എന്തായാലും കാർ എടുത്തതല്ലേ, ഒരു ഡ്രൈവ് പോയി വരാമെന്ന് പറഞ്ഞ് അതിഥിയെ ശരൺ പിടിച്ചിരുത്തി. ദയവ് ചെയ്ത് ഗ്ലാസ് തുറക്കരുത് അതിഥി, വെള്ളം മുഴുവൻ അകത്ത് കയറും. പുറത്തെ മഴ ആസ്വദിക്കാൻ ഗ്ലാസ് തുറക്കാൻ പോയ അതിഥിയോട് ഒരു അപേക്ഷ എന്ന പോലെ അവൻ പറഞ്ഞു. എനിക്ക് മഴ കാണണം.
അല്ലെങ്കിൽ നീ എനിക്കൊരു പാട്ട് പാടിത്താ. ആഹാ, ഭീഷണിയാണോ? എൻ്റെ കയ്യിൽ ഗിറ്റാറൊന്നുമില്ലടോ. ഗിറ്റാറൊന്നും വേണ്ട, നീ വെറുതെ പാടിയാൽ മതി. ഏത് പാട്ടാണ് വേണ്ടേ? നിനക്കല്ലേ എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ അറിയാവുന്നേ. നീ അതിൽ ഏതെങ്കിലും പാടിയാൽ മതി. എന്തോ മൊഴിയുവാനുണ്ടാകുമി മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി. എന്തോ മൊഴിയുവാനുണ്ടാകുമി മഴയ്ക്കെന്നോടു മാത്രമായി. സ്റ്റിയറിംഗിൽ താളമിട്ട് വരികൾ ഓർത്തെടുത്ത് പാടിക്കൊണ്ടിരുന്ന അവനെ എത്ര നോക്കി നിന്നാലും മതിയാകില്ലെന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിലും നമുക്ക് അത്രമേൽ പ്രിയമുള്ള ഒരാൾ നമുക്ക് വേണ്ടി, നമുക്ക് മാത്രം വേണ്ടി ചെയ്യുന്നതെന്തും ഒരിക്കലും അവസാനിക്കാൻ ആരും ഇഷ്ടപ്പെടില്ലല്ലോ. എടോ, തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഡോറിൽ തലചായച്ച് അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന അവളെ അവൻ തട്ടി വിളിച്ചു. അടുത്ത ശനി ഞായർ ഞാൻ ഫ്രീ അല്ല കേട്ടോ. ഫോൺ കട്ട് ചെയ്ത പാടെ അതിഥി പറഞ്ഞു. അതെന്താ? എൻ്റെ ഒരു മാമൻ്റെ മോൻ ഒരാളുണ്ട്, കണ്ണൻ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാ. അവനും അവൻ്റെ ഫ്രണ്ടും കൂടി വരുന്നുണ്ട്. എന്തോ ഇൻ്റർവ്യൂ ഉണ്ട് അത്രേ. അവർക്കിനി 2 ദിവസം താമസിക്കാൻ ഒരു സ്ഥലം സെറ്റാക്കണം. പിന്നെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോകണം. എവിടെയാ നിർത്തുന്നത്? ആദിയുടെ അടുത്ത് നിർത്താം, അതാ നല്ലത്. ആദിയോട് സമ്മതമൊക്കെ ചോദിക്കുന്നതിന് മുൻപേ അതിഥി തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. എടോ, അവർ വേണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കട്ടെ. നിനക്ക് നമ്മുടെ കാര്യം അവർ അറിയുന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെടാലോ. കുടുംബത്തിൽ വന്നു കയറുമ്പോൾ നമുക്ക് ഹോൾഡ് ഉള്ളത് നല്ലതല്ലേ? നീ ചെറിയ ഗ്യാപ്പിൽ അത്രയും ചിന്തിച്ചു കൂട്ടിയോ? കണ്ണൻ അറിയുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ അനിയനെ കൊണ്ട് നിനക്ക് ശല്യമായെന്ന് പറയരുത്. പിന്നെ ഇടയ്ക്കൊക്കെ എൻ്റെ കൈവിട്ട് ഈ ഗിയറൊക്കെ ഒന്ന് മാറ്റാൻ കേട്ടോ. അവളുടെ കൈ മുറുക്കെ പിടിച്ച് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇപ്പോൾ കുറച്ച് ദിവസമായി ഫോൺ വിളിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും മാറി മാറി ചോദിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. അവൾക്ക് ദേഷ്യം വന്നു. നീ അവിടെ പോയിട്ട് 8 മാസം കഴിയാറായി. ഇതുവരെ വീട്ടിലേക്ക് വരണമെന്ന് തോന്നിയില്ലല്ലോ. കുടുംബത്തിൽ ഒരു പരിപാടി നടക്കുമ്പോഴെങ്കിലും വാ. കണ്ണൻ വരുന്നില്ലേ അങ്ങോട്ട്? അവൻ തിരിച്ചു വരുമ്പോൾ നീയും നാട്ടിലേക്ക് വാ അവൻ്റെ കൂടെ. ഇവരിത് പ്ലാൻ ചെയ്തിട്ടാണ് കണ്ണനെ ഈ ആഴ്ച ഇങ്ങോട്ട് വിടുന്നതെന്ന് അവൾക്ക് തോന്നി. കല്യാണം ഒന്നും അല്ലല്ലോ അമ്മേ, വീട് താമസമല്ലേ. അതിന് ഒരാഴ്ച മുൻപേ ഒന്നും വരണ്ട. എനിക്ക് ലീവും കിട്ടില്ല. ഞാൻ വ്യാഴാഴ്ച വരും. ഞായറാഴ്ച പരിപാടി കഴിഞ്ഞ് തിങ്കളാഴ്ച തിരിച്ചു വരും. ഇതിൻ്റെ മേലെ ഇനി ഒരു സംസാരം വേണ്ട. വീണ്ടും ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് തോന്നിയപ്പോൾ അവൾ ഫോൺ കട്ട് ചെയ്ത് കിടന്നു. ശനിയാഴ്ച അതിഥിക്ക് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നതിനാൽ ശരൺ തന്നെയാണ് കണ്ണനെയും ഫ്രണ്ട്സിനെയും പിക്ക് ചെയ്യാൻ പോയത്. അവരെ ഇൻ്റർവ്യൂവിന് കൊണ്ടുവിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് അതിഥിയും ശരണും കൂടി ഫ്ലാറ്റിലെത്തി. ഇതാണ് സാമും രാഹുലും. ശരൺ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അവൻ്റെ റൂംമേറ്റ്സിനെ അവൾ അന്ന് ആദ്യമായിട്ടാണ് നേരിൽ കണ്ടത്. അവർ പരസ്പരം കൈകൊടുത്ത് പരിചയപ്പെട്ടു. നിങ്ങളെല്ലാം ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യുന്നേ? എന്നിട്ടെന്താ ചായ കുടിക്കാനൊന്നും അവിടെ കാണാത്തത്? ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ശരണിനെ സഹായിക്കാനെന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറി അവനെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന സാമിനെ നോക്കി അവൾ ചോദിച്ചു. അയ്യോ, ആ കഥയപ്പോൾ സാർ പറഞ്ഞിട്ടില്ലേ? എന്ത് കഥ? ഞാൻ പറയട്ടെ. സാം ഒരു സംശയത്തിൽ ശരണിനെ നോക്കി. അവൻ്റെ അനുവാദം ഒന്നും വേണ്ട, നീ പറ. അതിഥി പ്രോത്സാഹിപ്പിച്ചു. മറുപടിയൊന്നും പറയാതെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരുന്ന ശരണിൻ്റെ മൗനം സാം സമ്മതമായി എടുത്തു. ഇവൻ ലേശം വൃത്തിയും പിന്നെ ചില കാര്യങ്ങളിൽ അനാവശ്യ വാശിയും ഒക്കെ ഉള്ള കാര്യം ഇപ്പോൾ നിന്നായി കാണുമല്ലോ, ഇല്ലേ? നമ്മുടെ ഓഫീസിലെ കഫയിൽ നിന്നല്ലാതെ ആ ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ ഇവൻ വരില്ലായിരുന്നു. ആൾക്ക് വൃത്തി പോരാ എന്നാണ് മൂപ്പരുടെ അഭിപ്രായം. 1.5 വർഷത്തോളം ഇവിടെ ജോലി ചെയ്തിട്ട് ആകെ ഒരു തവണയാണ് അവൻ ആ ചായക്കടയിൽ വന്നിട്ടുള്ളത്. നിന്റെ ഡയറി കളഞ്ഞുപോയി അന്ന്. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ചായ കുടിക്കാൻ അവിടെ കയറി. അപ്പോൾ ഇവൻ ഇസ്തിരിയിട്ട് വെച്ച ഷർട്ട് ഞാൻ ഇട്ടുകൊണ്ട് വന്നു. ഇപ്പോൾ കണ്ടില്ലെങ്കിൽ എന്നെ ഇനി 3 ദിവസം കഴിഞ്ഞേ കാണൂ. ചീത്ത വിളിക്കാൻ മറന്നു പോകുമെന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാൻ വന്നതാ അന്ന്. അന്നാണ് ആ ഡയറി കിട്ടുന്നത്. സാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നമ്മൾ എത്ര വിളിച്ചാലും അവന് വൃത്തിയുടെ വിഷയമായിരുന്നു. ഇപ്പം പിന്നെ ആ ചായക്കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. രാഹുലും സാമിനെ പിന്താങ്ങി. മതിയാക്കടോ, ഒരവസരം കിട്ടുമ്പോൾ മാക്സിമം മുതലെടുക്കണം അല്ലേ? ശരൺ അവരെ 2 പേരെയും കിച്ചണിൽ നിന്ന് ഇറക്കി വിട്ടു. നീ എന്തിനാ ചിരിക്കുന്നത്? അവനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന അതിഥിയെ നോക്കി ചോദിച്ചു. ഐ ലവ് യു. അതിഥി അവൻ്റെ ചോദ്യത്തിന് മറുപടി ഒന്നും കൊടുക്കാതെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടിട്ട് ഇത്രയും കാലമായിട്ടും നീ ഇന്നാണ് എന്നോടിത് പറയുന്നത്, അറിയോ? അവൻ അവളുടെ തലയിൽ മുഖം ചേർത്തു. ഡിന്നർ റെഡിയായപ്പോഴേക്കും കണ്ണനും എത്തിയിരുന്നു. അതിഥിയെ കണ്ടപാടെ അവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. കൂടെയുണ്ടായ സുഹൃത്ത് നിഹാലിനെ അവൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഭക്ഷണമെല്ലാം കഴിച്ച് ഇറങ്ങാൻ പോയ അതിഥിയെ കണ്ണൻ പിടിച്ചു നിർത്തി. എത്ര കാലം കഴിഞ്ഞിട്ടാ ചേച്ചിയെ കാണുന്നേ? ചേച്ചി, ഇന്ന് പോകണ്ട, നമുക്ക് ഇവിടെ കൂടാം പ്ലീസ്. എനിക്ക് എന്തോരം കഥ പറയാനുണ്ടെന്ന് അറിയാമോ? അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഇന്ന് വരില്ലെന്ന് സാക്ഷിയെ വിളിച്ചു പറഞ്ഞു.
ഒരുപാട് നേരം കഥ പറഞ്ഞിരുന്ന് കാർഡ് കളിച്ച് ബാക്കി എല്ലാവരും ഉറങ്ങിയപ്പോൾ അതിഥിയും ശരണും കണ്ണനെയും വിളിച്ച് ടെറസിലേക്ക് പോയി. ചേട്ടാ, അതിഥി ചേച്ചി പണ്ട് ചേരട്ടയെ പിടിച്ച് തിന്നുമായിരുന്നു അറിയോ? ഗിറ്റാർ വായിച്ചുകൊണ്ടിരുന്ന ശരണിനോട് ഒരു സ്വകാര്യം എന്നോണം കണ്ണൻ പറഞ്ഞു. അയ്യേ, ശരിക്കും? അവൻ അല്പം അറപ്പോടെ അതിഥിയെ നോക്കി. എടാ പോടാ, അത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അറിയാതെ വായിലിട്ടതല്ലേ. അവൾ കണ്ണനെ ദേഷ്യത്തോടെ നോക്കി ന്യായീകരിക്കാൻ ശ്രമിച്ചു. അതെ, ഒരു തവണ കഴിച്ചാൽ അബദ്ധം, ഇത് 3 തവണ പിടിച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചിയെ കുറെ കാലം മുറ്റത്ത് പോലും ഇറക്കില്ലായിരുന്നു. ശരണും കണ്ണനും അവളെ കളിയാക്കി ചിരിച്ചു. ആഹാ, നല്ല ബെസ്റ്റ് അളിയന്മാർ. അവൾ ദേഷ്യത്തിൽ എണീറ്റ് പോയി. ചേട്ടാ, അമ്മു ചേച്ചിയെ നന്നായി നോക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട് പാവം. ഇപ്പോഴും ചേച്ചിക്ക് വേണ്ടി ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയേ ജീവിച്ചിട്ടുള്ളൂ. ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കും. ചേച്ചിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം ചേട്ടനോടുള്ള ഈ ഇഷ്ടമാണ്. അതെപ്പോഴും അങ്ങനെ ഉണ്ടാവണം. കണ്ണൻ അല്പം വിഷമത്തോടെ പറഞ്ഞു. ശരൺ അതിന് മറുപടി നൽകാതെ അവൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തി. പിറ്റേത് ബാംഗ്ലൂരൊക്കെ കറങ്ങി അവരെ രണ്ടുപേരെയും നാട്ടിലേക്കുള്ള ട്രെയിൻ കയറ്റിവിട്ട് അതിഥിയെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് ഹോസ്റ്റലിന് മുൻപിൽ വെച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ദേവുവിനെയും അമലിനെയും കണ്ടത്. ഇവനെ ഒരു ദിവസം ഞാൻ എന്തെങ്കിലും ചെയ്യും, ഉറപ്പാ. ദേവു കരയുന്നത് കണ്ട് വിഷമം വന്ന അതിഥി അമലിനെ വഴക്ക് പറയാൻ പോകുന്നത് കണ്ട് ശരൺ അവളെ പിടിച്ചു നിർത്തി. വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് ഉറക്കെ ദേഷ്യപ്പെട്ട് അമൽ ദേവുവിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അത് കണ്ട ശരൺ ഓടിച്ചെന്ന് അവൻ്റെ കോളറിൽ പിടിച്ചു തള്ളി. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അടിക്കാൻ ഓങ്ങിയ കൈ ദേഷ്യത്തിൽ പിൻവലിച്ച് അമലിനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിട്ടോ. ദേവുവിനെയും കൂട്ടി അകത്തേക്ക് പൊക്കോ, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ട, ഞാൻ വിളിക്കാം. ചുവന്ന കവൾ പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ദേവുവിനെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന അതിഥിയെ ഏൽപ്പിച്ച് അവൻ പറഞ്ഞു. ഇത്രയുമാണ് ഈ ഭാഗത്തില്. അടുത്ത ഭാഗം 19 ഉറക്കെ കരയുന്ന ദേവുവിനെയും കൂട്ടി റൂമിലെത്തിയ അതിഥിയെ കണ്ട് സാക്ഷി ഞെട്ടലോടെ കാര്യം തിരക്കി. ശരൺ, അവളൊന്ന് പൊട്ടിക്കാൻ പറയായിരുന്നില്ലേ? നിനക്കൊന്ന് കൊടുക്കായിരുന്നില്ലേ? നീ എന്ത് നോക്കി നിൽക്കുമായിരുന്നു? ദേവുവിന്റെ അടികൊണ്ട് നീര് വന്ന് ചുവന്ന കവളിൽ ഐസ് വെക്കുന്നതിനിടെ സാക്ഷി തലയിൽ കയ്യൂന്നി കരഞ്ഞുകൊണ്ടിരുന്ന അതിഥിയെ ദേഷ്യത്തോടെ കുറ്റപ്പെടുത്തി. എനിക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോറി ദേവു. അതിഥി ദേവുവിനെ കെട്ടിപ്പിടിച്ചു. ഇതൊക്കെ സഹിച്ച് ഇനി ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. ഇതോടെ നിർത്തണം ദേവു ഈ ബന്ധം. അതിഥി കണ്ണു തുടച്ചുകൊണ്ട് ദേവുവിനെ നോക്കി അല്പം സ്ട്രോങ് ആയി പറഞ്ഞു. അല്ല, എന്തിനാണ് ഇനി അവൻ അടിച്ചത്? എൻ്റെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടിയുടെ കൂടെ ഞാൻ ബൈക്കിൽ കയറിയതിന്. ദേവു വേദന കൊണ്ട് പ്രയാസപ്പെട്ട് പറഞ്ഞു. ആഹാ, ബെസ്റ്റ്. അപ്പോൾ ഈ അടിച്ചതും സ്നേഹം കൊണ്ടായിരിക്കും അല്ലേ? വിളിക്കുന്നുണ്ട് തെണ്ടി. ഞാൻ സംസാരിക്കാം അവനോട്. നിർത്താതെ വിളിച്ചുകൊണ്ടിരുന്ന അമലിന്റെ കോൾ സാക്ഷി അറ്റൻഡ് ചെയ്തു. എനിക്ക് ദേവുവിനോട് സംസാരിക്കണം. ഫോൺ എടുത്തത് സാക്ഷിയാണെന്ന് മനസ്സിലായപ്പോൾ അവൻ അല്പം കടുപ്പിച്ച് പറഞ്ഞു. ദേവു ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. നീ ആരാടാ അവളുടെ മേലെ കൈവെക്കാൻ? നിന്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും തീർക്കാനുള്ള ഒബ്ജക്റ്റ് അല്ല അവൾ. ഒരാളുടെ മേലെ കൈവെക്കാനുള്ള ധൈര്യവും അവകാശവും ഒക്കെ നിനക്ക് എവിടുന്ന് കിട്ടി? ഇനി മേലാൽ അവളുടെ ഫോൺ വിളിക്കരുത്. അവൻ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുൻപേ സാക്ഷി ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ദേവുവിനെ അവളുടെ റൂമിൽ പോകാൻ അനുവദിക്കാതെ അതിഥി ഒപ്പം കിടത്തി. സാക്ഷി രണ്ടുപേരെയും ഒരുവിധം സമാധാനിപ്പിച്ചുറക്കി. ശരണ്യെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതിഥി ഒട്ടും ഓക്കെ അല്ല എന്ന കാര്യവും സൂചിപ്പിച്ച് ഒരുപാട് വൈകിയാണ് സാക്ഷി കിടന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? പൊതുവെ ഓഫീസിൽ വന്നാൽ തന്നോട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന അതിഥി കഴിഞ്ഞ 2 ദിവസമായി വലിയ മിണ്ടാട്ടമൊന്നും ഇല്ലാത്തത് എന്താണെന്ന് ചായക്കടയിൽ വെച്ച് ശരണ്യെ മാറ്റി നിർത്തി ആദ്യ ചോദിച്ചു. ഹേയ് ഇല്ല, ഹോസ്റ്റലിൽ ചെറിയ പ്രശ്നം, അതിൻ്റെ മൂഡ് ഓഫ് ആണ്. അവളൊന്ന് ഓക്കെ ആയിട്ട് സംസാരിക്കണമെന്ന് കരുതിയാണ് ഞാൻ ഒന്നും ചോദിക്കാഞ്ഞത്. ചായ ആറിയതുപോലും ശ്രദ്ധിക്കാതെ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന അതിഥിയെ നോക്കി ശരൺ പറഞ്ഞു. നീ എന്തായാലും ഒന്ന് സംസാരിച്ച് ഓക്കെ ആക്കോ. അവളെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ. അവളെയും വിളിച്ച് ഓഫീസിലേക്ക് നടക്കുന്നതിന് മുൻപേ ആദി ശരണ്യെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. നിനക്കിന്ന് ബിയർ വേണ്ടേ? സ്റ്റോറീസിലെ സ്ഥിരം പ്ലേസിൽ ഇരുന്ന് എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന അതിഥി ശരൺ 2 ഷേക്ക് പറയുന്നത് കേട്ട് ചോദിച്ചു. ഇല്ലടോ, ഒരു മൂഡില്ല. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. എനിക്കല്ല അതിഥി, നിനക്കാണ്. നീ ഒന്ന് ഓക്കെ ആയിട്ട് ചോദിക്കാമെന്ന് കരുതിയതാ ഞാൻ. പൊതുവെ എല്ലാ കാര്യത്തിലും എൻ്റെ കുട്ടി ബോൾഡാണ്. എല്ലാത്തിലും കൃത്യമായ അഭിപ്രായം പറയുന്ന, പ്രതികരിക്കുന്ന നീ അന്ന് അമൽ ദേവുവിനെ അടച്ചപ്പോൾ പെട്ടെന്ന് പകച്ചു നിന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. നിനക്കടി കിട്ടിയ പോലെയായിരുന്നു നിന്റെ പെരുമാറ്റം. അതിനുശേഷം ഈ നിമിഷം വരെ നീ ഓക്കെ അല്ല. എന്താ പറ്റിയേ? അവൻ അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്ന് കൈപിടിച്ചു. ഞാൻ മറന്നുപോയെന്ന് കരുതിയ, ഒരിക്കലും കടന്നു വരില്ലെന്ന് കരുതിയ ഒരുപാട് ഓർമ്മകൾ പെട്ടെന്ന് കടന്നു വന്നു. അവൾ മടിച്ച് പറഞ്ഞു. നല്ല തണുപ്പുള്ള AC റൂമിൽ അവളുടെ കൈയും മുഖവും വിയർക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ നടു റോഡിൽ വെച്ചിട്ട് എനിക്കും ഇതുപോലെ ഒരു അടി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സുമായി ട്രിപ്പ് പോയപ്പോൾ ബസ്സിൽ നിന്നും ഡാൻസ് കളിച്ചത്. കോളേജിലെ പ്രണയം പലർക്കും തിരിച്ചു വരാനും ഓർമ്മിക്കാനും ഒക്കെയുള്ള നല്ല നിമിഷങ്ങളാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഷങ്ങളാണ്. എനിക്ക് അവനെ പേടിയായിരുന്നു. സംസാരിക്കുമ്പോൾ, നടക്കുമ്പോൾ, ഡ്രസ്സിടുമ്പോൾ
എന്തിന്? ഒരേ പരീക്ഷയിൽ എനിക്ക് അവനേക്കാൾ മാർക്ക് കൂടുതൽ കിട്ടിയാൽ വരെ എനിക്ക് പേടിയായിരുന്നു. ലയ ഒഴികെ ബാക്കി എല്ലാവരും ഇതൊക്കെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടായാൽ ഞാൻ കൈമുറിച്ചാലോ തല കൊണ്ടുപോയി ഭിത്തിയിൽ ഇടിച്ചാലോ മാത്രമേ അത് അവസാനിക്കുകയുള്ളൂ. സ്വയം മുറിവേൽപ്പിച്ച് സ്നേഹം തെളിയിക്കണമായിരുന്നു. വീട്ടിൽ വരെ പോകാൻ അവൻ്റെ സമ്മതം വേണം. ഞാൻ ആരോട് മിണ്ടണം, എന്തൊക്കെ ചെയ്യണം, എല്ലാം അവൻ്റെ തീരുമാനം. എന്നോട് ആദ്യമായി ഇഷ്ടം പറഞ്ഞ ആളാണവൻ. അതുകൊണ്ട് എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും അവസാനിപ്പിച്ച് വരാൻ തോന്നിയില്ല. ദേവുവിനോടും ആൻറ്റിയോടുമൊക്കെ പറ്റില്ലെങ്കിൽ കളഞ്ഞു വരണം എന്ന് പറയുമ്പോഴും അത് എളുപ്പമല്ല എന്നെനിക്ക് നന്നായി അറിയാം. എത്ര അർത്ഥമാറ്റാൻ ശ്രമിച്ചാലും എവിടൊക്കെയോ എൻ്റേതെന്ന ഒരു തോന്നലുണ്ടാകും. എല്ലാം ക്ഷമിക്കാൻ തോന്നും. പക്ഷേ ഒടുവിൽ എനിക്ക് വയ്യാതെയായി. പറ്റില്ലെന്ന്, എനിക്കിത് വേണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ആദ്യമെല്ലാം കരഞ്ഞും കാല് പിടിച്ചും പുറകെ വന്നു. പിന്നെ അത് ഭീഷണിയായി, പകയായി. ആസിഡ് ഒഴിക്കുമെന്ന് വരെ പറഞ്ഞ് പിറകെ നടന്നിട്ടുണ്ട്. ഏത് നിമിഷവും സ്നേഹത്തിൻ്റെ പേരിൽ മരിക്കുമെന്നറിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അതൊക്കെ എങ്ങനെ തരണം ചെയ്തു എന്നെനിക്ക് ഇപ്പോഴും അറിയില്ല. ലയ കൂടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ അന്നേ മരിച്ചു പോയേനെ. അമ്മുച്ചേച്ചിയെ നല്ലപോലെ നോക്കണമെന്ന് കണ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥം മുഴുവനായി ഇപ്പോഴാണ് ശരണ്യ മനസ്സിലായത്. അന്ന് അവൻ ദേവുവിനെ അടിച്ചപ്പോൾ എനിക്ക് എന്നെ ഓർമ്മ വന്നു. മറക്കാൻ ആഗ്രഹിച്ച വേദനയുടെ 1000 ഓർമ്മകൾ സൂചി പോലെ മനസ്സ് മുഴുവൻ തുളഞ്ഞു കയറി. ആ ഓർമ്മകളെക്കാളേറെ എന്നെ വേദനിപ്പിച്ചത് എനിക്ക് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന കുറ്റബോധമാണ്. അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. എൻ്റെ അതിഥി, നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്താതെ. അവൻ അവളെ അടിക്കുന്നതിന് മുൻപേ നീ അങ്ങോട്ട് പോകാനിരുന്നതാണ്. അവരുടെ കാര്യം അവർ സംസാരിച്ച് തീർക്കട്ടെ എന്ന് കരുതി ഞാനാണ് അതിന് സമ്മതിക്കാതെ ഇരുന്നത്. അവൻ അത്രയും ചെയ്യുമെന്ന് ഞാനും കരുതിയില്ല. ഇതിന് നിന്റെ തെറ്റൊന്നുമില്ല. അവൻ കണ്ണീര് പടർന്ന അവളുടെ മുഖം 2 കൈകൊണ്ടും പിടിച്ചുയർത്തി. ദേ നോക്ക്, നാളെ നീ നാട്ടിൽ പോകും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ വരൂ. ഇവിടുന്ന് ഇങ്ങനെ വിഷമിച്ചു പോയാൽ എനിക്ക് എന്ത് സമാധാനമാണ് ഉണ്ടാവുക? നീ ഇവിടുന്ന് ഹാപ്പിയായിട്ട് പോകണം. അവിടെ പോയി എല്ലാവരെയും കണ്ട് നല്ല കുട്ടിയായി തിരിച്ചു വരണം. പിന്നെ ചില മുറിവുകൾ ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും. അതിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മറ്റൊരാളെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേടോ. എല്ലാത്തിനും അതിൻ്റേതായ സമയമെടുക്കും. എൻ്റെ കുട്ടി ഇങ്ങനെ വിഷമിക്കരുത്. ദേ ആദ്യം പറയുന്നത് നീ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നത് ഞാൻ കാരണമാണെന്നാ. എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി തരൂ. അവൻ ഇതൊക്കെ എപ്പോൾ പറഞ്ഞു? അതിഥി അതിശയത്തോടെ ചോദിച്ചു. എടോ, നീ കാണുന്നില്ല എന്നേ ഉള്ളൂ. നിന്റെ ചുറ്റുമുള്ളവർക്കെല്ലാം നിന്നോട് അത്ര ഇഷ്ടമാണ്. ദേ ഈ എനിക്കും. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് പിറ്റേന്ന് വൈകുന്നേരം സാക്ഷിയോടും ദേവുവിനോടും യാത്ര പറഞ്ഞ് അതിഥി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. അശ്വിനി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ എന്ന് അവൾക്ക് തോന്നി. പിന്നെ ഈ ഓർക്കിഡും പിടിച്ച് ഞാൻ എങ്ങനെയാടോ ട്രാവൽ ചെയ്യുന്നേ? അച്ഛൻ വിളിക്കാൻ വരുമ്പോൾ ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അവൻ കൊണ്ടുവന്ന വെള്ള ഓർക്കിഡ് പൂക്കൾ സീറ്റിൽ വെച്ച് യാത്ര പറയാൻ ഡോറിനടുത്തേക്ക് വന്നപ്പോൾ അവൾ ചോദിച്ചു. എനിക്കറിയില്ല, പക്ഷേ ഇത് കാണുമ്പോൾ നീ എന്നെ ഓർക്കുമല്ലോ. എനിക്ക് നിന്നെ ഓർക്കാൻ ഈ ഓർക്കിഡ് പൂക്കൾ വേണമെന്നാണോ നീ കരുതുന്നത്? അവൾ അവൻ്റെ ചെവിയിൽ നുള്ളി. അങ്ങനെയല്ലടോ, ഇതെൻ്റെ ഒരു സന്തോഷം. നീ എന്നെ മിസ് ചെയ്യില്ലേ? എൻ്റെ പൊന്നതിഥി, നീ എന്നെ അത് ഓർമ്മിപ്പിക്കരുത്. നീ ഇല്ലാതെ എങ്ങനെയാണ് ഒരാഴ്ച തള്ളി നീക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല. 1000 വട്ടം പോകണ്ട എന്ന് പറയാൻ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ ഞാനിതൊക്കെ പറഞ്ഞ് നിന്നെ വിട്ടാൽ നിനക്കൊരു സമാധാനം ഉണ്ടാകില്ല. എവിടെ പോയാലും നീ എന്നെ ഓർത്തിരിക്കും. ഞാൻ നിന്നെ മിസ് ചെയ്യും എന്നത് ശരിയാണ്. അതുകൊണ്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിനക്കും വിഷമമാവും. നമുക്കെല്ലാവരും വേണ്ടേ? ഫ്രണ്ട്സും ഫാമിലിയും ഞാനും നീയും എല്ലാം. അതുകൊണ്ട് അവിടെ പോയി അടിച്ചു പൊളിച്ചിട്ട് ോടും കണ്ണനോടും എൻ്റെ അന്വേഷണം പറയണം. സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് വിളിക്കണം. ഉള്ളിലെ വിഷമം പരമാവധി പുറത്ത് കാണിക്കാതിരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ചെറുതായി നീങ്ങി തുടങ്ങിയപ്പോൾ അവളുടെ കയ്യിൽ അമർത്തി ചുംബിച്ച് അവൻ കൈവീശി യാത്ര പറഞ്ഞു. പിന്നെ ദേവുവിൻ്റെ കാര്യമോർത്ത് വിഷമിക്കേണ്ട, അവളെ ഞാൻ നോക്കാം, അവൻ വിളിച്ചു പറഞ്ഞു. അവൻ കാഴ്ചയിൽ നിന്നും മറിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾക്ക് കണ്ണു നിറഞ്ഞു. ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. അവൻ്റെ ചിരി, മണം, ചേർത്ത് നിർത്തലുകൾ, അതിനെല്ലാം ലോകത്ത് മറ്റെന്തിനേക്കാളും വിലയുള്ളതുപോലെ. അതെ, നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ, നമ്മെക്കുറിച്ച് ഓർക്കാൻ, സ്നേഹിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നതിന് പകരം വെക്കാൻ കഴിയുന്ന സന്തോഷം മറ്റെന്താണുള്ളത്? പിറ്റേന്ന് രാവിലെ 8 മണിയോടെ ട്രെയിൻ കണ്ണൂരെത്തി. ഇപ്പോഴത്തെയും പോലെ സ്റ്റേഷനിൽ അച്ഛൻ അവളെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ കാത്തിരിപ്പാണ് എല്ലാ മടങ്ങി വരവുകൾക്കും അർത്ഥം നൽകുന്നത് എന്നവൾക്ക് തോന്നി. ഇതെന്താ അമ്മു, കയ്യിൽ പൂവൊക്കെ ആയിട്ട്? ബാംഗ്ലൂരിൽ നീ പൂക്കച്ചവടം തുടങ്ങിയോ? അച്ഛൻ കയ്യിലെ ബാഗ് വാങ്ങുന്നതിനൊപ്പം പൂക്കൾ കൂടെ വാങ്ങി കയ്യിൽ പിടിച്ചു. ട്രെയിനിൽ നിന്ന് വാങ്ങിയതാ, നല്ല ഭംഗിയില്ലേ? നമുക്ക് വീട്ടിൽ വെക്കാം. ഇനി വരുന്ന ദിവസങ്ങളിൽ പറയാൻ പോകുന്ന 1000 കള്ളങ്ങളുടെ തുടക്കമെന്നോണം അവൾ പറഞ്ഞു. ഞാൻ വരുന്നുണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണോ എല്ലാവരും സ്ഥലം വിട്ടത്? ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിയപ്പോൾ ആരെയും കാണാത്തതിനാൽ അല്പം വിഷമത്തോടെ അവൾ ചോദിച്ചു. എൻ്റെ അമ്മോ, നീ ഇനി ഇതും പറഞ്ഞ് അമ്മയോട് വഴക്കിടാൻ നിൽക്കണ്ട. ചെറിയച്ഛൻ്റെ വീട്ടിൽ ഒരുപാട് വിരുന്നുകാർ വരുന്നതല്ലേ. പിന്നെ എന്തൊക്കെയോ പണികൾ ബാക്കിയുണ്ട്. അമ്മയും അപ്പവും അവിടെയാണ്. ഞാനും അങ്ങോട്ട് പോവുക. നീ കുളിച്ചിട്ട് അങ്ങോട്ട് വാ. വീട്ടിലെത്തിയ കാര്യം ശരണ്യയും സാക്ഷിയും വിളിച്ചു പറഞ്ഞ് കിണർ വെള്ളത്തിൽ നന്നായി 1 കുളിച്ചു. അലമാരയിൽ നിന്നും പഴയൊരു ജീൻസും ടോപ്പും എടുത്തിട്ട് അവൾ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് നടന്നു. 2 മണിക്കൂർ യാത്രയുണ്ട്. 2 മണിക്കൂർ കൊണ്ട് അവൾ 2 ദിവസം കൊണ്ട് 2 സ്ഥലം കവർ ചെയ്യും. 2 മണിക്കൂർ കൊണ്ട് അവൾ 2 ദിവസം കൊണ്ട് 2 സ്ഥലം കവർ ചെയ്യും. 2 മണിക്കൂർ കൊണ്ട് അവൾ 2 ദിവസം കൊണ്ട് 2 സ്ഥലം കവർ ചെയ്യും. 2 മണിക്കൂർ കൊണ്ട് അവൾ 2 ദിവസം കൊണ്ട് 2 സ്ഥലം കവർ ചെയ്യും. 2 മണിക്കൂർ കൊണ്ട് അവൾ 2 ദിവസം കൊണ്ട് 2 സ്ഥലം കവർ ചെയ്യും. 2 മണിക്കൂർ കൊണ്ട് അവൾ 2 ദിവസം കൊണ്ട് 2 സ്ഥലം കവർ ചെയ്യും. 2 മണിക്കൂർ കൊണ്ട് അവൾ 2 ദിവസം കൊണ്ട് 2 സ്ഥലം കവർ ചെയ്യും. 2 മണിക്കൂർ കൊണ്ട് അവൾ 2 ദിവസം കൊണ്ട് 2 സ്ഥലം കവർ ചെയ്യും. 2 മണിക്കൂർ കൊണ്ട് അവൾ 2 ദിവസം കൊണ്ട് 2 സ്ഥലം കവർ ചെയ്യും. 2 മണിക്കൂർ കൊണ്ട് അവൾ 2 ദിവസം കൊണ്ട് 2 സ്ഥലം കവർ ചെയ്യും. 2 മണിക്കൂർ കൊണ്ട് അവൾ
ആരാണ് പറയാമോ? അടുക്കളയിൽ സാമ്പാറിന് കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരുന്ന ചിറ്റയുടെ കണ്ണ് അവൾ പുറകിൽ നിന്നും പൊത്തിപ്പിടിച്ചു. അമ്മോ, നീ എപ്പോൾ ലാൻഡ് ചെയ്തു? ചിറ്റ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചോ? അവൾ നിരാശയോടെ മുഖം ചുളിച്ചു. നീയല്ലാതെ ഇവിടെ ആരാണമ്മോ എൻ്റെ അടുത്ത് ഇതൊക്കെ ചെയ്യാൻ? ഞാൻ ഇതൊന്ന് തീർത്തിട്ട് വരാം, നമുക്കൊന്ന് ഇരിക്കണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചിറ്റ വേഗത്തിൽ കഷ്ണങ്ങൾ അരിഞ്ഞു. നിനക്കിതല്ലാതെ വേറെ ഒന്നും ഇടാൻ കിട്ടിയില്ലേ അമ്മോ? ഇത്രയും ആളുകളുള്ളതല്ലേ? അലമാരയിൽ എന്തോരം ചുരിദാറുണ്ട്, അതിലേതെങ്കിലും ഇട്ടാൽ പോരെ? ചിറ്റയുമായി സംസാരിച്ച് നിന്ന് അവളെ കണ്ടപാടെ അമ്മ ചോദിച്ചു. അമ്മയ്ക്ക് ഈ വയർ കാണുന്ന സാരി അല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ലേ ഉടുക്കാൻ? അവളും വിട്ടുകൊടുത്തില്ല. നീ ഇങ്ങനെ മൂത്തവരോട് തർക്കുത്തരം പറഞ്ഞു നടന്നോ? കഴിക്കാനൊന്നും വേണ്ടേ നിനക്ക്? വാ, ഞാൻ ഭക്ഷണം എടുത്തു തരാം. അമ്മ അവളെയും വലിച്ച് അടുക്കളയിലേക്ക് നടന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലായതിനാൽ കുടുംബക്കാരോട് വിശേഷങ്ങൾ പറഞ്ഞ് അവൾക്ക് മതിയായി. വീടെല്ലാം ചുറ്റിക്കണ്ട് പിള്ളേരുടെ കൂടെ കുറച്ചു നേരം കളിച്ചു. അടുക്കളയിൽ കയറി ചെറുതായി സഹായിച്ചു. പെയിന്റ് അടിച്ച ചുമരിൽ ചാരി നിന്ന് ഡ്രസ്സിൽ മുഴുവൻ പെയിന്റ് ആക്കിയതിന് അച്ഛനോട് ചീത്തയും കേട്ട് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവൾ മാറി നിന്ന് ശരണിനെ വിളിച്ചു. അവനോട് വിശേഷങ്ങൾ പറയുന്നതിനിടയ്ക്കാണ് ചിറ്റ കയറി വന്നത്. സംസാരിക്കുവാണെങ്കിൽ നടക്കട്ടെ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഹേയ്, അതൊന്നുമില്ല, ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വിളിച്ചതാ. അവൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. നിനക്കിപ്പോൾ തന്നെ ഇവിടെ ബോറടിച്ചു അമ്മു? ചിറ്റ മുകളിലത്തെ സിറ്റ് ഔട്ടിലുണ്ടായ പൊടി ഷാൾ കൊണ്ട് തുടച്ച് അവിടെ ഇരുന്നു. എനിക്കറിയില്ല, പണ്ടൊക്കെ കുടുംബത്തിൽ ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. പുതിയ ഡ്രസ്സ് എടുക്കാം, എല്ലാവരെയും കാണാം, കുറേ പലഹാരങ്ങൾ, കളിക്കാൻ കസിൻസ്, ബഹളം, എല്ലാം ഒരു ആഘോഷം പോലെയായിരുന്നു. പക്ഷേ വലുതാവുമ്പോൾ അതിലൊന്നും ഒരു സന്തോഷം കിട്ടാത്ത പോലെ തോന്നുന്നു. ഇവിടെ വന്നാൽ അമ്മായിമാരുടെ വക കുറച്ച് ബോഡി ഷേവിങ്, കല്യാണമായില്ലേ എന്ന ചോദ്യം, അമ്മയുടെ വക അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന താക്കീത്, പിന്നെ പണ്ട് ഓടി നടന്ന് കളിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഫോണിൻ്റെ മുന്നിലും. ഞാനിപ്പോൾ എൻ്റേതല്ലാത്ത ഒരു സ്ഥലത്ത് വന്നിരിക്കുന്ന ഫീലാണ് എനിക്ക്. പിന്നെ ഒരു ചടങ്ങ് പോലെ വരും, തല കാണിച്ചു പോകും. ഇടയ്ക്ക് തോന്നും കുട്ടിയായിരുന്നാൽ മതിയായിരുന്നുവെന്ന്. ഒന്നും അറിയണ്ട, ഒന്നും മനസ്സിലാക്കാനും കഴിവില്ല. അപ്പോൾ എല്ലാം നല്ലതായി തോന്നും. ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാവും അമ്മു. പിന്നെ ഇതാണ് ജീവിതമെന്ന് കരുതി നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ആവും. ചിറ്റയ്ക്കും മടുപ്പ് തോന്നാറുണ്ടോ? എനിക്ക് മടുപ്പ് തോന്നിയിട്ട് എന്ത് കാര്യം? സ്വന്തം വീട്ടിലെ അനിയൻ്റെ കല്യാണത്തിന് വരെ വിരുന്നുകാരിയെ പോലെയാണ് ഞാൻ കയറി ചെന്നത്. കെട്ടിച്ചു വിട്ടാൽ പിന്നെ ഭർത്താവിൻ്റെ വീടാണ് നമുക്ക് സ്വന്തം എന്നാണ് ചെറുപ്പം മുതലേ പഠിപ്പിച്ചു വെക്കുക. പക്ഷേ അവിടെയുള്ളവർക്ക് നമ്മൾ പുറത്തു നിന്ന് വന്നവരാണ്. ഏതാണ് സ്വന്തമെന്ന് പോലും ഉറപ്പില്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് എവിടെ പോയാലും അതിനനുസരിച്ച് നമ്മൾ അങ്ങ് മാറും. നമുക്കിഷ്ടമുണ്ടോ മടുപ്പുണ്ടോ എന്നൊക്കെ ആരാണ് അമ്മു അന്വേഷിക്കുന്നത്? ഇപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ അമ്മ ഹാപ്പിയാണോ എന്ന് നീ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എങ്കിൽ തന്നെ അവരത് സമ്മതിച്ചു തരാനും പോണില്ല. എന്നാലല്ലേ മക്കളെയും ഇതുപോലെ സന്തോഷമുള്ള ജീവിതം സ്വപ്നം കണ്ട് ഇറക്കി വിടാൻ കഴിയൂ. ഒരുവിധം എല്ലാ സ്ത്രീകൾക്കും സ്വന്തം മനസാക്ഷിയോട് വരെ സത്യസന്ധരായിരിക്കാൻ പേടിയാണ്. എന്താണ് നാത്തൂനും ചിറ്റയും കൂടെ ഒരു കുശലം പറച്ചിൽ? എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം ഒടുവിൽ ഭക്ഷണം കഴിച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഒന്ന് ഫ്രീ ആയപ്പോൾ അമ്മായി മുകളിലോട്ട് കയറി വന്നു. ഞാനിവളുടെ ബാംഗ്ലൂർ വിശേഷം തിരക്കുകയായിരുന്നു. ചിറ്റ കാല് മാറ്റി അമ്മായിക്ക് ഇരിക്കാൻ സ്ഥലം നൽകി. കണ്ണൻ പറഞ്ഞല്ലോ അമ്മു അവിടെ അടിച്ചു പൊളിക്കുകയാണെന്ന്. അടുത്ത തവണ ഞാനും വരാം അവൻ്റെ കൂടെ. ഈ അടുക്കളയിൽ കിടന്ന് എനിക്ക് മടുത്തു. ഒരു മാറ്റമൊക്കെ വേണ്ടേ? ഓ, അതിനെന്താ, അമ്മായും അമ്മാവനും കൂടെ വാ. പറഞ്ഞ പോലെ കണ്ണനെ കണ്ടില്ലല്ലോ, അവനെവിടെ? അവൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇന്നലെ. അവർക്കെന്തോ പ്രോജക്റ്റ് ഉണ്ടത്രേ, അതിൻ്റെ പണിയില്ല. പഠിത്തം കഴിഞ്ഞ് ജോലി നോക്കുന്ന അവൻ എന്ത് പ്രോജക്റ്റ്? ഞാനൊന്ന് അവനെ കണ്ടിട്ട് വരാം, നിങ്ങൾ സംസാരിച്ചിരിക്കെ. അവൾ ഫോൺ എടുത്ത് താഴേക്ക് ഇറങ്ങി. കുടുംബക്കാരുടെ എല്ലാം വീട് അടുത്തടുത്തായതുകൊണ്ട് എന്ത് വിശേഷം ഉണ്ടായാലും എല്ലാവരും ഒരുമിച്ച് കാണും. പണ്ടൊക്കെ ഇതിലെ എത്ര ഒളിച്ചു കളിച്ചിട്ടുള്ളതാണെന്ന് വാഴത്തോപ്പിലൂടെ കണ്ണൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾ ഓർത്തു. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ വീടുകളിലെയും പോലെ ചവിട്ടിക്കുള്ളിൽ തന്നെയാണ് കാലങ്ങളായി ഇവിടെയും വീടിൻ്റെ ചാവി വെക്കുന്നത്. അവൾ ചാവി എടുത്ത് ഡോർ തുറന്ന് കണ്ണനെ നീട്ടി വിളിച്ചു. മുകളിലെ അവൻ്റെ റൂമിൽ ഉച്ചത്തിൽ പാട്ട് വെച്ചതിനാൽ വിളിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയപ്പോൾ അവൾ മുകളിലേക്ക് കയറി ചെന്ന് ഡോർ തള്ളി തുറന്നു. കട്ടിലിൽ പരസ്പരം ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരുന്ന കണ്ണിനെയും നിഹാലിനെയും കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ വാതിൽ അതേപോലെ വലിച്ചടച്ച് വേഗത്തിൽ പടികളിറങ്ങി. അമ്മു ചേച്ചി, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുക, ഞാനൊന്ന് പറയട്ടെ. ഞാൻ ധൃതിയിൽ ഷർട്ട് എടുത്തിട്ട് അവൾക്ക് പിറകെ ഓടി. അവളെ തടഞ്ഞു നിർത്തി മുൻവശത്തെ ഡോറിന് ചാരി നിന്നു. കണ്ണാ, നീ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ആ ഷോക്ക് മാറാതെ സംശയത്തോടെ അതിഥി ചോദിച്ചു. ചേച്ചി വാ, ഇവിടെ ഇരിക്ക്, എന്നിട്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അവൻ അവളെ പിടിച്ച് സോഫയിലിരുത്തി. എനിക്ക് അവനെ ഇഷ്ടമാണ്, അവൻ എന്നെയും. വെറുതെ തമാശയ്ക്കോ സമയം കളയാനോ വേണ്ടിയല്ല. വി ആർ ഇൻ ലവ്. എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ മുതൽ തുടങ്ങിയ ബന്ധമാണ്. ഇപ്പോൾ 4 വർഷമായി. എനിക്ക് അവനില്ലാതെ പറ്റില്ല ചേച്ചി. എനിക്ക് ഇത് ആരോടും പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. മറ്റുള്ളവർ എങ്ങനെ എടുക്കും എന്നെനിക്കറിയില്ല. നീ എൻ്റെ അടുത്ത് ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്നറിഞ്ഞപ്പോൾ എനിക്കെന്തോ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. അമ്മാവനും അമ്മായിക്കും അറിയോ ഈ കാര്യം? അവരറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചേച്ചിക്ക് അറിയാലോ. എനിക്ക് പേടിയാ പറയാൻ. ചേച്ചി ഇതാരോടും പറയരുത് പ്ലീസ്.
അവൻ അതിഥിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബാംഗ്ലൂർ വന്നപ്പോൾ ചേച്ചിയോട് എല്ലാം പറയാമെന്ന് ഞാൻ പറഞ്ഞതാ. ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. ചേച്ചി എങ്ങനെ എടുക്കുമെന്ന് അറിയില്ലല്ലോ. നിഹാൽ കുറ്റബോധത്തോടെ അല്പം മാറി നിന്നുകൊണ്ട് പറഞ്ഞു. കണ്ണാ, നീ എപ്പോഴും എൻ്റെ അനിയനാണ്. നിനക്കൊരു ഗേ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൽ മാറ്റമൊന്നും വരില്ല. ഞാനിത് ആരോടും പറയില്ല. പക്ഷേ ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അതിനൊരവസരം കൊടുക്കണ്ട. അവൾ അവരെ രണ്ടുപേരെയും സമാധാനിപ്പിച്ചു. അന്ന് രാത്രി മുഴുവനും അതിഥി ആലോചിച്ചത് കണ്ണനെക്കുറിച്ചാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ നിനക്കൊന്ന് പ്രണയിക്കാൻ പോലുമുള്ള ധൈര്യമില്ലടോ എന്ന് എത്രയോ തവണ അവനെ കളിയാക്കിയതിൽ അവൾക്ക് കുറ്റബോധം തോന്നി. അമ്മു, നിനക്കൊരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇവിടുത്തെ പരിപാടികളുടെ തിരക്കിൽ നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടിയിട്ടില്ല. വീട്ടുതാമസമെല്ലാം കഴിഞ്ഞ് രാത്രി ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിഥിക്കരികെ അമ്മ അല്പം വിഷമത്തോടെ വന്നിരുന്നു. എനിക്ക് ലീവ് ഇല്ലാഞ്ഞിട്ടല്ലേ അമ്മേ? അടുത്ത തവണ വരുമ്പോൾ കുറേ ദിവസം നിൽക്കാം പോരെ? അടുത്ത തവണ വരുമ്പോൾ അങ്ങനെ നിന്നാൽ മാത്രം പോരാ, നമുക്ക് നിന്റെ കല്യാണം നോക്കണം. അതെ, ചേച്ചിയുടെ കല്യാണത്തിന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിക്കാനുള്ള ഇടയ്ക്ക് കയറി പറഞ്ഞു. ഫ്രണ്ട്സ് ആണോ അതോ ഗേൾ ഫ്രണ്ട് ആണോ? നിന്റെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് ഒന്നും ആരും കാണുന്നില്ല എന്നാണോ വിചാരം? അതിഥി ട്രാവലർ ബാഗ് പാക്ക് ചെയ്ത് മാറ്റിവെച്ചു. ചേച്ചിക്ക് മഞ്ഞപ്പിത്തം ഉള്ളതുകൊണ്ട് എല്ലാം മഞ്ഞയായിട്ടേ കാണൂ. അതെൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ മുഖം വീർപ്പിച്ച് മുറിയിൽ നിന്നിറങ്ങിപ്പോയി. അമ്മു, ഇന്നലെ പരിപാടിക്ക് വന്ന ഒരു കൂട്ടർ ചോദിച്ചു നിന്നെ. നമുക്ക് അത് ആലോചിച്ചാലോ? അമ്മ, എനിക്കൊരു 6 മാസം സമയം താ. അടുത്ത തവണ വരുമ്പോൾ ഞാൻ തന്നെ ചെക്കനെയും കൊണ്ടുവരാം. അയ്യടാ, അങ്ങനെ നീ കൊണ്ടുവരുന്ന ചെക്കനെയൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ തീരുമാനിക്കും. നീ വന്ന് കിട്ടിയാൽ മതി. ഈ കാര്യത്തിൽ ഒരുപാട് സംസാരിച്ചാൽ അതൊരു വലിയ വഴക്കിൽ കലാശിക്കുമെന്ന് നല്ല ഉറപ്പുള്ളതിനാൽ അവൾ കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നെ ശരണിനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയാൽ ചോക്ലേറ്റ് സിനിമയിൽ പറയുന്ന പോലെ അമ്മ വിളക്കെടുക്കും എന്ന് അവൾക്കുറപ്പായിരുന്നു. അതൊന്നുമില്ലെങ്കിലും മറ്റുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ശരണിൻ്റെ കഴിവിൽ അവൾക്ക് നല്ല വിശ്വാസമുണ്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം തൻ്റെ കണ്ണിൽപ്പെടാതെ മാറി നടക്കുന്ന കണ്ണനെ വീട്ടിൽ പോയി കണ്ട് യാത്ര പറഞ്ഞാണ് അവൾ പിറ്റേന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചത്. ഇത്രയുമാണ് ഈ ഭാഗത്തിൽ. അടുത്ത ഭാഗം 20 അത് വായിക്കുകയാണ്. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കാത്ത് ഓർക്കിഡ് കിട്ടാതെ വിഷമിച്ച് നിന്ന ചരണിനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. തൻ്റെ എല്ലാ സന്തോഷങ്ങളും പൂർണ്ണമാകാൻ അവൻ്റെ നെഞ്ചിലെ ചൂടിലാണെന്ന് അവൾക്ക് തോന്നി. വീടായി മാറുന്ന ചില മനുഷ്യരുണ്ട്. സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും വഴക്കുകൾക്കും ഒക്കെ ഒടുവിൽ നമുക്ക് നമ്മളായി ഇരിക്കാൻ കഴിയുന്ന സ്നേഹവും സംരക്ഷണവും ഒരുപോലെ ലഭിക്കുന്ന ചിലയിടങ്ങൾ. ബൈക്കിൽ അവനെ കെട്ടിപ്പിടിച്ച് ചേർന്നിരിക്കുമ്പോൾ എന്തോ അവൾക്ക് വെറുതെ കണ്ണു നിറഞ്ഞു. ദേവു എവിടെ? ഹോസ്റ്റലിൽ എത്തിയ പാടെ ബാഗെല്ലാം അലക്ഷ്യമായി കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞ് ഉറക്കം മാറാതെ വീണ്ടും കിടക്കാൻ പോയ സാക്ഷിയെ കുലുക്കി വിളിച്ച് അവൾ ചോദിച്ചു. അവൾ അവളുടെ റൂമിൽ കാണും. പക്ഷേ നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട. ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ടായി. അതിൻ്റെ ബാക്കിയുള്ള കരച്ചിലും പരിപാടികളും ഒക്കെയായി ഒരുവിധം കഷ്ടപ്പെട്ടാണ് ഞാൻ ഇന്നലെ അവളെ ഉറക്കിയത്. കുറച്ചു നേരം കൂടി കിടന്നോട്ടെ. ഞാനും ലേറ്റായാണ് ഉറങ്ങിയത്. നീ എന്നെയും ശല്യം ചെയ്യരുത്. ഓഫീസിൽ പോയിട്ട് വൈകുന്നേരം വാ, എല്ലാം വിശദമായി പറയാം. അവൾക്ക് തിരിച്ചൊരു ചോദ്യത്തിന് ഇടം കൊടുക്കാതെ സാക്ഷി പുതപ്പ് തലവഴി മൂടി. ഇനി അവളോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതിനാൽ അതിഥി കുളിച്ച് റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങി. കഴിഞ്ഞ ദിവസത്തെ ഒരുപാട് പെൻഡിങ് വർക്കുകൾ ഉണ്ടായതിനാൽ ലഞ്ച് ടൈമിൽ കണ്ടതല്ലാതെ ആദിയോടും ഗീതച്ചേച്ചിയോടും ഒന്നും കാര്യമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ 8 മണി കഴിഞ്ഞതിനാൽ ശരണിനോട് കാത്തു നിൽക്കണ്ടെന്ന് പറഞ്ഞ് അവൾ ഹോസ്റ്റലിലേക്ക് ഓട്ടോ വിളിച്ചു. റൂമിൽ കയറാതെ അവൾ നേരെ ദേവുവിൻ്റെ മുറിയിലെത്തി വാതിലിൽ കൊട്ടി. ഇതെന്ത് കോലമാണ് ദേവു? നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ക്ഷീണിച്ച് അവശയായ ദേവുവിൻ്റെ മുഖം പിടിച്ചുയർത്തി അതിഥി ചോദിച്ചു. എനിക്ക് പേടിയാ ചേച്ചി, അവൻ എന്നെ കൊല്ലും. അവൾ അതിഥിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കൊല്ലാനോ? നീ എന്താ പറയുന്നേ? അതിഥിക്ക് കാര്യം മനസ്സിലായില്ല. അവനുമായി ഇനി ഒരു ബന്ധത്തിന് താല്പര്യമില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ആദ്യം 2 ദിവസം ഒരുപാട് കരഞ്ഞും മാപ്പ് പറഞ്ഞുമൊക്കെ വന്നു. ഇനി ഇതൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് കൈയൊക്കെ മുറിച്ചു കാണിച്ചു. എന്നിട്ടും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് കണ്ടപ്പോൾ കൊല്ലും, ആസിഡ് ഒഴിക്കുമെന്നൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ അവനെ തേച്ചിട്ട് ഞാൻ സന്തോഷമായി ജീവിക്കേണ്ട എന്ന് പറഞ്ഞാണ് ബഹളം. ദിവസം അവൻ ഹോസ്റ്റലിൻ്റെ മുന്നിൽ വന്ന് കുറേ എന്നെ ചീത്ത വിളിച്ചു. വാർഡൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് പോയത്. അവന് വാശിയാ. ചേച്ചി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും. ഇത്രയും നടന്നിട്ടും നിങ്ങളെന്താ എന്നോടൊരു വാക്ക് പറയാഞ്ഞത്? ഞാനാ ചരൺ ചേട്ടനോടും സാക്ഷി ചേച്ചിയോടും പറഞ്ഞത് ഒന്നും പറയണ്ട എന്ന്. നാട്ടിൽ പോയിട്ട് കുറച്ച് സമാധാനത്തോടെ ഇരുന്നോട്ടെ എന്ന് കരുതി. ദേവു, നീ പേടിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. പിന്നെ ഈ പറയുന്ന പോലെ കൊല്ലാനുള്ള ധൈര്യമൊന്നും അവനില്ല. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവർ ഒരിക്കലും അത് ചെയ്യത്തുമില്ല. അവനും ഇല്ലേ കുടുംബം? എന്തോർത്തില്ലെങ്കിലും അവൻ അതോർക്കും. പക്ഷേ അവനെ പേടിച്ച് നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷേ ബാംഗ്ലൂർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ചിലപ്പോൾ നമ്മളെ പിടിച്ച് ജയിലിലിടും അവർ. നിനക്ക് ഇപ്പോൾ സ്റ്റഡി ലീവ് അല്ലേ? കുറച്ചു കാലം നാട്ടിൽ പോയി നിന്നൂടെ? തൽക്കാലം അവൻ്റെ ദേഷ്യം ഒന്ന് അടങ്ങുന്നത് വരെ. നാട്ടിൽ ഞാൻ പോകില്ല ചേച്ചി. എന്നെ കണ്ടാൽ അച്ഛനും അമ്മയ്ക്കും സംശയം തോന്നും.
എനിക്ക് അവരെ വേദനിപ്പിക്കാൻ വയ്യ. തൽക്കാലം നീ ഇവിടെ ഇരുന്ന് പഠിക്ക്. അടുത്ത ആഴ്ചയല്ലേ എക്സാം, കൊണ്ടുപോകാൻ നിന്നെ കോളേജിൽ. അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാലോ. നീ ഇത്രയും കഷ്ടപ്പെട്ട് പൈസ മുടക്കി ഇവിടെ പഠിക്കാൻ വന്നത് ഇവനെ പേടിച്ച് ഒളിച്ചിരിക്കാനല്ല. നല്ല കുട്ടിയായിട്ട് പോയി കുളിച്ചു വാ. നമുക്കിന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാം. ഞാൻ സാക്ഷിയെയും വിളിക്കട്ടെ. അതിഥി അവളുടെ കവളിൽ ഉമ്മ വെച്ച് സാക്ഷിയെ വിളിക്കാൻ താഴേക്കിറങ്ങി. എത്രയോ ദിവസത്തിന് ശേഷം ഇന്നാണ് ദേവു ഒന്ന് ചിരിച്ചു കാണുന്നത്. എന്ത് കഷ്ടമാണ് ആ കുട്ടിയുടെ അവസ്ഥ. ഒന്ന് സ്നേഹിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ജീവൻ പോലും ഇല്ലാതാകുമെന്ന് പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയില്ലേ. അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭക്ഷണം കഴിച്ച് റൂമിലെത്തി ഡ്രസ്സ് മാറുന്നതിനിടെ സാക്ഷി പറഞ്ഞു, എല്ലാ കാമുകന്മാരും സിദ്ധിനെ പോലെ നല്ലവരാകില്ലല്ലോ. ഇനി ജീവിതത്തിൽ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അവൾ 1000 വട്ടം ആലോചിക്കും. ഇനി അവൾക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അത്രയ്ക്ക് ട്രോമയുണ്ട് ആ കുട്ടിക്ക്. അതിഥി വിഷമത്തോടെ സാക്ഷിയുടെ ബെഡിൽ വന്നിരുന്നു. എടോ, എത്ര കാലമായി നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട്? നമുക്കിന്ന് ഒരുമിച്ച് സിനിമ കണ്ടാലോ? എനിക്കൊരു പുതിയ ഗോസ്റ്റ് പടം കിട്ടിയിട്ടുണ്ട്. സാക്ഷി ലാപ്ടോപ്പ് എടുത്തു. സെറ്റ്, ഞാൻ റെഡി. അതിഥി ലൈറ്റ് ഓഫ് ചെയ്ത് ചിപ്സും പലഹാരങ്ങളും എടുത്ത് പടം കാണാൻ റെഡിയായി. പടം കണ്ട് എപ്പോഴാണ് ഉറങ്ങിയതെന്ന് ഓർമ്മയില്ല. തുടർച്ചയായി ഫോൺ അടിക്കുന്നത് കേട്ട് അവൾ പാതി ഉറക്കത്തിൽ ഫോൺ തപ്പി. ശരണിൻ്റെ കോളാണ്. സമയം 4 മണിയാവുന്നതേ ഉള്ളൂ. അവൻ എന്താണ് ഈ സമയത്ത്? അവൾ അല്പം പേടിച്ച് ഫോൺ എടുത്തു. ഈ സമയത്തൊക്കെ പ്രിയപ്പെട്ടവരുടെ ഫോൺ കോൾ വന്നാൽ ഉള്ളിലൊരു ആദിയാണ്. അതിഥി, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. സാക്ഷിയെ ഉണർത്തണ്ട. നീ പുറത്തേക്ക് വാ. ഞാൻ ഹോസ്റ്റലിന് പുറത്തുണ്ട്. നമുക്കൊരു സ്ഥലം വരെ പോകാം. അവൾ കാര്യം ചോദിക്കുന്നതിന് മുൻപേ അവൻ ഇങ്ങോട്ട് കയറി പറഞ്ഞു, നിനക്കെന്താ വട്ടാണോ? സമയം എന്തായി എന്നറിയോ? അവൾ ഉറക്കം മാറാതെ കണ്ണു തിരുമ്മി. ഇറങ്ങി വരിക എന്നല്ലാതെ നിനക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. നീ വരാതെ ഞാൻ എവിടെയും പോവില്ല. എത്ര പെട്ടെന്ന് വരുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് പോകാം. അവനോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് നന്നായി അറിയാവുന്നതിനാൽ അവൾ മുഖം കഴുകി ഡ്രസ്സ് മാറി സാക്ഷിയെ ഉണർത്താതെ മുറി പൂട്ടി മതിൽ ചാടി പുറത്തെത്തി. വേഗം കയറിക്കോ, സമയമില്ല. ഇപ്പോൾ പോയാലേ സമയത്തെത്തുള്ളൂ. എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും ചോദിക്കണ്ട. അവിടെ എത്തുമ്പോൾ അറിഞ്ഞാൽ മതി. നിനക്ക് എന്തായാലും ഇഷ്ടമാകും. അവൻ കയ്യിൽ കരുതിയ ഹെൽമെറ്റ് അവൾക്ക് നീട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പണ്ടിങ്ങനെ ഒരു ചായ കുടിക്കാൻ നീ ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ നമുക്കിതൊക്കെ മിസ്സായനെ അല്ലേ? അവൻ്റെ അരയിൽ ചുറ്റിപ്പിടിച്ച് അവളുടെ കയ്യിൽ അവൻ മുറുകെ പിടിച്ചു. നമ്മൾ വല്ല കാട്ടിലേക്കോ മലയിലേക്കോ ആണോ പോകുന്നേ? 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഒരു ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തിയപ്പോൾ ചുറ്റും മഞ്ഞു മൂടിക്കിടന്ന വലിയ മലകൾ നോക്കി അവൾ ചോദിച്ചു, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ബൈക്കിന് പിറകിൽ തണുത്ത് വിറച്ചിരുന്ന അവൾ അതിന് മറുപടി പറയാതെ അവനെ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചു. പാർക്കിങ്ങിൽ വണ്ടി നിർത്തി വെളിച്ചം വീഴാത്ത കല്ലും മണ്ണും പാറയും നിറഞ്ഞ വഴിയിലൂടെ അവൻ അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ഇനി ഒരുപാട് പോകാനുണ്ടോ? മല കയറി ക്ഷീണിച്ച് കിതപ്പോടെ അവൾ അവിടെ കണ്ട ഒരു മരത്തിൽ ചാരി നിന്നു. ഞാൻ എടുക്കണോ? അവളെ എടുത്തു പൊക്കാൻ വന്ന അവനെ തള്ളി മാറ്റി അവൾ മുന്നിലോടി. പാറയുടെ ഏറ്റവും മുകളിലെത്തി താഴോട്ട് നോക്കിയപ്പോൾ മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലെ തിളങ്ങുന്ന ബാംഗ്ലൂർ നഗരം കണ്ട് അതിശയത്തോടെ അവൾ ശരണിനെ തിരിഞ്ഞു നോക്കി. നന്ദി ഹിൽസ്. നീ പണ്ട് ഡയറിയിൽ മഹാദേവനോട് പറഞ്ഞില്ലേ, അവൻ്റെ കൈ പിടിച്ച് ബാംഗ്ലൂർ നഗരം ഉറങ്ങുന്നതും ഉണരുന്നതും നോക്കിക്കാണണമെന്ന്? തൽക്കാലം എൻ്റെ കൈ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. പക്ഷേ നീ കാണാൻ ആഗ്രഹിച്ച ആ കാഴ്ച അതിവിടെ കിട്ടും. സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകൾ അവൾ 2 കൈകൊണ്ടും പൊത്തിപ്പിടിച്ചു. എടോ, നിന്റെ ഈ കുഞ്ഞി ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുമ്പോൾ എനിക്കെന്ത് സന്തോഷമാണെന്നറിയോ? നിനക്കിങ്ങനെ ഒരുപാട് സർപ്രൈസ് തരണം. എൻ്റെ കുട്ടിയെ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് കാണണം. അവൻ അവളെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ഇനി കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കും. അപ്പോൾ നമുക്ക് തൊടാൻ കഴിയുന്ന ദൂരത്തിൽ താഴെ മേഘങ്ങൾ വന്നു നിൽക്കും. പാറമേൽ അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ചിരുന്ന അതിഥിയുടെ മുഖം അവൻ പിടിച്ചുയർത്തി. ഒരു നിമിഷം അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നെറ്റിയിൽ ഉമ്മ വയ്ക്കാൻ വന്ന അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി അവൾ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അവനോട് ചേർന്നിങ്ങനെ ഇരിക്കുമ്പോൾ ചുറ്റുമുള്ള ലോകം മുഴുവൻ ഇല്ലാതാകുന്നത് പോലെ തോന്നും. സ്നേഹത്തിന് മാത്രം തരാൻ കഴിയുന്ന ഒരു മാജിക്. രണ്ടാൾക്കും 10 മണിക്ക് ഓഫീസിൽ കയറേണ്ടതിനാൽ മനസ്സില്ലാ മനസ്സോടെ സൂര്യോദയം കണ്ട് അവർ തിരിച്ചിറങ്ങി. ഓഫീസിലെ 1 വർഷത്തെ പെർഫോമൻസ് റിപ്പോർട്ട് തയ്യാറാക്കലും മീറ്റിങ്ങുകളും ഒക്കെയായി ഒരാഴ്ച അതിഥി നല്ല തിരക്കിലായിരുന്നു. അങ്ങോട്ട് കാണാനേ ഇല്ല എന്ന ആൻറ്റിയുടെ പരാതി തീർക്കാൻ വെള്ളിയാഴ്ച ഓഫീസിൽ നിന്നിറങ്ങി അവൾ നേരെ അങ്ങോട്ട് പോയി. ശാലു പരീക്ഷ കഴിഞ്ഞു വന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. അവളെ ഉണർത്താതെ ആൻറ്റി ഉണ്ടാക്കിയ ചൂടുള്ള ഉഴുന്നുവടയും ചായയും എടുത്ത് അതിഥി ബാൽക്കണിയിൽ പോയിരുന്നു. അമ്മു, ഞാനൊരു വക്കീലിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ലീഗൽ കാര്യങ്ങളെല്ലാം അവർ നോക്കാമെന്ന് പറഞ്ഞു. കുറച്ച് ക്യാഷ് ചിലവാകും. എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ട്, അത് വിൽക്കാം. നാട്ടിലൊരു ടീച്ചിങ് ജോലിയും ശരിയായിട്ടുണ്ട്. 3 മാസം കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാം. ശാലുവിനും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു 3 മാസം കൂടിയേ ഞാൻ ഇവിടെ കാണും. നാട്ടിൽ പോയ ശേഷം ഡിവോഴ്സ് നോട്ടീസ് അയക്കും. ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്താൽ അത് പിന്നെ വലിയ വഴക്കാവും. കറിവേപ്പില ചെടിയുടെ വാടിയ ഇതളുകൾ പറിച്ചു മാറ്റുന്നതിനിടെ ആൻറ്റി പറഞ്ഞു, ആൻറ്റി സീരിയസ് ആയിട്ടാണോ ഈ പറയുന്നത്? വീട്ടിലെല്ലാവരും എന്ത് പറഞ്ഞു? വയസ്സുകാലത്ത് വീട്ടിൽ വന്ന് നിന്നാൽ
അവർക്ക് അഭിമാന പ്രശ്നമാണത്രേ. പിന്നെ ഭാവിയിൽ എൻ്റെ ഉത്തരവാദിത്തം ചേട്ടൻ ഏറ്റെടുക്കേണ്ടി വരുമോ എന്ന പേടിയും. അതുകൊണ്ട് വീട്ടിലേക്ക് ഞാൻ പോണില്ല. ഒരു വാടക വീട് നോക്കിയിട്ടുണ്ട്, അവിടേക്ക് മാറണം. എനിക്കറിയാം, സ്നേഹമോ അംഗീകാരമോ പണമോ ഒന്നുമില്ലാത്ത ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും എല്ലാം തുടങ്ങണമെന്ന്. പക്ഷേ അത് ഭയന്ന് ഈ നശിച്ച ജീവിതം തന്നെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒന്നുമില്ലെങ്കിലും മരിക്കുന്നതിന് മുൻപ് എനിക്ക് വേണ്ടി എനിക്കിഷ്ടമുള്ളതുപോലെ സമാധാനത്തോടെ കുറച്ചു കാലം ജീവിക്കാലോ. ആൻറ്റിയുടെ തീരുമാനം എന്തായാലും ഞാൻ കൂടെ ഉണ്ടാകും. ഒരിക്കലും ഒറ്റയ്ക്കായി എന്ന് തോന്നേണ്ട. അവൾ ആൻറ്റിയെ ചേർത്ത് പിടിച്ചു. അവിടെ നിന്നിറങ്ങി ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോൾ ആൻറ്റി ജീവിതത്തിൽ എടുത്ത ഏറ്റവും നല്ല തീരുമാനം ഇതാണെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ബന്ധങ്ങൾ തുടങ്ങുന്ന പോലെ അവസാനിപ്പിക്കുന്നതും നോർമലായ ഒരു കാര്യമായി സമൂഹം കണ്ടിരുന്നെങ്കിൽ ദാമ്പത്യത്തിൽ നിന്നും സന്തോഷം തേടി പലർക്കും മറ്റൊരാളോടൊപ്പം ഒളിച്ചോടേണ്ടി വരില്ലായിരുന്നു. ദേവുവിന് തേപ്പുകാരി എന്ന പേര് ഭയന്ന് ഇത്രയും കാലം അവനെ സഹിക്കേണ്ടി വരില്ലായിരുന്നു. ആരായാലും ബന്ധം തുടങ്ങാൻ ഒരു കാരണമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാനും ഒരു കാരണമുണ്ടാവും. ഇഷ്ടമുള്ള ഒരാൾ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് നമുക്ക് വേദന തന്നെയാണെങ്കിലും അതേ ഇഷ്ടത്തോടെ അവരുടെ തീരുമാനങ്ങളെ മാനിക്കാനും നാം എന്നാണ് പഠിക്കുന്നത്? രണ്ടുപേർ ബന്ധം അവസാനിപ്പിക്കുന്നു എന്നത് തീർത്തും നെഗറ്റീവായതോ അല്ലെങ്കിൽ ഒരു ക്രൈമായോ ആണ് ആളുകൾ കാണുന്നത്. ആ കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം വരേണ്ടതുണ്ട്. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് സന്തോഷമായിരിക്കൂ എന്ന് ആശംസിച്ച് രണ്ടുപേരെ ബന്ധങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നതിനോടൊപ്പം ഒത്തുപോകാൻ കഴിയാതെ വരുമ്പോൾ ഇറങ്ങി വരാനും അങ്ങനെ വരുമ്പോൾ അവരുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാതെ ചേർത്ത് നിർത്താനും നമുക്ക് കഴിയണം. രണ്ടുപേർ വേർപിരിയുമ്പോൾ പുതിയൊരു ജീവിതം കൂടിയാണ് അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത്. അതെ, ഒത്തുചേരൽ പോലെ എല്ലാ വേർപിരിയലുകളും മനോഹരമാണ്. കാലം ജീവിച്ച ഒരു ജീവിതം അത് തരുന്ന ഒരു കംഫോർട്ട് സോൺ. അതിൽ നിന്ന് പുറത്തു വരാൻ പലരും മടിക്കുന്നത് കൊണ്ടാണ് സഹിച്ചും ക്ഷമിച്ചും കരഞ്ഞുമൊക്കെ ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വരുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും വിശ്വാസമില്ലാത്തത് അവനെ തന്നെയാണ്. സ്വയം വിശ്വസിക്കാൻ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ എന്നെ വേദനകളിൽ നിന്നെല്ലാം സുഖമായി വരാൻ കഴിഞ്ഞേനെ എന്നവൾക്ക് തോന്നി. അതിഥി, നീ ഫോൺ ഡെസ്കിൽ വെച്ചിട്ടാണോ വന്നത്? കുറേ നേരമായി കിടന്ന് റിങ് ചെയ്യുന്നുണ്ട്. കഫേയിൽ ആദിക്കൊപ്പം ചായ കുടിച്ചുകൊണ്ടിരുന്ന അതിഥിക്കടുത്തേക്ക് ഗീത ചേച്ചി ഒരു കസേര വരിച്ചിട്ടിരുന്നു. അയ്യോ, ഫോൺ എടുക്കാൻ മറന്നു. മീറ്റിംഗ് വല്ലതും ഉണ്ടാവും. ആറിയ ചായ ഒറ്റ വലിക്ക് കുടിച്ച് ഡെസ്കിലേക്ക് ഓടി. ഫോണിൽ കണ്ണൻ്റെ 20-ൽ കൂടുതൽ മിസ് കോളുകൾ ഉണ്ടായിരുന്നു. ഇവൻ എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? അവൾ തിരിച്ച് ഡയൽ ചെയ്തു. ചേച്ചി, ഇവിടെ ആകെ പ്രശ്നമായി. അമ്മ ഞാനും നിഹാലും തമ്മിലുള്ള കാര്യമെല്ലാം അറിഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എനിക്ക് പേടിയാവുന്നു. കരഞ്ഞു ക്ഷീണിച്ച ശബ്ദത്തിൽ അവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. എന്ത്? അമ്മായി എങ്ങനെ അറിഞ്ഞു? അതിഥിയും ചെറുതായി ഒന്ന് ഞെട്ടി. എൻട്രി ചെയ്യാൻ ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ലാപ്പ് ഓണാക്കി കൊടുത്ത് പുറത്തു പോയി. തിരിച്ചു വന്നപ്പോൾ അമ്മ എൻ്റെ മുഖത്തടിച്ചു. ലാപ്ടോപ്പിൽ ഞങ്ങളുടെ കുറേ പേഴ്സണൽ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഉണ്ടായിരുന്നു. എന്നോട് സംസാരിക്കാൻ അമ്മ റെഡി ആവുന്നില്ല. കരഞ്ഞുകൊണ്ട് റൂമിലിരിക്കുക. അച്ഛൻ ഇവിടെയില്ല, നാളെ രാവിലെ വരും. അപ്പോൾ അമ്മ എല്ലാം പറയും. അതോടെ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ സൂക്ഷിക്കണമെന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ? അമ്മാവനറിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് നിനക്ക് നന്നായി അറിയാലോ. നിന്നെയും കൊല്ലും അവനെയും കൊല്ലും. എനിക്കറിയാം ചേച്ചി, എനിക്ക് അവനില്ലാതെ പറ്റില്ല. ഞാൻ അവനെ വിളിച്ച് എല്ലാം പറഞ്ഞു. തൽക്കാലം കുറച്ചു കാലം മാറി നിന്നാലോ എന്നാണ് അവൻ പറഞ്ഞത്. ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് ഒതുങ്ങുമ്പോൾ തിരിച്ചു വരാലോ. എങ്ങോട്ട് മാറി നിൽക്കാൻ? നിങ്ങളെങ്ങനെ ജീവിക്കും? അതിഥിക്ക് പെട്ടെന്ന് ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായില്ല. ഞങ്ങൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. അത്യാവശ്യം മാർക്കുമുണ്ട്. എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല. കുറച്ചു കാലം എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്നും ഇറങ്ങും. അല്ലെങ്കിൽ ഞാൻ ഈ വീടിൻ്റെ മുറ്റം പോലും കാണില്ല. അച്ഛനറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ബഹളങ്ങൾ നന്നായി അറിയുന്നത് കൊണ്ടാവാം സംസാരിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു. കണ്ണാ, നീയൊന്ന് അടങ്ങും. നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ നിനക്ക് എന്ത് സമാധാനമാണ് ഉണ്ടാവുക? ഞാൻ എന്തേലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. ഒരു 10 മിനിറ്റ് താ. ഫോൺ കട്ട് ചെയ്തപ്പോൾ മനസ്സിൽ വന്ന മുഖം ലയയുടേതാണ്. ലയയ്ക്ക് കണ്ണൻ്റെ കാര്യം അറിയാം. തൽക്കാലം ഡൽഹിയിൽ അവളുടെ അടുത്തേക്ക് ഇവരെ മാറ്റുന്നതാകും നല്ലത് എന്ന് അവൾക്ക് തോന്നി. ലയയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർക്ക് താമസ സൗകര്യവും ജോലിയും സെറ്റ് ചെയ്യാമെന്ന് ലയയും മെൽവിനും ഉറപ്പ് പറഞ്ഞു. കണ്ണ, നീ ഇന്ന് രാത്രി തന്നെ അമ്മായി കാണാതെ ഇറങ്ങിക്കോ. ലയയുടെ നമ്പറും അഡ്രസ്സും ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് വിളിച്ചാൽ അവർ പിക്ക് ചെയ്തോളൂ. നിഹാലിനെ വിളിച്ച് കാര്യം പറ. നീ ധൈര്യമായിട്ടിരിക്കുക, ചേച്ചി കൂടെയുണ്ട്. കണ്ണനെ വിളിച്ച് ആശ്വസിപ്പിച്ച് കാര്യമെല്ലാം പറഞ്ഞ് അവൾ ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങി. എടോ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ചിലപ്പോൾ അമ്മായി ഒന്നും പറയില്ലായിരിക്കും. ഇനി പറഞ്ഞാലും ഒരു പക്ഷേ അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചേക്കും. നമ്മൾ പഴഞ്ചൻ നൂറ്റാണ്ടിൽ ഒന്നുമല്ലല്ലോ. ഒരു ഗേ റിലേഷൻഷിപ്പൊക്കെ അംഗീകരിക്കാൻ കുടുംബത്തിന് കഴിയും. ചായ പറഞ്ഞിട്ട് അത് കുടിക്കാതെ വിരൽ ഞൊടിച്ച് എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അതിഥിയെ ശരൺ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നിനക്കെൻ്റെ നാടിനെയും വീടിനെയും കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. അബുദാബി അല്ല, കേരളം. അത് വിട്. ഇനി ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കും അറിയാം. നിനക്കെന്താ പറ്റിയേ? മുഖത്തെന്താ ഒരു വാട്ടം? ഒരു എനർജി ഇല്ലല്ലോ. അവൾ അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അതൊന്നുമില്ലടോ, അവിടെ ബിസിനസ്സിൽ എന്തൊക്കെയോ പ്രശ്നം. ഇന്ന് അച്ഛൻ വിളിച്ച് ഒരുപാട് സംസാരിച്ചു. അച്ഛൻ പൊതുവേ നല്ല സ്ട്രോങ് ആണ്. എന്നെപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കും. അച്ഛൻ ഇത്ര വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല.
അമ്മയെ വിളിച്ചപ്പോൾ ഒരാഴ്ചയായി എന്തോ ടെൻഷനിലാണെന്ന് പറഞ്ഞു. കാര്യം ചോദിച്ചിട്ട് അച്ഛനൊന്നും പറഞ്ഞതുമില്ല. അച്ഛന് ഇങ്ങനെ സങ്കടപ്പെട്ട് കാണുമ്പോൾ എന്തോ പോലെ. അവൻ ചായ ക്യാഷ് കൊടുത്ത് ഹെൽമെറ്റ് വെച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ നീ ഒന്ന് പോയിട്ട് വാ, കാര്യം അറിയാലോ, പിന്നെ അച്ഛന് സന്തോഷമാവും. ലീവ് ഇല്ലടോ എനിക്ക്. നോക്കട്ടെ 2 ദിവസം കൂടെ, എന്നിട്ട് ആലോചിക്കാം. നീ ഇനി ഇതും കൂടി കയറ്റി തലയിൽ വെക്കണ്ട. ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ നിനക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ശരിയാക്കും കേട്ടോ. ഹോസ്റ്റലിന് മുൻപിൽ അവളെ ഇറക്കിവിട്ട് കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആരാടോ ഫോണിൽ? ഉച്ചത്തിൽ കയർത്തുകൊണ്ടിരിക്കുന്ന സാക്ഷിയെയും ബെഡിൽ മുഖം പൊത്തിക്കരയുന്ന ദേവികയെയുമാണ് അതിഥി മുറിയിലെത്തിയപ്പോൾ കണ്ടത്. അവനെന്താ വിചാരിച്ചത്? അവന്റെ മറ്റേ ഭീഷണിയിൽ നമ്മളങ്ങ് വീണു പോകുമെന്നോ? അവനെന്നെ ശരിക്കും അറിയില്ല. സാക്ഷി ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്ത് അക്ഷമയോടെ റൂമിൽ നടക്കാൻ തുടങ്ങി. എന്താ പുതിയ പ്രശ്നം? അതിഥി നെറ്റിയിൽ കൈവച്ച് 2 പേരോടുമായി ചോദിച്ചു. അവന്റെ കയ്യിൽ അവരുടെ പ്രൈവറ്റ് ഫോട്ടോസ് ഉണ്ടെന്ന്. അത് ഇവളുടെ വീട്ടുകാരെ കാണിക്കും, പുറത്തു വിടും എന്നൊക്കെയാ ഭീഷണി. ഞാനപ്പോൾ ഇവളുടെ റൂമിലേക്ക് പോയില്ലെങ്കിൽ ഇവൾ അതിൽ വീണേനെ. ചേച്ചി, അവൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യും. എൻ്റെ വീട്ടിലറിഞ്ഞാൽ അച്ഛനും അമ്മയും മരിച്ചു കളയും ചേച്ചി. ദേവു പൊട്ടിക്കരഞ്ഞു. ആദ്യം നിനക്കാണ് 2 കിട്ടേണ്ടത്. ഇതൊക്കെ പറഞ്ഞാൽ നിന്നെ പേടിപ്പിക്കാമെന്ന് അവൻ നന്നായിട്ടറിയാം. ഒറ്റത്തവണ നീ ഒന്ന് എതിർത്ത് നിന്ന് നോക്ക് ദേവു. ഇതൊന്നും നിന്നെ ബാധിക്കില്ലെന്ന് കാണിച്ചു കൊടുക്ക്, പിന്നെ അവൻ വരില്ല. സാക്ഷി അവൾക്ക് ധൈര്യം കൊടുത്തു. പക്ഷേ ഇതെന്നെ ബാധിക്കുമല്ലോ ചേച്ചി. അത് നമുക്കല്ലേ അറിയൂ, അവനറിയില്ലല്ലോ. പിന്നെ ഇങ്ങനെ കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്താൽ അകത്ത് കിടക്കുമെന്ന് അറിയാത്ത പൊട്ടനൊന്നും അല്ലല്ലോ അവൻ. അല്ലെങ്കിലും ഇതൊന്നും ഇപ്പോൾ ഒരു വലിയ വിഷയം പോലും അല്ല ദേവു. ചിലപ്പോൾ വീട്ടിൽ ഇതൊക്കെ അറിഞ്ഞാൽ അവർ നിന്റെ കൂടെ നിൽക്കും. സ്വന്തം മകളെ ഒരുത്തൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് കണ്ട് വീട്ടുകാർ മിണ്ടാതിരിക്കുമോ? നമുക്ക് നോക്കാം അവൻ എന്താ ചെയ്യുമെന്ന്. ഇനി വിളിച്ചാൽ നീ ഫോൺ എടുത്ത് നല്ലോണം 2 വർത്തമാനം പറയണം. ഇങ്ങനെ പേടിച്ചിട്ടല്ല. സാക്ഷി അവളെയും കൂട്ടി ചായ കുടിക്കാൻ മെസ്സിലേക്ക് പോയി. ഇതിൻ്റെ ഇടയിൽ കണ്ണൻ്റെ കാര്യം സാക്ഷിയോട് പറയാൻ അതിഥിക്ക് തോന്നിയില്ല. അവൾ രാത്രി കിടക്കുന്നതിന് മുൻപേ അവൻ വീട്ടിൽ നിന്നിറങ്ങി ട്രെയിൻ കയറിയെന്ന് ഉറപ്പുവരുത്തി. ലയെ വിളിച്ചു പറഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങൾ, വിഷമങ്ങൾ എല്ലാം വരുമ്പോൾ ഒന്നും ആലോചിക്കാതെ കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് അവൾക്ക് തോന്നാറുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പ്രശ്നമൊന്നും തീർന്നില്ലെങ്കിലും ഒരു ഭാരം കുറഞ്ഞതുപോലെ തോന്നും. അതിനെ നേരിടാൻ എന്തെങ്കിലുമൊക്കെ വഴി തെളിഞ്ഞു കാണും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും സ്വന്തമായി കാണരുതെന്ന് അമ്മ എപ്പോഴും പറയും. പക്ഷേ അവൾക്കൊരിക്കലും അതിന് കഴിയാറില്ല. പ്രിയപ്പെട്ടവരുടെ കണ്ണു നിറയുമ്പോൾ അത് കണ്ട് വെറുതെ ഇരിക്കാൻ അവൾക്ക് കഴിയാറില്ല. ശരൺ അന്ന് രാത്രി അച്ഛനുമായി സംസാരിച്ചിരുന്നതിനാൽ അവൾ പതിവിലും നേരത്തെ കിടന്നു. പിറ്റേന്ന് ഓഫീസിൽ ലീവ് എടുത്താലോ എന്ന് അവൾ ആലോചിച്ചെങ്കിലും റൂമിൽ ഒറ്റയ്ക്കിരുന്നാൽ ഓരോന്ന് ആലോചിച്ച് വീണ്ടും തലവേദനയാകുമെന്ന് ഉറപ്പുള്ളതിനാൽ അവൾ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. അത് ഞാനിന്ന് ലേറ്റ് ആവട്ടോ, സിദ്ധുവിൻ്റെ കൂടെ ഒരു പാർട്ടിക്ക് പോകാനുണ്ട്. ഓഫീസ് ബാഗിൽ പാർട്ടിക്കിടാനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കുന്നതിനിടെ സാക്ഷി പറഞ്ഞു. പൊതുവെ സിദ്ധിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ കളിയാക്കി പിറകെ കൂടാറുള്ള അതിഥി അതിന് മറുപടിയൊന്നും പറയാതെ തലയാട്ടുക മാത്രം ചെയ്ത് ധൃതിയിൽ ആരെയോ ഫോൺ വിളിച്ച് പടികളിറങ്ങുന്നത് സാക്ഷി അല്പം സംശയത്തോടെ നോക്കി നിന്നു. എല്ലാം ഓക്കെ അല്ലേ കണ്ണ? കണ്ണൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതിനാൽ അവൾ നിഹാലിൻ്റെ ഫോണിൽ വിളിച്ച് കാര്യം അന്വേഷിച്ചു. ഞങ്ങൾ ട്രെയിനിലാ ചേച്ചി, നാളെ ഉച്ചയോടെ അവിടെ എത്തും. വീട്ടിലിപ്പോൾ എന്താ അവസ്ഥയെന്ന് എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ ഇറങ്ങിപ്പോയെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അച്ഛനോട് അമ്മ എല്ലാം പറഞ്ഞിട്ടുണ്ടാകും. ചേച്ചിയെ വിളിച്ചോ ആരെങ്കിലും? അവൻ്റെ ശബ്ദത്തിൽ അപ്പോഴും പേടിയുണ്ടായിരുന്നു. ഞാൻ രാവിലെ വീട്ടിൽ വിളിച്ചപ്പോഴും അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ അവരോടൊന്നും പറഞ്ഞു കാണില്ല. അമ്മായിയെ ഞാൻ വിളിച്ചാൽ ശരിയാവില്ല. ഒരിക്കലും മെസ്സേജ് പോലും അയക്കാത്ത ഞാൻ ഇന്ന് വിളിച്ചാൽ അവർക്ക് സംശയം തോന്നും. നമുക്ക് നോക്കാം. ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്. ഫുഡ് എന്തെങ്കിലും വാങ്ങി കഴിക്കലുണ്ടാളോ? എൻ്റെ വണ്ടി വന്നു, ഞാൻ പിന്നെ വിളിക്കാം. അവൾ കാറിൽ കയറുന്നതിന് മുൻപേ ഫോൺ കട്ട് ചെയ്തു. എടോ, സാക്ഷി ഇന്ന് വൈകിയല്ലേ വരുള്ളൂ. നീ അതുവരെ റൂമിൽ പോയി ഒറ്റയ്ക്കിരിക്കണ്ടേ? ഫ്ലാറ്റിലേക്ക് പോരുന്നു. അവൾ വരുമ്പോഴേക്കും ഞാൻ കൊണ്ടാക്കാം. വാ അതിഥി, നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ശരണിൻ്റെ കൂടെ ചായ കുടിക്കാൻ വന്ന സാമും ശരണിനെ പിന്താങ്ങി. അതെ, ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റിയ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അവൾ ചിരിച്ചുകൊണ്ട് ശരണിനെ നോക്കി. അവസ്ഥയെല്ലാം നമുക്ക് ശരിയാക്കാം. അപ്പോൾ വൈകിട്ട് ഫ്ലാറ്റിൽ കാണാം. സാം ബൈ പറഞ്ഞ് ഓഫീസിലേക്ക് നടന്നു. അവനൊപ്പം ഇറങ്ങിയ ശരണിനെ അവൾ പിടിച്ചിരുത്തി. കുറച്ച് കഴിഞ്ഞ് പോകാം. എടോ, എനിക്ക് വർക്കുണ്ട്, പോകണം. പ്ലീസ് ഒരു 10 മിനിറ്റ് നമുക്ക് വെറുതെ നടന്നിട്ട് വരാം. അവൾ അവൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. നിനക്ക് ഓർമ്മയുണ്ടോ, ഇവിടെ വെച്ചാണ് നീ എനിക്ക് ആദ്യമായി പൂ തന്നത്? പിന്നെ നല്ല ഓർമ്മയുണ്ട്. ഡയറി വായിച്ചതിന് നീ എന്നെ ചീത്ത പറഞ്ഞതും ഇവിടെ വെച്ചാണ്. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് നടന്നു. പോക്കറ്റിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ എടുത്ത് സ്ക്രീനിൽ നോക്കി അവൾ പെട്ടെന്ന് തരിച്ചു നിന്നു. എന്ത് പറ്റി? ആരാ ഫോണിൽ? ശരൺ ഫോൺ വാങ്ങി നമ്പർ നോക്കി. അമ്മയല്ലേ, നീ എടുക്ക്, കാര്യം ചോദിക്ക്. അമ്മ ഒരിക്കലും ഈ സമയത്ത് വിളിക്കില്ലടാ. കണ്ണൻ്റെ കാര്യം അറിഞ്ഞിട്ടാവും വിളിക്കുന്നത്. ഞാൻ എന്താ പറയുക? എടോ, കണ്ണൻ്റെ കാര്യം നിനക്ക് അറിയുമെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാനാ? എന്തെങ്കിലും ചോദിച്ചാൽ നീ ഒന്നും അറിയാത്ത പോലെ സംസാരിച്ചാൽ മതി. ഫോൺ എടുക്കാതെ ഇരുന്നാൽ അവർക്ക് സംശയം തോന്നും. അവൻ നിർബന്ധിച്ചപ്പോൾ വിറച്ചുകൊണ്ട് അവൾ ഫോൺ എടുത്തു. അമ്മു, നീ ഒന്ന് വീട്ടിലേക്ക് വരുമോ?
ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അമ്മാവനും ആകെ വിഷമത്തിലാണ്. കണ്ണനെ കാണാനില്ല, വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഞാൻ എത്ര ചോദിച്ചിട്ടും രണ്ടാളും ഒന്നും പറയുന്നില്ല. കണ്ണൻ നിന്നെ വിളിച്ചോ? ഇല്ലല്ലോ. അവൻ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വല്ലയിടത്തും പോയതാകും. 2 ദിവസം കഴിഞ്ഞാൽ വന്നോളും. ഞാനിപ്പോൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ അവൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ച് നോക്കാം. അവൾ ഒരു വിധത്തിൽ പറഞ്ഞു ഒപ്പിച്ചു. അവൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചു. ആർക്കും ഒന്നും അറിയില്ല. അലമാരയിലുണ്ടായ സർട്ടിഫിക്കറ്റും അവൻ്റെ സാധനങ്ങളും എല്ലാം എടുത്താണ് അവൻ പോയത്. പോലീസിൽ പരാതി കൊടുത്താലോ എന്നാണ് എല്ലാവരും പറയുന്നത്. പോലീസിലോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ, അവൻ വന്നോളൂ. കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായി. നീ ഇവിടെ വരെ ഒന്ന് വാ. അമ്മായിക്കും അമ്മാവനും അതൊരു ആശ്വാസമാകും. പിന്നെ കണ്ണൻ നീയാട്ടല്ലേ കൂട്ട്. അവൻ എന്തേലും നിന്നോട് പറഞ്ഞു കാണില്ലേ? കുടുംബത്തിനൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണ്ടേ അമ്മു? അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? വന്നിട്ട് നീ നാളെ തന്നെ തിരിച്ചു പൊക്കോ. ഞാൻ പറയാം അവരോട് നീ വരുമെന്ന്. തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുൻപേ അമ്മ കോൾ കട്ട് ചെയ്തു. പോയില്ലെങ്കിൽ അത് അടുത്ത പ്രശ്നമാകും. അമ്മയുടെ സംസാരം കേട്ടിട്ട് അമ്മായി ആരോടും കാര്യമൊന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഞാൻ അവിടെ വരെ ഒന്ന് പോയാലോ? എന്താണ് അവരുടെ തീരുമാനമെന്നറിയാലോ? ഇനി അമ്മായി എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഒന്ന് തണുപ്പിക്കാൻ പറ്റിയാലോ? അവളൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ അവനെ നോക്കി. ഈടോ, നീ ഇപ്പോൾ നാട്ടിൽ പോയി വന്നതല്ലേ ഉള്ളൂ, ഇനിയും പോണോ? ശരണിന് വീണ്ടും അവളെ കാണാതെ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം വരാം. ഇന്ന് രാത്രി ബസ് കയറിയാൽ നാളെ രാവിലെ അവിടെ എത്തും. വൈകിട്ട് ഞാൻ തിരിച്ചു കയറും. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടുത്തെ കാര്യം ആലോചിച്ച് ഒരു സമാധാനം ഉണ്ടാകില്ല. നിനക്കതാണ് ശരിയെന്ന് തോന്നുന്നതെങ്കിൽ പോയിട്ട് വാ. അവൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി. ഇത്രയുമാണ് ഭാഗം 20. 21 ഇങ്ങനെയാണ്. ചേച്ചി അപ്പോൾ ഡ്രസ്സൊന്നും എടുക്കുന്നില്ലേ? ലാപ്ടോപ്പ് ബാഗിൽ 2 പുസ്തകങ്ങളും ചാർജറും എടുത്തു വെക്കുന്ന അതിഥിയോട് ദേവിക അല്പം സംശയത്തോടെ ചോദിച്ചു. ഇല്ലടോ, ഞാൻ നാളെ തന്നെ തിരിച്ചു വരില്ലേ. എന്തിനാ വെറുതെ എല്ലാം കൊണ്ടുപോകുന്നേ? അതിഥി ടീഷർട്ടിന് മുകളിൽ ഒരു നീല ഡെനിം ജാക്കറ്റ് എടുത്തിട്ടു. ദേ ചേച്ചി, അവൻ വീണ്ടും വിളിക്കുന്നു. അമലിൻ്റെ ഫോൺ ദേവിക അതിഥിക്ക് നേരെ നീട്ടി. നീ സംസാരിക്ക്, സാക്ഷി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ദേവു അല്പം പേടിയോടെ ഫോൺ എടുത്ത് സ്പീക്കറിലിട്ടു. എന്നെ തേച്ചിട്ട് എല്ലാം കഴിഞ്ഞെന്ന് കരുതി സുഖമായിട്ടിരിക്കുവാണോ? നീ എനിക്ക് അയച്ചു തന്ന ഫോട്ടോയും നമ്മൾ പുറത്തു പോയപ്പോൾ ചെയ്ത കാര്യങ്ങളും എല്ലാം അത്ര പെട്ടെന്ന് മറന്നുപോയോ? എന്നെ അങ്ങനെ പറ്റിച്ചിട്ട് പോകാൻ നിന്നെ ഞാൻ സമ്മതിക്കുമെന്ന് കരുതണ്ട. അമലിൻ്റെ ഉള്ളിലുള്ള പകയും ദേഷ്യവും എല്ലാം ശബ്ദത്തിൽ പ്രകടമായിരുന്നു. അതേടാ, ഞാൻ നിന്നെ തേച്ചു. നിനക്ക് അങ്ങനെ കാണാനാണ് സൗകര്യമെങ്കിൽ അങ്ങനെ തന്നെ എടുത്തോ. നീ എൻ്റെ ഫോട്ടോ കൊണ്ടുപോയി നെറ്റിലോ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലോ എവിടെ വേണേലും ഇട്. ഇനി എൻ്റെ വീട്ടിൽ അറിയിക്കണമെന്നാണെങ്കിൽ നേരെ അങ്ങോട്ട് വിട്ടു. അഡ്രസ്സൊക്കെ നിൻ്റെ കയ്യിലുണ്ടല്ലോ. നീ ഇതൊക്കെ ചെയ്ത ശേഷം എനിക്കുണ്ടാകുന്ന പ്രശ്നമെല്ലാം ഞാൻ സഹിച്ചോളാം. പിന്നെ ഇതൊക്കെ ചെയ്ത ശേഷം സമാധാനം കിട്ടുമെന്നാണ് നീ കരുതുന്നതെങ്കിൽ അത് നിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാവും. എനിക്ക് പിന്നെ നഷ്ടപ്പെടാനൊന്നുമില്ല. എന്നോട് ചെയ്തതിനൊക്കെ നീ അനുഭവിക്കും. എന്നെ ശാരീരികമായി ഉപദ്രവിച്ചതിന്, എൻ്റെ പൂർണ്ണ സമ്മതമില്ലാതെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടതിന്, ഫോട്ടോ എടുത്തതിന് എല്ലാം. സത്യത്തിൽ നീ ഇതൊക്കെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നിന്നെ പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അന്തസ്സായി ഈ പ്രശ്നങ്ങളെ നേരിടുന്നത് തന്നെയാണ്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങ് ചെയ്തേക്കണം. അത് ഞാൻ നോട്ടീസ് അടിച്ച് വിളിച്ചു പറയണമെന്നില്ല. ഇനി മേലാൽ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്. ദേവു ശ്വാസം വിടാതെ ഇത്രയും പറഞ്ഞ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു. ദേവു, നീ തന്നെയാണോ ഇത്രയും പറഞ്ഞത്? അതിഥി അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും അവളെ കെട്ടിപ്പിടിച്ചു. എനിക്കെന്തോ നല്ല സമാധാനം തോന്നുന്നു ചേച്ചി. ഇത് നേരത്തെ ചെയ്താൽ തീരുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസ. രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. അവൻ വന്നു. ഞാൻ ഇറങ്ങുവാണ്. 9 മണിക്കാണ് ബസ്. സാക്ഷിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. നീ ഒന്ന് പറഞ്ഞേക്കൂ കേട്ടോ. ഇറങ്ങാൻ നേരം അവൾ ദേവുവിനോട് വിളിച്ചു പറഞ്ഞു. എൻ്റെ ശരണേ, നിനക്ക് മാത്രം എവിടുന്ന ഇത്രയും ഓർക്കിഡ് കിട്ടുന്നേ? മടിവാള ബസ് സ്റ്റോപ്പിലെത്തി. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി ഓർക്കിഡും വാങ്ങി വന്ന ശരണിനെ കണ്ട് ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അതൊക്കെ നമ്മുടെ ആവശ്യം പോലെ ഇരിക്കും. നമുക്ക് അത്ര വേണമെന്ന് ആഗ്രഹമുള്ള എന്തേലും ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. അവൻ ഓർക്കിഡ് പൂക്കൾ അവൾക്ക് നേരെ നീട്ടി. ഇതിലെല്ലാ കളറും ഉണ്ടല്ലോ. പിങ്കും പർപ്പിളും ചേർന്ന ഓർക്കിഡ് ബൊക്ക അവൾ എപ്പോഴത്തെയും പോലെ വാങ്ങി നെഞ്ചോട് ചേർത്ത് വെച്ചു. ഓരോ കളറും ഓരോ സന്തോഷങ്ങളാണ്. ഇതുപോലെ ജീവിതത്തിൽ എൻ്റെ കുട്ടിക്ക് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവണം. നീ അതെല്ലാം അർഹിക്കുന്നുണ്ട്. അവൻ അവളെ ചേർത്ത് പിടിച്ചു. നീ ആദ്യമായല്ലേ നാട്ടിലേക്ക് ബസ്സിൽ പോകുന്നേ? അന്ന് പുലർച്ചെ മതിൽ ചാടി ഇവിടെ ചായ കുടിക്കാൻ വന്നപ്പോൾ നീ അങ്ങനെ പറഞ്ഞതായാണ് എൻ്റെ ഒരു ഓർമ്മ. അവൻ അതേ ചായക്കടയിൽ കയറി 2 ചായ പറഞ്ഞു. അതെ, ആദ്യമായിട്ടാണ്. നമ്മളിവിടെ വന്നിട്ട് 6 മാസത്തോളമായി എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? സമയം ഓടിപ്പോവാണ്. നീ നാളെ തന്നെ വരില്ലടോ? സ്റ്റാർട്ട് ചെയ്തിട്ടും അവളെ പോകാൻ വിടാതെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. വരാതെ ഞാൻ എവിടെ പോകാനാ? അവിടെ പോയി ഒന്ന് തല കാണിച്ച് ഓടി വരാം. നീ പറയാറില്ലേ ഞാൻ നിനക്ക് വീട് പോലെയാണെന്ന്? അതങ്ങനെ തന്നെയാണ്. എന്തുണ്ടായാലും ഓടി ഇങ്ങോട്ട് വരണം. എനിക്കിപ്പോൾ നീ ഇല്ലാതെ ഒട്ടും പറ്റാതായിട്ടുണ്ട്. ഇത് പറയാൻ പറ്റിയ സമയവും സന്ദർഭവുമാണോ എന്നെനിക്കറിയില്ല. പക്ഷേ എനിക്കിപ്പോൾ പറയണമെന്ന് തോന്നുന്നു. അതിഥി, ലെറ്റ്സ് ഗെറ്റ് മാരീഡ്. ഒരുപാട് വൈകിക്കാതെ പെട്ടെന്ന് തന്നെ. ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിക്കാം. നാട്ടിൽ വരുമ്പോൾ നിൻ്റെ വീട്ടിൽ വരാൻ പറയാം. നിനക്ക് ഓക്കെ ആണോ?
അതിന് മറുപടി പറയാതെ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു. വേഗം വരാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ബസ്സിലേക്ക് കയറാൻ തുടങ്ങി അവളുടെ കൈ പിടിച്ച് വലിച്ച് ചേർത്ത് നിർത്തി അവൻ ചുണ്ടിലമർത്തി ചുംബിച്ചു. ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു വർഷം പോലെയാണ് അതിഥി. അവൾക്ക് കൈവീശി യാത്ര പറയുന്നതിനിടെ അവൻ വിളിച്ചു പറഞ്ഞു. നീ വേഗം കഴിക്ക്, എന്നിട്ട് നമുക്ക് അമ്മാവൻ്റെ അടുത്ത് പോയിട്ട് വരാം. വീട്ടിലെത്തി കുളിച്ച് അടുക്കളയിലേക്ക് ചെന്ന അവൾക്ക് ഭക്ഷണം എടുത്തു വെക്കുന്നതിനിടെ അമ്മ പറഞ്ഞു. അവൾ വേഗത്തിൽ എന്തോ കഴിച്ചെന്ന് കരുതി. അങ്ങോട്ട് വിളിക്കുന്നത് വരെ എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ അരുതെന്നും എന്താവശ്യമുണ്ടെങ്കിലും ലേയെ വിളിച്ചാൽ മതിയെന്ന് കണ്ണന് മെസ്സേജ് അയച്ചു. അവനുമായിട്ടുള്ള ചാറ്റും ഫോൺ കോളുകളും എല്ലാം ഡിലീറ്റ് ചെയ്ത് മാമൻ്റെ വീട്ടിലേക്ക് നടന്നു. കരഞ്ഞു കലങ്ങി ക്ഷീണിച്ച മുഖത്തോടെ സോഫയിൽ ചടഞ്ഞിരുന്ന അമ്മായി അവളെ കണ്ടപാടെ വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. അമ്മായിയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ നിസ്സഹായായി നിന്ന അവൾക്ക് രക്ഷകയെന്നോണം അമ്മ കാര്യമറിയാതെ അമ്മായിയുടെ അടുത്ത് പോയിരുന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാം ചെയ്തു വെച്ചിട്ട് നിനക്കിപ്പോൾ സമാധാനമായില്ലേ? അവളെ കണ്ടപാടെ ദേഷ്യത്തിൽ അമ്മാവൻ പൊട്ടിത്തെറിച്ചു. അമ്മാവൻ എന്താ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. അമ്മു, നീ എൻ്റെ മുന്നിൽ കിടന്ന് നാടകം കളിക്കരുത്. അന്ന് വൈകുന്നേരം അവൻ നിന്നെ വിളിച്ച് സംസാരിക്കുന്നത് അമ്മായി കേട്ടതാ. നിന്റെ ഒറ്റ ഒരാളുടെ ധൈര്യത്തിലാണ് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എൻ്റെ കുടുംബം നശിപ്പിച്ചത് നീയാണ്. അമ്മാവൻ അവൾക്ക് നേരെ കൈ ചൂണ്ടി. നിങ്ങളുടെ മോൻ ഒളിച്ചോടിപ്പോയതിന് എന്തിനാ എൻ്റെ മോളുടെ തലയിൽ കയറുന്നത്? അവൾക്കൊന്നും അറിയില്ല. ഞാൻ വിളിച്ചിട്ടാണ് അവൾ വന്നത്. അമ്മ കാര്യമറിയാതെ അവളെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. എൻ്റെ മോനെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോയത് ഇവളാ. ചോദിച്ചു നോക്ക് വേണേ കുഞ്ഞാര മോളോട്. അമ്മു, അമ്മാവൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അമ്മ അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ്. എന്നോട് പറഞ്ഞിട്ടാണ് അവൻ പോയത്. അവൻ ഇവിടെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾ അവനെ എന്ത് ചെയ്യുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. നിങ്ങൾ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് സമ്മതം മൂളുമായിരുന്നോ? ഇല്ലല്ലോ. അവന് നിങ്ങളെ പേടിയായിരുന്നു. അതുകൊണ്ടാണ് അവൻ പോയത്. അതിഥി ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു. അവൻ്റെ വിവരക്കേടിന് അവൻ ചെയ്ത ഒരു കാര്യം ഞങ്ങൾ അത് പറഞ്ഞു മനസ്സിലാക്കി നല്ല കൗൺസിലിംഗ് കൊടുത്ത് അത് മാറ്റിയെടുത്തേനെ. എൻ്റെ മോൻ ഞാൻ പറയുന്നത് കേട്ടേനെ, അമ്മായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കൗൺസിലിംഗ് കൊടുത്ത് നേരെയാക്കാൻ അവൻ എന്ത് പ്രശ്നമാണുള്ളത്? ഇതൊരു രോഗമായാണ് നിങ്ങളിപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇറങ്ങിപ്പോയത്. നിങ്ങൾ അവനെ മനസ്സിലാക്കിയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട്. അതിഥിക്ക് സങ്കടവും ദേഷ്യവും വന്നു. ദേ, നീ എൻ്റെ വീട്ടിൽ കയറി തോന്നിയാസം പറയരുത്. എൻ്റെ മോനെ നീ എവിടെ കൊണ്ടുപോയാലും പുറത്തൊരാൾ ഈ വിവരം അറിയുന്നതിന് മുൻപേ അവൻ ഇവിടെ എത്തിയിരിക്കണം. എൻ്റെ നല്ല സ്വഭാവം മാത്രമേ മോൾ കണ്ടിട്ടുള്ളൂ. അമ്മാവൻ ഒരു ഭീഷണി എന്നോണം പറഞ്ഞു. എനിക്കത് പറയാൻ മനസ്സില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്ക്. അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് ഓടി. അമ്മു, നീ കതവ് തുറക്ക്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അമ്മ അവളുടെ കതവിൽ തട്ടി. അവിടെ എന്താ ഉണ്ടായേ? കണ്ണൻ എന്തിനാ ഇറങ്ങിപ്പോയത്? നിനക്കെന്തെങ്കിലും അറിയുമെങ്കിൽ അമ്മയോട് പറ. അമ്മാവൻ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട. അമ്മ അവളുടെ അടുത്ത് വന്നിരുന്ന് ശബ്ദം മയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കത് പറയാൻ താല്പര്യവുമില്ല. അവന് പ്രശ്നമൊന്നുമില്ല. അവൻ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. മകനെക്കുറിച്ച് ഇത്ര ആവലാതിയുള്ള വീട്ടുകാരാണെങ്കിൽ അത്രയും അറിഞ്ഞാൽ പോരെ. അമ്മു, അവൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ കൂടെയാണോ ഇറങ്ങിപ്പോയത്? ആണെങ്കിൽ പറ, ഞാൻ അച്ഛനോട് പറയാം അമ്മാവനോട് സംസാരിക്കാൻ. നീ ഇതെല്ലാം എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ മുതിർന്ന ആൾക്കാർ സംസാരിച്ച് ശരിയാക്കേണ്ടതല്ലേ? ഇല്ല, എൻ്റെ അമ്മേ അവനൊരു പെൺകുട്ടിയെയും വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ടില്ല. എനിക്ക് നിന്നെപ്പോലെ തന്നെയാണ് കണ്ണനും. അവൻ്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഞങ്ങളൊക്കെ അവൻ്റെ കൂടെ നിൽക്കും. നീ എന്നോട് പറ, കാര്യം എന്താണെന്ന്. അത്ര സ്നേഹത്തോടെ ക്ഷമയോടെ അമ്മ സംസാരിക്കുമെന്ന് അവൾ കരുതിയതല്ല. ഒരുപക്ഷെ അമ്മയ്ക്ക് അമ്മാവനോട് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചേക്കും. അവനൊരു പയ്യനെ ഇഷ്ടമാണ്. അവൻ്റെ കൂടെ പഠിച്ചതാ. കണ്ണന് അവൻ്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം. അവൾ മടിച്ച് പറഞ്ഞു. പയ്യനോ? നീ എന്ത് ഭ്രാന്താ അമ്മു പറയുന്നത്? അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമാണോ? ദേഷ്യം കൊണ്ട് അമ്മയുടെ മുഖം ചുവന്നു. ഇതാ ഞാൻ പറഞ്ഞത്, അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന്. അവൾക്ക് പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. ആൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ തോന്നുന്ന ചില വേണ്ടാത്ത ചിന്തകളാണ് അതൊക്കെ. ഒരു കല്യാണമെല്ലാം കഴിയുമ്പോൾ അതൊക്കെ താനേ മാറിക്കോളും. അല്ലാതെ ഇതിനൊക്കെ ഇറങ്ങിപ്പോകാൻ നിന്നാൽ ഈ ലോകത്ത് കുടുംബങ്ങളുണ്ടാവുമോ? ആണും പെണ്ണും കല്യാണം കഴിക്കുന്നത് മാത്രമാണോ കുടുംബം? നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അവൻ പണ്ടേ അങ്ങനെയാണ്. അമ്മയ്ക്ക് ഒരു പുരുഷനോട് തോന്നുന്ന അതേ വികാരം അവന് മറ്റൊരു പുരുഷനോട് തോന്നുന്നു. അത്രയേ ഉള്ളൂ. എന്ത് അഹമ്മതിയാണ് ഇവൾ പറയുന്നത്? റൂമിന് പുറത്തുനിന്ന് ഇവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന അച്ഛൻ ദേഷ്യത്തിൽ മുറിയിലേക്ക് കയറി വന്ന് അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ അടിയിൽ അവളുടെ രണ്ട് കണ്ണും നിറഞ്ഞു. ഒന്നുകൂടെ കൊടുക്ക്. മകളെ കൊഞ്ചിച്ച് വഷളാക്കി വെക്കുമ്പോൾ ഓർക്കണമായിരുന്നു. ഇങ്ങനെ തോന്നിയെടുത്തൊക്കെ പഠിക്കാനും ജോലിക്കുമൊക്കെ വിട്ടാൽ ഇതുപോലെ ഓരോ വൃത്തികേട് പഠിച്ചു വെക്കുമെന്ന്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഡിഗ്രി കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു വിടാൻ. കയ്യിൽ പൈസ ഉള്ളതിൻ്റെ അഹങ്കാരത്തിലാണ് ഈ നാക്ക് പൊന്തുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും അടുക്കളയിൽ ചോറും കറിയും വെച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചേനെ. അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത്? നിങ്ങളിനി എന്ത് പറഞ്ഞാലും സത്യമല്ലാതെ ആകില്ല. കണ്ണനൊരു ഗേ ആണ്. അവൻ അങ്ങനെ ആവാൻ കഴിയൂ. അച്ഛനും അമ്മാവനുമൊക്കെ ഈ പുരോഗമനവും കമ്മ്യൂണിസവും ഒക്കെ പറഞ്ഞ് ആൾക്കാരെ കാണിക്കാൻ മാത്രമുള്ളതാണോ? സ്വന്തം കുടുംബത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ കഴിയാത്തത്? അവൾ അച്ഛൻ്റെ കൈയിൻ്റെ പാട് വീണ ചുവന്ന കവിൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയും കാണിച്ചു വെച്ചിട്ടും അവളുടെ അഹങ്കാരം കണ്ടില്ലേ? കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഉണ്ടായ അസുര വിത്താണിത്. അമ്മ അവളുടെ കയ്യിൽ വീണ്ടും ശക്തിയായി അടിച്ചു. നിങ്ങളുടെ കുടുംബമഹിമയൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. സ്വന്തം മോളെ ഒരുത്തൻ കയറി പിടിച്ചെന്ന് പറഞ്ഞിട്ട് കൈ കെട്ടി നിന്ന ആൾക്കാരാണ് നിങ്ങൾ. അവൾ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുൻപേ അച്ഛൻ അവളുടെ തല പിടിച്ച് ഭിത്തിക്കടി. ആ അടിയുടെ ആഘാതത്തിൽ അവൾക്ക് ചുറ്റും കറങ്ങുന്ന പോലെ തോന്നി. മതി നിന്റെ ജോലിയും പത്രാസുമെല്ലാം. കണ്ണനെ തിരിച്ചിവിടെ കൊണ്ടുവരാതെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. പച്ചവെള്ളം പോലെ ഇവൾക്ക് കൊടുത്തു പോകരുത്.
എന്താണ് നടക്കുന്നതെന്നറിയാതെ മുറിക്ക് പുറത്ത് പേടിച്ചെന്ന അപ്പുവിന് താക്കീത് നൽകി അവളുടെ ഫോണും എടുത്ത് അമ്മ മുറി പുറത്തു നിന്നും ലോക്ക് ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ബോധം വന്നപ്പോഴേക്കും താൻ ഇവിടെ പെട്ടെന്ന കാര്യം അതിഥിക്ക് മനസ്സിലായി. വാതിൽ തുറക്കാൻ അവൾ കരഞ്ഞപേക്ഷിച്ചിട്ടും ആരും കേട്ടില്ല. 2 ദിവസം അവൾക്ക് കഴിക്കാൻ പോലും ഒന്നും കൊടുത്തില്ല. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ ദേഷ്യം കെട്ടടങ്ങുമെന്ന് അവളും കരുതി. ചേച്ചി എന്തിനാ ഈ അടിയൊക്കെ വാങ്ങി കഷ്ടപ്പെടുന്നത്? ഇവർക്കൊരിക്കലും ഇതൊന്നും മനസ്സിലാകില്ല. കണ്ണൻ ചേട്ടനെ വിളിച്ച് തിരിച്ചു വരാൻ പറ. അതിഥിക്ക് ജനലിനുള്ളിലൂടെ ആരും കാണാതെ വെള്ളം കൊടുക്കുന്നതിനിടെ അപ്പു അപേക്ഷ എന്നോണം പറഞ്ഞു. ഇല്ലടാ, ഞാൻ അവനെ ചതിക്കില്ല. എന്നെ വിശ്വസിച്ചാണ് അവൻ ഇറങ്ങിപ്പോയത്. നീ എൻ്റെ ഫോൺ എങ്ങനെയെങ്കിലും എടുത്തു തരുമോ? അത് കിട്ടില്ല ചേച്ചി, അച്ഛൻ്റെ കയ്യിലാണ്. കണ്ണൻ ചേട്ടൻ വിളിക്കുമെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കാണ്. പിന്നെ ചേച്ചിക്ക് വന്ന ബാക്കി കോളെല്ലാം അവർ കട്ട് ചെയ്ത് വിട്ടു. ലോക്ക് അറിയാത്തത് കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വീട്ടിൽ അവളെ പൂട്ടിയിട്ട് 4 ദിവസം കഴിഞ്ഞെങ്കിലും അവരുടെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. ശരണിൻ്റെ നമ്പർ ഓർമ്മയില്ലാത്തത് കൊണ്ട് അപ്പുവിനെ കൊണ്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയപ്പിച്ചെങ്കിലും മറുപടി കിട്ടിയില്ല. അപ്പുവിന് അവളോട് ഒരു ചായ ഉണ്ടെന്ന് മനസ്സിലായതിനാൽ അവനെ അച്ഛൻ മൂത്തമ്മയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇടയ്ക്ക് അമ്മാവനും അമ്മായും കൂടെ വന്ന് ഭീഷണിയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയെങ്കിലും ഒരാഴ്ചയോളം അവൾ അതെല്ലാം സഹിച്ച് മിണ്ടാതിരുന്നു. ഇതുപോലെ മുറിയിൽ അടച്ചിട്ട് തല്ലിയാൽ കണ്ണൻ്റെ തീരുമാനവും മാറുമെന്ന് ഇവർ കരുതുന്നുണ്ടാകും. പുറത്തുനിന്ന് നോക്കി എല്ലാ വിഷയങ്ങളോടും പ്രതികരിക്കാനും അഭിപ്രായം പറയാനും എല്ലാവർക്കും നല്ല ഉഷാറാണ്. മനുഷ്യൻ്റെ ശരിയായ സ്വഭാവം അറിയണമെങ്കിൽ അങ്ങനെയൊന്ന് സ്വന്തം കുടുംബത്തിൽ സംഭവിക്കണം. അഭിമാനം നഷ്ടമാകുമോ എന്ന് കരുതി അത്രയും കാലം സ്നേഹത്തോടെ നോക്കി വളർത്തിയ സ്വന്തം മക്കളെ പോലും കൊന്നുകളയാൻ പലർക്കും മടിയില്ല. അവൾക്ക് എല്ലാത്തിനോടും എല്ലാവരോടും വെറുപ്പ് തോന്നി. ശരൺ പറഞ്ഞ പോലെ ഓടി അവൻ്റെ അടുത്തെത്തി അവനെ ചേർത്ത് പിടിച്ച് ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. കണ്ണനെ വിളിച്ച് തിരിച്ചു വരാൻ പറഞ്ഞാലോ എന്ന് ഒരുപാട് തവണ ആലോചിച്ചതാണ്. പക്ഷേ അവൻ്റെ സന്തോഷം ഇല്ലാതാക്കിയാൽ പിന്നീട് ജീവിതത്തിൽ തനിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഏകദേശം 1.5 ആഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം ഉച്ചയ്ക്ക് അച്ഛൻ മുറിയിൽ കയറി വന്നു. ഇന്ന് വൈകുന്നേരം നിനക്ക് ബാംഗ്ലൂരിലേക്കുള്ള ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം എല്ലാം നിന്റെ ഇഷ്ടത്തിനാണ് നടന്നത്. ഇനി അത് പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾ നിനക്കൊരു കല്യാണം ആലോചിച്ചിട്ടുണ്ട്. അത് ശരിയാവുമ്പോൾ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് വന്നോണം. അവളുടെ ഫോണും ലാപ്ടോപ്പും ബാഗും കയ്യിൽ കൊടുത്ത് ഒരു താക്കീത് എന്ന പോലെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ കണ്ണൻ അവൾ കാര്യം മനസ്സിലാവാതെ സംശയത്തോടെ ചോദിച്ചു. അവൻ്റെ കാര്യം നോക്കാൻ ഇവിടെ മുതിർന്ന ആൾക്കാരുണ്ട്, നീ അതിലിടപെടണ്ട. ചേച്ചിയുടെ ഒരു വിവരവും ഇല്ലാതായപ്പോൾ കണ്ണൻ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു. ചേച്ചി ഇനി ബാംഗ്ലൂരിലേക്ക് വിടില്ല, ജോലി രാജിവെപ്പിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ ഒരുപാട് കരഞ്ഞു. പാവം. കുറേ പറഞ്ഞു നോക്കി, പക്ഷേ ആരും സമ്മതിച്ചില്ല. ഒടുവിൽ ചേച്ചിയെ ബാംഗ്ലൂരിലേക്ക് വിട്ടാൽ തിരിച്ചു വരാമെന്ന് സമ്മതിച്ചു. അതിഥി പോകാൻ നേരം അപ്പു ആരും കേൾക്കാതെ സ്വകാര്യമായി വന്നു പറഞ്ഞു. സ്വന്തം മക്കളെ മാനസികമായി എങ്ങനെ ഇത്ര ചൂഷണം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നുവെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല. അല്ലെങ്കിലും നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവർക്കാണ് നമ്മളെ പറ്റിക്കാൻ, വേദനിപ്പിക്കാൻ എളുപ്പം. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് നന്നായി അറിയാവുന്നത് കൊണ്ട് അവൾ മറിച്ചൊന്നും പറയാതെ ബാംഗ്ലൂരിലേക്ക് ബസ് കയറി. ഫോൺ ഓണാക്കിയപ്പോൾ അതിൽ ആദിയുടെയും സാക്ഷിയുടെയും ദേവുവിൻ്റെയും ശരണിൻ്റെയും എല്ലാം കോളുണ്ടായിരുന്നു. ശരണിനെ ഒരുപാട് തിരിച്ചു വിളിച്ചെങ്കിലും റിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എടോ, നിനക്ക് എന്താ പറ്റിയേ? ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തത്? നീ ഓക്കെ അല്ലേ? അച്ഛൻ വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കഷ്ടിച്ച് കുറച്ച് ദിവസം ലീവ് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് അബുദാബി വരെ പോയിട്ട് വരാം. നീ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഐ മിസ് യു. 8 ദിവസങ്ങൾക്ക് മുൻപേ ശരൺ അവസാനം അയച്ച മെസ്സേജ് അവൾ പല ആവർത്തി വായിച്ചു. ഒരു പക്ഷേ അവൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാകില്ല. കഴിഞ്ഞ ആഴ്ച വീട്ടിലുണ്ടായ കാര്യങ്ങളെല്ലാം അവന് വോയിസ് മെസ്സേജ് അയച്ചു. ഫ്രീ ആകുമ്പോൾ വിളിക്കണമെന്നും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടാണ് അവൾ കിടന്നത്. കണ്ണൻ പറഞ്ഞ് ലേ കാര്യമെല്ലാം അറിഞ്ഞിരുന്നു. സാക്ഷിയോടും ആദിയോടുമെല്ലാം അവൾ വിളിച്ച് കാര്യം പറഞ്ഞു. ഓഫീസിലെ കാര്യങ്ങൾ ആദിയോട് മാനേജ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പിറ്റേന്ന് അവളെ പിക്ക് ചെയ്യാൻ ദേവും സാക്ഷിയും വന്നിരുന്നു. അതിഥിയെ കണ്ടപാടെ അവർ രണ്ടുപേരും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരയാൻ പോലും കഴിയാത്ത വിധം അവളുടെ മനസ്സ് മരവിച്ചിരുന്നു. കണ്ണനെ വിളിക്കാനോ സംസാരിക്കാനോ ഉള്ള ധൈര്യം അവൾക്കുണ്ടായില്ല. അവൻ്റെ കോളുകൾക്കും മെസ്സേജുകൾക്കും ഒന്നും അവൾ മറുപടി കൊടുത്തില്ല. അവനോട് താൻ എന്തോ ചതി ചെയ്തുവെന്ന കുറ്റബോധമായിരുന്നു അവളുടെ മനസ്സ് നിറയെ. താൻ സ്വന്തമെന്ന് കരുതി ചേർത്ത് നിർത്തിയ അതേ വീട്ടുകാർ തന്നെ ഇത്രമേൽ മുറിവേൽപ്പിച്ചു എന്ന കാര്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയുന്നുണ്ടായില്ല. ഓഫീസിൽ ഗീതച്ചേച്ചി ഒരുപാട് തവണ വന്ന് സംസാരിച്ചെങ്കിലും അവളുടെ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അവൾക്കപ്പോൾ ഏറ്റവും ആവശ്യം ശരണിനെയായിരുന്നു. അവനൊന്ന് വന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ഒന്ന് പൊട്ടിക്കരയാമായിരുന്നു എന്നവൾക്ക് തോന്നി. അതിഥി, ഇതിന് നിന്റെ തെറ്റൊന്നുമില്ല. നീ നിനക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തില്ലേ, അതോർത്ത് വിഷമിക്കേണ്ട. അവൾക്ക് നേരെ ഒരു ചായ ഗ്ലാസ് നീട്ടി ആദി പറഞ്ഞു. ആദി, നിന്നെ ഓഫീസിൽ വിളിക്കുന്നുണ്ട്, നോട്ടീസ് പീരീഡിൻ്റെ കാര്യം പറയാൻ. ആദ്യം തിരിഞ്ഞു വന്ന ശക്തി പറഞ്ഞു. നോട്ടീസ് പീരീഡോ? നീ റിസൈൻ ചെയ്തോ? അതിഥി ഞെട്ടലോടെ ആദിക്ക് നേരെ തിരിഞ്ഞു. കഴിഞ്ഞ ആഴ്ച. അത് പറയാൻ ഞാൻ നിന്നെ ഒരുപാട് വിളിച്ചു, പക്ഷേ ഫോൺ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ലല്ലോ നീ. ഇന്ന് വന്നപ്പോഴും എനിക്കത് പറയാൻ പറ്റിയില്ല. ചേച്ചിക്ക് ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് കുറച്ചുകൂടെ ശമ്പളമുള്ള മറ്റൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് റിസൈൻ ചെയ്ത് സിനിമയിൽ നോക്കാൻ പറഞ്ഞു. അടുത്ത മാസം ഒരു പുതിയ പടത്തിൻ്റെ ഷൂട്ടുണ്ട്. അതിൽ അസിസ്റ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ പിന്നെ ഞാൻ ഒരുപാട് ആലോചിച്ചില്ല. ഓഹോ, അപ്പോൾ എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ അല്ലേ? എന്ത് സ്വാർത്ഥതയാണ് ആദ്യം നിനക്ക്? നീ എന്നെക്കുറിച്ച് ആലോചിച്ചോ? ഒരവസരം വന്നപ്പോൾ നീ എന്നെ ഒറ്റയ്ക്കാക്കി അല്ലേ? പൊക്കോ, എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ. എനിക്കിനി ഇങ്ങനെ ഒരു ഫ്രണ്ടില്ല. അവൻ പോവുകയാണെന്ന കാര്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല. എല്ലാ തരത്തിലും അവൾക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നി.
സ്നേഹിച്ചവരെല്ലാം ഒരുമിച്ച് തന്നെ അകലേക്ക് തള്ളി മാറ്റുന്നു എന്ന വേദനയിൽ കരഞ്ഞുകൊണ്ട് അവൻ പറയുന്നതൊന്നും കേൾക്കാതെ അവൻ ബാഗ് എടുത്ത് ഓഫീസിൽ നിന്നിറങ്ങി. ഊബറിന് കാത്തു നിൽക്കാതെ മുന്നിൽ വന്ന ഓട്ടോയ്ക്കെല്ലാം കൈ കാണിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് എതിരെ വന്ന സാമിനെയും അഖിലിനെയും കണ്ടത്. ശരൺ എന്നാ തിരിച്ചു വരുന്നത്? ഞാൻ എത്ര മെസ്സേജ് അയച്ചുവെന്നറിയോ? അവനൊന്നും സീനാക്കുന്നില്ല. എനിക്ക് അവൻ്റെ അവിടുത്തെ നമ്പർ അറിയില്ല. അവിടുത്തെ എന്തെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരുമോ? എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു. അതിഥി, നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? എത്ര തവണ വിളിച്ചു? കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഒന്ന് തെളിച്ചു പറ. അതിഥിയുടെ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിയാതെ സാമും അഖിലും പരസ്പരം നോക്കി. അതിഥി, നീ പാനിക്കാവരുത്. സിറ്റുവേഷൻ എത്ര മോശമായാലും നീ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ദയവ് ചെയ്ത് നിങ്ങൾ കാര്യം പറയേ, അവൾ സാമിൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. സാം വിഷമത്തോടെ ഫോൺ എടുത്ത് ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ അവൾക്ക് നേരെ പിടിച്ചു. 4 ദിവസം മുൻപേ ശരണിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അവനിനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല. മോതിരം മാറുന്ന ശരണിൻ്റെയും പെൺകുട്ടിയുടെയും ഫോട്ടോ ഒറ്റ സെക്കൻഡ് മാത്രമേ നോക്കാൻ അതിഥിക്ക് കഴിഞ്ഞുള്ളൂ. തളർന്നു വീണുപോയ അവളെ സാമും അഖിലും കൂടി താങ്ങി നിർത്തി. ഇത്രയുമാണ് ഭാഗം 21. അതിഥി, താൻ ഓക്കെ അല്ലേ? ഹോസ്റ്റൽ റൂമിൽ ഈ സമയത്ത് ആരുമില്ലാത്തതിനാൽ അവളെ ആൻറ്റിയുടെ വീട്ടിൽ വിട്ട് ഇറങ്ങാൻ നേരം അഖിൽ ചോദിച്ചു. അതിനൊന്ന് മൂളുക മാത്രം ചെയ്ത് തലവേദനയാണ്, കിടക്കണമെന്ന് ശാലുവിനോട് പറഞ്ഞ് അവൾ നേരെ മുറിയിൽ പോയി വാതിലടിച്ചു. ചേച്ചി, അമ്മ ഇവിടെ ഇല്ല, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം കേട്ടോ. കാര്യമൊന്നും അറിയാതെ അവളെ വിശ്രമിക്കാൻ വിട്ട് ശാലു പുറത്തേക്ക് പോയി. കരയാൻ പോലും കഴിയാതെ അതിഥി കട്ടിലിൽ തരിച്ചിരുന്നു. ശരണിൻ്റെ മുഖം എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടും അവ്യക്തമാവുന്നു. സ്നേഹം കൊണ്ട് പലപ്പോഴും മുറിവേറ്റിട്ടുണ്ടെങ്കിലും ഇത്രയും തീവ്രമായി തന്നെ ഉലച്ചു കളയാൻ അവയ്ക്കൊന്നും സാധിച്ചിട്ടില്ല എന്നവൾക്ക് തോന്നി. ശരീരം മുഴുവൻ വിറയ്ക്കുന്ന പോലെ, വീണ്ടും തളർന്നു പോകുന്ന പോലെ. ഉറക്കെ കരയാൻ ശ്രമിച്ചിട്ടും ശബ്ദം പുറത്തു വന്നില്ല. വിറയ്ക്കുന്ന ചുണ്ടുകൾ അമർത്തിക്കടിച്ചപ്പോൾ പൊട്ടി ചോര ഒലിച്ചിട്ടും വേദനയറിയാതെ അവൾ ഒരു പേപ്പറിനും പെന്നിനും വേണ്ടി മുറി മുഴുവൻ പരതി. ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം വിഡ്ഢികളാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്നലെ വരെ ഞാനും അത് വിശ്വസിച്ചിരുന്നു. പക്ഷേ അതങ്ങനെയല്ല. താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന തിരിച്ചറിവാണ് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ആ തിരിച്ചറിവിലേക്ക് എത്താൻ തനിക്ക് ചുറ്റും സംഭവിച്ചതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം വേണം. അതൊരിക്കലും വിഡ്ഢിയായ ഒരാൾക്ക് സാധ്യമല്ല. ഇവിടെ നിങ്ങൾക്ക് ഇതെൻ്റെ നിസ്സഹായതയായോ ഭീരുത്വമായോ തോന്നിയേക്കാം. പക്ഷേ എനിക്കിപ്പോൾ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയെന്ന് അംഗീകരിക്കാനുള്ള ധൈര്യമുണ്ട്. ഈ തീരുമാനം എനിക്ക് എന്നിലുള്ള അവസാന പ്രതീക്ഷയാണ്. ജീവിതത്തിൽ ഒരിക്കലും അവനവനായി ജീവിക്കാൻ കഴിയാത്ത ഒരുവൾക്ക് മരണത്തിലെങ്കിലും അത് സാധിക്കേണ്ടിയിരിക്കുന്നു. സ്വയം നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല, അത്രമാത്രം. അതിഥി 28/11/2017. കയ്യിൽ കിട്ടിയ പേപ്പറിൽ ഇത്രയും എഴുതി വെച്ച് ഷെൽഫിൽ നിന്നും ആൻറ്റിയുടെ സ്ലീപ്പിംഗ് പിൽസ് ബോട്ടിൽ കൈവെള്ളയിലേക്ക് കമഴ്ത്തി വേഗത്തിൽ വായിലേക്കിട്ട് അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നിസ്സംഗതയോടെ അവൾ ബെഡിലേക്ക് വീണു. അമ്മു, എണീറ്റേ. ആരുടെയോ തണുത്ത് ഉള്ളംകൈ കവിളിൽ തട്ടിയപ്പോൾ അതിഥി പ്രയാസപ്പെട്ട് കണ്ണു തുറന്നു. തന്നെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്ന ലയയുടെ മുഖവും നേരെ മുകളിൽ നിന്ന് മുഖത്തേക്കടിക്കുന്ന ശക്തമായ വെളിച്ചവും ചുറ്റുമുള്ള മോണിറ്ററുകളും അവ്യക്തമായി കണ്ടു. അവൾ ബെഡിൽ നിന്നും ചാടി എണീക്കാൻ ശ്രമിച്ചു. ഞാനെവിടെയാ? കഷ്ടപ്പെട്ട്. അത്രയും ചോദിച്ചപ്പോഴേക്കും വരണ്ട തൊണ്ട പൊട്ടി ചോരയൊലിക്കുന്ന പോലെ തോന്നി. അവൾ കഴുത്തിലേക്ക് കൈവച്ചു. നീ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് സെഡേറ്റീവ് പിൽസ് കഴിച്ച് ബോധം പോയി. ശാലുവും ആൻറ്റിയും കൂടെ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇന്നലെ രാത്രി തന്നെ കഴിച്ച മെഡിസിൻ മുഴുവൻ അവർ പുറത്തെടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം കൂടെ ഒബ്സർവേഷനിൽ വെച്ചിട്ട് ഡിസ്ചാർജ് ചെയ്യും. ആൻറ്റി അപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഇന്നലെ രാത്രി തന്നെ ഇങ്ങോട്ട് വന്നു. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഒരുപാട് സമയം എന്നെ ഇവിടെ നിർത്തില്ല. ഞാൻ പുറത്ത് നിൽക്കാം. നീ തൽക്കാലം കണ്ണടച്ച് കിടക്ക്. ലയ പറഞ്ഞത് മുഴുവൻ അതിഥി കേട്ടില്ല. അപ്പോഴേക്കും തലക്കടിയേറ്റതുപോലെയുള്ള വേദനയിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞു. എന്തായി ലയ? അവൾ ഓക്കെ അല്ലേ? സംസാരിച്ചോ നീ? പുറത്തിറങ്ങിയ ലയയെ കാത്തുനിന്ന ആൻറ്റിയും ശാലുവും അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അവൾക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. വൈകുന്നേരം നമുക്ക് ഒന്നുകൂടെ സംസാരിക്കാം. ആത്മഹത്യാശ്രമമായതുകൊണ്ട് പോലീസ് വന്ന് അന്വേഷിക്കും. മെൽബിൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അവർ അത് കേസാവാതെ ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ. അങ്കിൾ അറിഞ്ഞാൽ അവളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് പ്രശ്നമാവും. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കാം. നാളെ രാവിലെ ഡിസ്ചാർജ് ആവും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ആരും താമസമില്ല. അവളൊന്ന് ഓക്കെ ആവുന്നവരെ എൻ്റെ കൂടെ അവിടെ നിൽക്കട്ടെ. ആൻറ്റി സാക്ഷിയോടും ആദിയോടുമെല്ലാം ഒന്ന് പറഞ്ഞാൽ മതി. അവൾ ഓക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് അവിടെ വന്ന് കാണാം. ആൻറ്റി അവളുടെ കുറച്ച് ഡ്രസ്സും സാധനങ്ങളും എല്ലാം ഒന്ന് എനിക്ക് ഇവിടേക്ക് കൊണ്ടു തന്നാൽ മതി. ആൻറ്റിയും ശാലുവും ആദിയും ദേവും സാക്ഷിയും ഒക്കെ നിർബന്ധം പിടിച്ചു. അതിഥിക്ക് പെട്ടെന്ന് അവരെല്ലാം ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമെന്ന് ഉറപ്പായതിനാൽ ലയ എല്ലാവരെയും സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. സോറി ലയ, വേണമെന്ന് കരുതി ചെയ്തതല്ല. എനിക്കപ്പോൾ വേറെ ഒന്നും മനസ്സിൽ വന്നില്ല. എനിക്ക് ആ വേദന മറക്കണമായിരുന്നു. വൈകുന്നേരം അതിഥിയെ കാണാൻ റൂമിലെത്തിയ ലയയെ അവൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മു, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയില്ല. എനിക്ക് മനസ്സിലാവും. പക്ഷേ നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പിന്നെ ആരാ ഉള്ളത്? ലയ നിറഞ്ഞ കണ്ണുകളോടെ അവളെ ചേർത്ത് പിടിച്ചു. പിറ്റേന്ന് ഡിസ്ചാർജ് ചെയ്ത് ഫ്ലാറ്റിലെത്തിയ മുതൽ ലൈറ്റ് ഇടാതെ മുറി അടച്ചു കരഞ്ഞുകൊണ്ടിരുന്ന അതിഥി ഇടയ്ക്കൊക്കെ ഞെട്ടി ശരണിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ലയ അടുത്ത് ചെല്ലുമ്പോഴുമൊക്കെ ഒരു ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്ന
അതിഥിയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ അവൾ നിശബ്ദയായി കൂട്ടിരുന്നു. ഒരാഴ്ചയോളം മുറിവിട്ട് പുറത്തിറങ്ങാതെ കരഞ്ഞുകൊണ്ടിരുന്ന അതിഥിക്ക് ഭക്ഷണവുമായി ലയ മുറിയിലെത്തി. അമ്മു, നീ ഇങ്ങനെ കരഞ്ഞതുകൊണ്ടോ ഭക്ഷണം കഴിക്കാതെ ഇരുന്നതുകൊണ്ടോ അവൻ തിരിച്ചു വരില്ല. എവിടെ നിർത്തിയോ അവിടെ നിന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ ഒന്നും തുടങ്ങാൻ പറ്റില്ല. ഇനി നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളില്ല എന്ന കാര്യം, അതെത്ര വേദനയുള്ളതായാലും ആ സത്യത്തെ നീ അംഗീകരിച്ചേ തീരൂ. ലയ, എനിക്കറിയാം അവനെ ഇനി ഒരിക്കലും എൻ്റേതാകില്ലെന്ന്. ഒരിക്കലും തമ്മിൽ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ജീവിതം മുഴുവൻ ഞാൻ അവൻ്റെ കൂടെ സ്വപ്നം കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് അതെല്ലാം മറക്കാൻ സാധിക്കുന്നത്? ഒറ്റ രാത്രി കൊണ്ട് അവൻ എന്നെ സ്നേഹിച്ച പോലെ, ചേർത്ത് പിടിച്ച പോലെ മറ്റൊരാളെ ചേർത്ത് പിടിക്കുന്നുവെന്ന് എങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അത് ഓർക്കും തോറും നെഞ്ചിൽ കൊളുത്തി വലിക്കുന്ന ഒരു വേദനയുണ്ട്. അതെങ്ങനെയാണ് നിനക്ക് പറഞ്ഞു തരേണ്ടത് എന്നെനിക്കറിയില്ല. എത്ര ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാനാവാതെ കണ്ണുനീർ അവളുടെ കവിളും കഴുത്തും ഒരുപോലെ നനച്ചുകൊണ്ടിരുന്നു. അമ്മു, എനിക്കറിയാം പെട്ടെന്നൊരു ദിവസം ഇതൊന്നും മാറില്ലെന്ന്. നമ്മളെല്ലാം മനുഷ്യരാണ്. സ്വിച്ചിട്ട പോലെ വികാരങ്ങളെ മായ്ക്കാനൊന്നും പറ്റില്ല. നീ എത്ര സമയം വേണമെങ്കിലും എടുത്തു. പക്ഷേ ചില അവസ്ഥകളുണ്ട്. എത്ര രാത്രി കരഞ്ഞിട്ടാണെങ്കിലും വേദനിച്ചിട്ടാണെങ്കിലും ചില ഓർമ്മകളെ മായ്ച്ചു കളയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മനുഷ്യന് മറവി എന്നൊരു കാര്യം കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? മുന്നോട്ട് ജീവിക്കാൻ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. മക്കളെ നഷ്ടമായിട്ട് ജീവിക്കുന്ന അച്ഛനും അമ്മയും ഇല്ലേ? ഭാര്യയെ, ഭർത്താവിനെ, അനുജനെ ഒക്കെ മരണത്തിന് വിട്ടുകൊടുത്ത് നിസ്സഹായരായ ആളുകളില്ലേ? അവരൊക്കെയും ജീവിക്കുന്നില്ലേ? എനിക്ക് ഒരു തിരക്കുമില്ല. നീ ഓക്കെ ആവുന്നവരെ ഞാനിവിടെ കാണാം. എനിക്ക് എൻ്റെ പഴയ അതിഥിയെ തിരിച്ചു വേണം. എനിക്ക് വേണ്ടിയെങ്കിലും നീ കുറച്ചെന്തെങ്കിലും കഴിക്ക്. മെഡിസിൻസ് എടുക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കില്ലായിരുന്നു. ലയ ഭക്ഷണം അടച്ചു വെച്ച് കതക് ചാരി പുറത്തിറങ്ങി. പിന്നെയും 2 ദിവസത്തിന് ശേഷമാണ് അതിഥി മുറി വിട്ട് പുറത്തിറങ്ങിയത്. ലയ അവൾക്കൊരു ചായ ഇട്ട് കൊടുത്തു. രണ്ടുപേരും ബാൽക്കണിയിൽ വന്നിരുന്നു. അമ്മു, അവൻ നിന്നെ വേണ്ടെന്ന് വെച്ചതുകൊണ്ട് മാത്രമല്ല നീ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. വീട്ടുകാർ ഒരിക്കലും നിന്നോട് ചെയ്യാൻ പാടില്ലാത്തതാണ് അവർ പറഞ്ഞതും ചെയ്തതും. അതൊക്കെ പോട്ടെ എന്ന് വെക്കാൻ എളുപ്പമല്ല. പക്ഷേ ഇതിൽ കൂടുതലായി നീ അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. അവരിനി മാറാനോ തിരുത്താനോ ഒന്നും പോണില്ല. പക്ഷേ നീ കരുതി വെച്ച പോലെ കണ്ണൻ അവൻ്റെ ജീവിതം കളഞ്ഞിട്ടൊന്നുമില്ല. നിഹാലിന് പുറത്തൊരു ജോലി ശരിയായിട്ടുണ്ട്. ഈ മാസം അവസാനം അവൻ പോകും. അത് കഴിഞ്ഞ് കണ്ണനും പതുക്കെ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അതുവരെ വീട്ടിൽ പോയി നിന്ന് അവർ പറയുന്നത് പോലെ കേട്ട് മനസ്സ് മാറിയ പോലെ അഭിനയിക്കും. ഇനി അവൻ ഇറങ്ങി പോകുമ്പോൾ കാരണം തിരക്കാനോ കേസ് കൊടുക്കാനോ ഒന്നും നിൽക്കില്ലല്ലോ. ഇതൊക്കെ സംഭവിച്ചത് എന്തായാലും നന്നായി. അല്ലെങ്കിൽ ഒരിക്കലും അവൻ അതൊന്നും വീട്ടിൽ പറയാൻ കഴിയില്ലായിരുന്നു. അവൻ നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് വിളിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. നീ കൊണ്ട തല്ലും ചീത്തയും ഒന്നും വെറുതെ ആയിട്ടില്ല. കണ്ണ് നീ പുതിയ ലൈഫ് കൊടുത്ത പോലെ നിനക്ക് നീ ഒരു ചാൻസ് കൊടുക്കണം. മനസ്സിലായോ? ലയ അതിഥിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ലയ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. എനിക്കിനി ഇവിടെ നിൽക്കണ്ട. ഒരു ചേഞ്ച് വേണം. വിഷമമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എവിടെ നിന്നാണോ മുറിപ്പെട്ടത് അതേ ഇടത്ത് നിന്ന് തന്നെ അത് ഉണക്കാൻ ശ്രമിക്കുന്നത് ഒരു കാര്യമില്ല. കൊൽക്കത്തയിൽ നിന്ന് എനിക്കൊരു ജോബ് ഓഫർ കിട്ടിയിരുന്നു. അന്നത്തെ അവസ്ഥ വെച്ച് ഞാനത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും നല്ലത് അതാണെന്ന് തോന്നുന്നു. പിന്നെ നീ പറഞ്ഞത് ശരിയാണ്. വീട്ടുകാരെന്നെ സ്നേഹിക്കണം, മനസ്സിലാക്കണം എന്ന വാശി ഇപ്പോൾ എനിക്കില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് വയ്യ. എല്ലാവരെയും സന്തോഷപ്പെടുത്തി സ്വയം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്ന് എനിക്കറിയാം. എന്നെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ആ സ്നേഹം എനിക്കിനി വേണ്ട. ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. അവൾ ആറിത്തുടങ്ങിയ ചായ ഒരു കവിൾ കുടിച്ചു. നിനക്ക് എന്താണോ സമാധാനവും സന്തോഷവും തരുന്നത് അത് ചെയ്താൽ മതി. പക്ഷേ ഒറ്റക്കാര്യം പറയാതെ വയ്യ അമ്മു. എന്താ? ജീവിതത്തിൽ ഒരു കാര്യം പോലും മെനയായി ചെയ്യാൻ നിനക്കറിയില്ല. ആത്മഹത്യ ചെയ്യുമ്പോഴെങ്കിലും ഒന്ന് വൃത്തിയിൽ ചെയ്തുകൂടെ? ജീവിതത്തിൽ ഒരിക്കലൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ? അതിഥി കാര്യം മനസ്സിലാവാതെ ലയയെ നോക്കി. നീ കഴിച്ച മെഡിസിൻസ് കഴിച്ചാലൊന്നും ആരും ചത്തുപോയില്ല അമ്മു. ചിലപ്പോൾ ശരീരം തളർന്നു പോകും. നരകിച്ച് ജീവിക്കേണ്ടി വന്നേനെ. അയ്യേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ലയ അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു. ഓഹോ, അപ്പോൾ ഞാൻ ചാവാത്തതിലാണ് നിനക്ക് വിഷമം അല്ലേ? അതിഥി ഒരു ബിസ്ക്കറ്റ് എടുത്ത് ലയയ്ക്ക് നേരെ എറിഞ്ഞു. ഒരുപാട് നാളുകൾക്ക് ശേഷം അതിഥി മനസ്സ് തുറന്ന് ചിരിച്ചു. അമ്മു, ഇതാരൊക്കെയാണ് വന്നതെന്ന് നോക്കിയേ. വൈകിട്ട് റൂമിൽ ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന അതിഥി ബുക്ക് മടക്കി വെച്ച് പുറത്തേക്ക് വന്നു. ഹോളിൽ ഒരുപാട് ചോക്ലേറ്റും പൂക്കളുമൊക്കെയായി ആദിയും ശക്തിയും ഗീതു ചേച്ചിയും സാക്ഷിയും ദേവും അശ്വിനിയും ആൻറ്റിയും ശാലുവും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഒരുമിച്ച് കണ്ടതും എന്ത് പറയണമെന്നറിയാതെ മരവിച്ച് നിന്ന അതിഥിയുടെ കൈപിടിച്ച് ദേവു ഹാളിലേക്ക് കൊണ്ടുവന്നു. നിനക്ക് ജോലി കിട്ടിയില്ലേ? അതിൻ്റെ പാർട്ടിയാണ് ഇന്നിവിടെ. ലയ എല്ലാവർക്കും കുടിക്കാൻ ജ്യൂസ് കൊടുക്കുന്നതിനിടെ പറഞ്ഞു. അന്ന് രാത്രി മുഴുവൻ എല്ലാവരുടെയും കൂടെ കളിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ചും എല്ലാം ആഘോഷിച്ചു. ആരും തന്നോട് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ സഹതപിക്കുകയോ ചെയ്യാത്തത് അതിഥിയെ അത്ഭുതപ്പെടുത്തി. ആ ഒരു രാത്രി തനിക്ക് ചുറ്റും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ, തനിക്കൊന്നും നഷ്ടമാവാത്ത പോലെ അവൾക്ക് തോന്നി. അമ്മു, മറ്റന്നാൾ രാവിലെയാണ് കൊൽക്കത്തയിലേക്കുള്ള ട്രെയിൻ. നിന്നെ കൊണ്ടാക്കാൻ ഇവരെല്ലാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് നാളെ ഓഫീസിൽ പോയി ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് ഹാപ്പിയായിട്ട് ഇറങ്ങണം. ഓക്കെ? തിരിച്ച് ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി അതിഥിയെ ഹോസ്റ്റലിൽ വിട്ട് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ലയ പറഞ്ഞു. കണ്ണിൽ നിന്ന് അകലുന്നവരെ കാറിൽ നിന്നും ലയ അവൾക്ക് കൈവീശി. ലയ ചേച്ചിയെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയതിൽ ചേച്ചി എത്ര ലക്കിയാണെന്നറിയോ? റൂമിലേക്കുള്ള പടികൾ കയറുന്നതിനിടെ ദേവു പറഞ്ഞു.
എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുമ്പോഴും മുന്നോട്ട് നടക്കാൻ നമുക്കെല്ലാം എന്തെങ്കിലും ദൈവം ബാക്കി വയ്ക്കും. എനിക്കത് അവളാണ്, എൻ്റെ ലൈഫ് ലൈൻ. അത് പറയുമ്പോൾ അതിഥിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. എൻ്റെ സാക്ഷി, നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കല്ലേ. അത് നാളെ പോകുകയാണെന്ന കാര്യം ഉൾക്കൊള്ളാൻ കഴിയാതെ കരഞ്ഞും പിണങ്ങിയും ഇരുന്ന സാക്ഷിയെ അവൾ കെട്ടിപ്പിടിച്ചു. ഞാൻ നിന്നെ കുറേ മിസ് ചെയ്യും. സാക്ഷി സങ്കടം സഹിക്കാൻ വയ്യാതെ അതിഥിയെ കെട്ടിപ്പിടിച്ചു. അത് കണ്ടു നിന്ന ദേവും അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. എനിക്ക് വിഷമമില്ല എന്നാണോ കരുതുന്നത്? നമ്മുടെ ഈ മുറിയും നിന്റെ ചീത്തയും വഴക്കുകളും ദേവുവിൻ്റെ പരാതികളും രാത്രി നടത്തങ്ങളും വർത്തമാനങ്ങളും എല്ലാം ഞാൻ മിസ് ചെയ്യും. പക്ഷേ അതുപോലെ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അതിൻ്റെ ഇരട്ടി വേദന ഞാൻ അനുഭവിക്കേണ്ടി വരും. നിങ്ങളിങ്ങനെ കരഞ്ഞെന്നെ യാത്രയാക്കരുത് പ്ലീസ്. ഇല്ല ചേച്ചി, ഞാൻ ഇനി കരയില്ല. എന്ത് വന്നാലും കരയില്ല. എല്ലാത്തിനെയും ബോൾഡായി നേരിടാൻ എന്നെ പഠിപ്പിച്ചത് ചേച്ചിയാണ്. അതുകൊണ്ട് ചേച്ചിയെ ഞാൻ ഹാപ്പിയായിട്ട് പറഞ്ഞുവിടും. ദേവു കണ്ണു തുടച്ചു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. സാക്ഷി അതിഥിയുടെ കൈ പിടിച്ചു. എന്താ? അമ്മയാണ് സത്യം. 11 മണിക്ക് വരാന്തയിലെ ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് വാർഡനോട് പറഞ്ഞത് ഞാനല്ല. സോറി, അത് ഞങ്ങൾ വിശ്വസിക്കില്ല. അല്ലേ ദേവു? ദേവും അതിഥിയും ഒരുപോലെ ചിരിച്ചു. ശരി, വിശ്വസിക്കേണ്ട. എന്നത്തെയും പോലെ പിണങ്ങി മുഖം വീർപ്പിച്ച് സാക്ഷി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവളെ വിളിക്കാൻ പിറകെ ഓടിയ ദേവുവിനെയും സാക്ഷിയെ നോക്കി അതുവരെ അടക്കി വെച്ച വിഷമമെല്ലാം പിടിച്ചു വെക്കാനാവാതെ അതിഥി നിറഞ്ഞ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് കരഞ്ഞു. എന്താ അല്ലേ? ഈ ഭാഗം എനിക്ക് ഒരുപാട് വിഷമമായി. നിങ്ങൾക്കും വിഷമമായെന്ന് വിചാരിക്കുന്നില്ലേ? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കരയുന്ന പോലെയാണ് തോന്നിയത്. ഒരിക്കലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ ബോൾഡായിട്ട് നേരിടണം. എസ്പെഷ്യലി പെൺകുട്ടികളോടാണ് പറയുന്നത്. ഇത് പറയുന്നത് പോലെ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവരടുത്തു നിന്നായിരിക്കും നമുക്ക് മുറിവുകൾ ഉണ്ടാകുന്നത്. പക്ഷേ ആ മുറിവുകൾ ഉണങ്ങാൻ സമയമെടുത്തേക്കാം. പക്ഷേ അത് നിങ്ങൾ ഞാൻ ഡിപ്രഷനിൽ പോയി, എനിക്കിതേ പറ്റൂ, എനിക്കിത് പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ച് ചടഞ്ഞു കൂടിയിരിക്കരുത്. നിങ്ങൾക്കറിയോ, ലൈഫിൽ 100-ൽ 99% വിവാഹിതരായ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അവരുടെ ലൈഫിൽ വിഷമങ്ങളായിരിക്കും. അതിൽ 1% മാത്രമായിരിക്കും നല്ലൊരു ലൈഫ് പാർട്ട്ണറേയും ഒക്കെ കിട്ടാറ്. അതിൽ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരിക്കലും ഡിപ്രഷനിലോട്ട് പോവുകയല്ല വേണ്ടത്. മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാർത്തയാണ് നാർസിസം എന്നുള്ളത്. അത് അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർക്കൊക്കെയുള്ള മറുപടിയാണ് ഈ പറയുന്നത്. ഒരിക്കലും ഡിപ്രഷനിലോട്ട് പോകരുത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മനോഹരമാക്കാൻ പറ്റൂ. വേറൊരാൾ സൈഡിൽ നിന്ന് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അന്നേരം നമുക്ക് വായിച്ചു തുടങ്ങാം. 23 ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുൻപേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവൾ ആൻറ്റിയുടെ വീട്ടിൽ കയറി. അവളെ കണ്ടതും ബാൽക്കണിയിൽ ചെടി നനച്ചുകൊണ്ടിരുന്ന ഷാലു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഇത്രയും കാലം ബാൽക്കണിയിൽ പോയി ചെടി നനച്ചിട്ടും നീ ഇതുവരെ അപ്പുറത്തെ ഫ്ലാറ്റിലെ പയ്യനെ സെറ്റ് ചെയ്തില്ലേ? അയ്യോ ചേച്ചി, ഒന്ന് പതുക്കെ. അവൾ അതിഥിയുടെ വായ പൊത്തിപ്പിടിച്ചു. നാളെ പോവാണല്ലേ? ഈ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആൻറ്റിന്ന് വിളിച്ച് നീ ഇടയ്ക്ക് കയറി വരുമ്പോൾ എനിക്ക് എന്തോ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. നാളെ പോവാണ് അല്ലേ? ഈ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആൻറ്റിന്ന് വിളിച്ച് നീ ഇടയ്ക്ക് കയറി വരുമ്പോൾ എനിക്കെന്തോ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. ഇനി എപ്പോഴാ ആൻറ്റിയുടെ ഫുഡ് കഴിക്കാൻ മോള് വരുന്നേ? ഭക്ഷണം വിളമ്പുന്നതിനിടെ ആൻറ്റി സങ്കടം ഉള്ളിലൊതുക്കി ചോദിച്ചു. അയ്യേ, നിങ്ങളെല്ലാം എന്താ ഇങ്ങനെ? ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. കുറച്ചു കാലം ഒന്ന് മാറി നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിലും ഞാനിനി വരുമ്പോഴേക്കും ആൻറ്റി ഇവിടുന്ന് രക്ഷപ്പെടില്ലേ? അവൾ ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി. ഞാൻ നാട്ടിൽ വരാം ഇനി നിങ്ങളെ കാണാൻ. അവൾ ധൃതിയിൽ ഭക്ഷണം കഴിച്ച് ആൻറ്റി അടുത്ത കരച്ചിൽ സീൻ ഉണ്ടാക്കുന്നതിന് മുൻപേ അവിടെ നിന്നിറങ്ങി. ഓഫീസിലെത്തി HR റൂമിൽ നിന്നും ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് പുറത്തിറങ്ങിയപ്പോഴേക്കും ആദി അവളെ കാത്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതിഥി, സോറി, നിന്നോട് ചോദിക്കാതെ ഞാൻ റിസൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു. നിനക്കാരുമില്ല എന്ന ഫീൽ ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു. ആദി ക്ഷമ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അയ്യോ, ആദി, ഞാനാണ് സോറി പറയേണ്ടത്. നിൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നീ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നും മറ്റാരേക്കാളും അറിയുന്നത് എനിക്കാണ്. നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ആഘോഷിക്കുന്നതിന് പകരം ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി. സോറിടാ. എൻ്റെ അവസ്ഥ അത്ര മോശമായിരുന്നു. സത്യത്തിൽ നീ ജോലി കളയുന്നതിൽ, നിൻ്റെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ്. നീ ഭാവിയിൽ വലിയ നടനൊക്കെ ആവുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാമല്ലോ, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നെന്ന്. അവൾ അവൻ്റെ നെഞ്ചിൽ പതിയെ ഇടിച്ചുകൊണ്ട് പറഞ്ഞു. ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്നല്ല അതിഥി, ആണെന്ന് പറയണം. ലൈഫിൽ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് നീ. നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവളെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. എന്തായാലും നമ്മൾ ഒരുമിച്ചിറങ്ങുന്നത് നന്നായി. അല്ലെങ്കിൽ നീ ഇവിടെ എന്നെ മിസ് ചെയ്ത് വിഷമിച്ച് മരിച്ചേനെ. ഡെസ്കിലേക്ക് നടക്കുന്നതിനിടെ അതിഥി അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. അതിന് ചാൻസ് ഒന്നുമില്ല. കേരളത്തിൽ നിന്ന് ഒരു പുതിയ പെങ്കൊച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീക്ക്. ഞാൻ അവളുടെ കൂടെ അടിച്ചു പൊളിച്ചേനെ. അയ്യടാ, അങ്ങനെ നീ പൊളിക്കണ്ട. നമ്മൾ രണ്ടുപേരും പെട്ടിയും കിടക്കിയും എടുത്ത് ഒരുമിച്ചിറങ്ങുന്നു. അവൾ അവൻ്റെ തലയ്ക്ക് ഒരു കൊട്ടു കൊടുത്തു. ഗീത ചേച്ചിയും ശക്തിയും അവളുടെ ഡെസ്കിലുള്ള സാധനങ്ങളെല്ലാം പെറുക്കി പെട്ടിയിലാക്കി പാക്ക് ചെയ്ത് വെച്ചിരുന്നു. ഉച്ചയ്ക്ക് മുൻപ് ഇറങ്ങാൻ പോയ അവളെ അവരെല്ലാം കൂടി വൈകുന്നേരം വരെ അവിടെ പിടിച്ചിരുത്തി. അതിഥിക്കൊരു വിസിറ്ററുണ്ട്. ഗീത ചേച്ചിയുമായി സംസാരിച്ചുകൊണ്ടിരുന്ന അവളെ സെക്യൂരിറ്റി വന്ന് വിളിച്ചു. വിസിറ്റിംഗ് റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ അവിടെ തലകുനിച്ച് വിരലിനൊടിച്ചുകൊണ്ടിരുന്ന ശരണ്യെ കണ്ട് ഒരു നിമിഷം അവൾ മരവിച്ച് നിന്നു. അതിഥി, എനിക്കൊന്ന് സംസാരിക്കണം പ്ലീസ്. അവളെ കണ്ടതും അവൻ ഓടി അടുത്തേക്ക് വന്നു.
അതിഥി പേടിച്ചിട്ടെന്ന പോലെ പെട്ടെന്ന് പുറകോട്ട് മാറി. കണ്ണിൽ സാമിൻ്റെ കൈകളിലേക്ക് തലചുറ്റി വീണ ആ നിമിഷവും ആശുപത്രി കിടക്കുകയും മിന്നിമാഞ്ഞു. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുടച്ച് ഒരു ദീർഘനിശ്വാസം എടുത്ത് അവൾ തിരിഞ്ഞു നടന്നു. അതിഥി പ്ലീസ്, ഒരു 5 മിനിറ്റ്, എന്നിട്ട് ഞാൻ പൊക്കോളാം. അവൻ അവളുടെ പിറകെ ചെന്നു. 1 മിനിറ്റ്, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം, പുറത്തിറങ്ങി സംസാരിക്കാം, ഇവിടെ ഒരു സീൻ ഉണ്ടാക്കേണ്ട. അവൾ ഡെസ്കിൽ പോയി ബാഗ് എടുത്ത് അവൻ്റെ ഒപ്പം പുറത്തേക്ക് നടന്നു. ഓഫീസിന് മുൻപിലെ ചായക്കടയിൽ കയറി 2 ചായ പറഞ്ഞു. അവൾ അവനെ എതിർവശത്തായി കസേര നീക്കിയിട്ടിരുന്നു. എണ്ണ തൊടാത്ത ചീവി വെക്കാത്ത അവൻ്റെ മുടി എന്നത്തെയും പോലെ നെറ്റിയിലേക്ക് വീണു കിടക്കുന്നു. കണ്ണിന് താഴെ വന്ന കരിവാളിപ്പ് മുഖത്തെ ഭംഗി മുഴുവൻ കവർന്നുകൊണ്ട് പോയെന്ന് അവൾക്ക് തോന്നി. എത്ര ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാനാവാത്ത കണ്ണുനീർ തുടച്ച് വളരെ പ്രയാസപ്പെട്ടു ഒരു കുറ്റവാളിയെപ്പോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എടോ, ഒരിക്കലും നിന്നെ ചതിക്കണമെന്നോ പറ്റിക്കണമെന്നോ എനിക്കുണ്ടായില്ല. എൻ്റെ അവസ്ഥ അതായിപ്പോയി. വീട്ടിലെ ശരൺ പ്ലീസ്, എനിക്കത് കേൾക്കണ്ട. നിനക്കെന്നെ വേണ്ടെന്ന് വെക്കാൻ അത്രയും വലിയൊരു കാരണമുണ്ടാവുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇനി സത്യം കേട്ട് കഴിയുമ്പോൾ അതങ്ങനെയല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുത്തു പോകും. അപ്പോൾ ഇപ്പോൾ നിനക്കെന്നോട് വെറുപ്പില്ലേ? ഒരാളെ വെറുത്തുകൊണ്ട് അയാളെ മറക്കാൻ പറ്റില്ല. നീ അർഹിക്കുന്നില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഞാൻ നിനക്ക് മാപ്പ് നൽകിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി എനിക്ക് മുന്നോട്ട് നടന്നേ തീരൂ. അല്ലെങ്കിലും നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ ഒരിക്കലും എൻ്റെ പ്രശ്നങ്ങളെ നേരെ നിന്ന് ഫേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പണ്ട് മുതലേ എൻ്റെ എല്ലാ വിഷയങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾ വരും എന്ന് കരുതി ഒരാളെ പ്രതീക്ഷിച്ചിരുന്നു. ലോകത്തെവിടെയും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി കത്തുകൾ എഴുതി. എന്നെ മനസ്സിലാക്കാൻ, സ്നേഹിക്കാൻ, എൻ്റെ വിഷമങ്ങൾ നേരിടാൻ, എനിക്ക് വേണ്ടി നിലകൊള്ളാൻ ഞാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇത്ര നിസ്സാരമായി നിനക്കെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ലായിരുന്നു. നീ എന്നെ പൂർണ്ണമാക്കുന്ന എന്തോ ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എൻ്റെ എല്ലാ സന്തോഷങ്ങളും നിൻ്റെ ഉള്ളിലാണെന്ന് വിശ്വസിച്ചു. ഈ പുസ്തകങ്ങളിലും സിനിമയിലുമൊക്കെ കാണുന്ന പോലെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കാൻ ഒരു രാജകുമാരൻ നായകനും വരില്ലെന്ന് എനിക്കിപ്പോൾ നന്നായിട്ടറിയാം. അതിഥി, എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്. നിന്നെ സ്നേഹിച്ച പോലെ ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടില്ല. അവൻ അവളുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. എനിക്കും ഇഷ്ടമാടോ, പക്ഷേ ആ ഇഷ്ടത്തോടെ തന്നെ നിന്നെ വേണ്ടെന്ന് വെക്കാൻ എനിക്കിപ്പോൾ കഴിയും. ഇപ്പോൾ നീ കൈപിടിച്ച് കൂടെ കൂട്ടിയ നിന്നെ മാത്രം സ്നേഹിച്ച് വിശ്വസിച്ച് നിൽക്കുന്ന ആ പെൺകുട്ടിയെ നല്ലോണം നോക്കണമെന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് തന്നെ നീയാണ്. അല്ലെങ്കിലും സ്നേഹിക്കാൻ എളുപ്പമാണ്, സ്നേഹിക്കപ്പെടാനാണ് പാട്. നമ്മളിങ്ങനെ ഒരുപാട് സംസാരിച്ച് ഉള്ള ബന്ധം നശിപ്പിക്കണ്ട. ഞാൻ നാളെ പോവാണ്. ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ഇഷ്ടമുള്ള 2 പരിചിതരായി നമുക്ക് പിരിയാം. അവൾ കസേര നീക്കി എണീറ്റു. അതിഥി പ്ലീസ്, ഇങ്ങനെ പറഞ്ഞു പോകരുത്. അവൻ കരഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ശരൺ, നീ എനിക്ക് നല്ലൊരു ഓർമ്മയാണ്. എന്നെങ്കിലും തേടി വരുമെന്ന് കരുതി ജനിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പെൺകുട്ടിക്ക് മുൻപിലേക്ക് പെട്ടെന്നൊരു ദിവസം സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഓർക്കിഡ് പൂക്കളുമായി കടന്നു വന്ന് അവൾ ആഗ്രഹിച്ചതിലും അധികം സ്നേഹവും കരുതലും നൽകി കടന്നു പോയവനാണ് നീ. നീ പാടിത്തരാറുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ പാട്ട് എവിടെ വെച്ചെങ്കിലും കേൾക്കുമ്പോൾ, നട്ടപ്പാതിരായ്ക്ക് ഒരു കട്ടൻ കുടിക്കാൻ പോകുമ്പോൾ, ഒരുപാട് ഇഷ്ടത്തോടെ ആരെങ്കിലുമൊക്കെ എനിക്ക് ഭക്ഷണമുണ്ടാക്കി തരുമ്പോൾ, എവിടെയെങ്കിലും ഓർക്കിഡ് പൂക്കൾ കാണുമ്പോൾ ഞാൻ നിന്നെ ഓർക്കും, ചിരിക്കും, എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കും. അവൾ അവൻ്റെ കൈ വിടുവിച്ച് നിറഞ്ഞ കണ്ണു തുടച്ച് മുന്നോട്ട് നടന്നു. ആ വൈകുന്നേരത്തെ ആകാശത്തിന് മഞ്ഞ ഓർക്കിഡിൻ്റെ നിറവും തണുപ്പിന് അവൻ്റെ ചേർത്ത് പിടിക്കലുകളുടെ ഇളം ചൂടുണ്ടെന്ന് അവൾക്ക് തോന്നി. ബാഗെല്ലാം സീറ്റിനടിയിൽ വെച്ച് അവസാന യാത്ര പറച്ചിലിനായി അവൾ ഒന്നുകൂടെ വാതിലിനടുത്തേക്ക് വന്നു. സ്വന്തമാകുന്നിടത്ത് മാത്രമല്ല പ്രണയമെന്ന് സാക്ഷിക്കും സിദിനുമല്ലാതെ മറ്റാർക്കാണ് ഇതിലും മനോഹരമായി തെളിയിക്കാൻ പറ്റുന്നത്? പ്രണയത്തിൻ്റെ സമവാക്യം തിരുത്തി എഴുതി ദേവ് മുന്നോട്ട് നടക്കുമ്പോൾ ജീവിതത്തിൽ നീ എന്ത് വന്നാലും അതിനെ നേരിടാൻ അവൾ ഒരുക്കമാണ്. സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് നടന്നു കയറാൻ ആദിക്ക് ഇനിയും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഉറപ്പാണെങ്കിലും അവനത് നേടുമെന്നതിൽ സംശയമില്ല. എല്ലാം അവസാനിപ്പിച്ച് ഒറ്റയ്ക്ക് ജീവിതത്തെ നേരിടേണ്ടി വരുമ്പോൾ ആൻറ്റിയെ കാത്തിരിക്കുന്നത് 1000 പ്രശ്നങ്ങളാവും. പക്ഷേ അതിനെയൊക്കെ അപ്പുറം സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതം അവർക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. എത്ര ശ്രമിച്ചിട്ടും അവസാന യാത്ര പറച്ചിലിൽ കരയാതിരിക്കാൻ അതിഥിക്ക് കഴിഞ്ഞില്ല. ട്രെയിൻ പതുക്കെ നീങ്ങി തുടങ്ങിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൈവീശി അവളോട് യാത്ര പറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ അവർ കണ്ണിൽ നിന്ന് മായുന്നവരെ അതിഥി അവരെ നോക്കി നിന്നു. അവർക്ക് പിറകിൽ അല്പം മാറി ഒരു കൂട്ടം ഓർക്കിഡ് പൂക്കളുമായി അവനും കൈവീശുന്ന പോലെ അവൾക്ക് തോന്നി. ആ കാഴ്ച മായാതിരിക്കാൻ അവൾ കണ്ണുകൾ മുറുക്കിയടച്ചു. കൊൽക്കത്തയിലെത്താൻ 2 മണിക്കൂർ കൂടെ ശേഷിക്കുമ്പോൾ അവൾ ബാഗിൽ നിന്നും ഡയറി എടുത്തു. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും എഴുതി തുടങ്ങി. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, ചുറ്റുമുള്ള ഒന്നിലും ഒരു പ്രതീക്ഷയുമില്ലാതെ എന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു പുതിയ യാത്രയിലാണ് ഞാനിപ്പോൾ. പുതിയ നഗരത്തിൽ എന്നെ കാത്തിരിക്കുന്നത് എന്തായാലും അതിനെ നേരിടാൻ ഞാനിപ്പോൾ ഒരുക്കമാണ്. വായിച്ചു തീർത്ത പുസ്തകങ്ങൾ പോലെയോ കണ്ടു തീർത്ത സിനിമകൾ പോലെയോ മനോഹരമാവില്ല ജീവിതം എന്നെനിക്ക് നന്നായി അറിയാം. പക്ഷേ അതുതന്നെയാണ് ജീവിതത്തെ ഇത്ര മനോഹരമാക്കുന്നത്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. മുന്നോട്ട് ജീവിക്കാൻ വലിയ സ്വപ്നങ്ങളെക്കാളും പ്ലാനുകളെക്കാളും ഒക്കെ നമുക്ക് വേണ്ടത് എന്ത് വന്നാലും എനിക്ക് ഞാനുണ്ട് എന്ന വിശ്വാസമാണ്. വീണു പോകുമെന്ന് തോന്നുമ്പോൾ 2 കൈകൊണ്ടും സ്വയം ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന ഉറപ്പാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, സമയം പങ്കിടുന്നത് എൻ്റെ കൂടെ ആവുമ്പോൾ എന്നെ അത്രമേൽ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? സ്വയം നൽകുന്ന സ്നേഹം കൊണ്ടാണ് ഞാൻ ആദ്യം പൂർണ്ണമാകേണ്ടത്.
ആ പൂർണ്ണതയിൽ മാത്രമേ ചുറ്റുമുള്ള എല്ലാത്തിനെയും അതേ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ലോകത്ത് മറ്റാരേക്കാളും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരുപാട് സ്നേഹത്തോടെ അതിഥി. ഇങ്ങനെയാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നത് ഇവിടെ അവസാനിക്കുന്നത്. ഇത് എല്ലാ കുട്ടികൾക്കുമുള്ള, എല്ലാ പെൺകുട്ടികൾക്കുമുള്ള ഒരു മോട്ടിവേഷനാണ്. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പേര് കാണും, അതിഥിയെപ്പോലെ, ദേവുവിനെ പോലെ, സാക്ഷിയെപ്പോലെ, ലയെപ്പോലെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്. അതിനേക്കാൾ ഉപരി നിങ്ങൾ നിങ്ങളെയാണ് വിശ്വസിക്കേണ്ടത്, നിങ്ങളെയാണ് സ്നേഹിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്ന ആ വിശ്വാസമാണ് ഓരോ ദിവസത്തെയും നിങ്ങളുടെ പ്രതീക്ഷ. ഈ യാത്രയിൽ എന്നോടൊപ്പം കൂടിയ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്തൊരു നോവലുമായി ഞാൻ വരാം. സൈനിങ് ഓഫ്, ആമി.